പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അടുത്തുമകലെയുമായിരുന്ന് ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹായുടെ മടങ്ങിവരവിന് മുൻപ് വീണ്ടും ഒരിക്കൽ കൂടെ യേശുവിന്റെ പാദപീഠത്തിൽ കടന്നുവന്ന് ദൈവത്തെ സ്തുതിപ്പാൻ സ്വർഗം ഇങ്ങനൊരവസരം പ്രദാനം ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 2-3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ കടന്നുവരാം എന്നുള്ള വാഗ്ദത്ത പ്രകാരം ഉയർത്തുവന്ന യേശു നമ്മുടെ മധ്യേ, നമ്മുടെ പന്തലിൽ യേശുവിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്തൃസന്നിധിയിൽ ആഗതരായിരിക്കുന്ന എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടും ആത്മാവൊരുക്കത്തോടും ഹൃദയവാഞ്ഛയോടും കൂടെ ദൈവസന്നിധിയിലായിരിക്കണമേ എന്നപേക്ഷിക്കുകയാണ്. കർത്താവിന്റെ സാന്നിധ്യം നമ്മൾ ആത്മാവിൽ അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടേയിരുന്നു. കർത്താവിനെ പാടി സ്തുതിപ്പാനും നമ്മുടെ പ്രത്യാശയെ പുതുക്കുവാനും സ്വർഗം ഇങ്ങനെ നല്ല വിലപ്പെട്ട ഒരവസരം നമുക്ക് പ്രദാനം ചെയ്തല്ലോ. ലോകത്തിൽ എത്രയോ കോടിക്കണക്കിന് ജനങ്ങൾ ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ നിരാശയുടെ പാണ്ടക്കെട്ടും ചുമന്ന് ഭൂമിയിൽ എന്തിന് ജനിച്ചു, ഭൂമിയിൽ എന്തിന് ജീവിക്കുന്നു, ഈ ക്ഷണഭംഗുരമായ ജീവിതത്തിനപ്പുറം തങ്ങളുടെ മുഴു ലോകത്തേക്കാൾ വിലപ്പെട്ട ആത്മാവിന്റെ വിശ്രാമം എവിടെ എന്ന് കണ്ടെത്താൻ കഴിയാതെ ഓരോ ദിവസവും ഏറെക്കുറെ 5,64,000 പേർ വീതം, സെക്കൻഡിൽ ഏറെക്കുറെ 3 പേർ വീതം ഈ മനോഹരമായ പ്രപഞ്ചത്തിൽ നിന്നൊരിക്കലും മടങ്ങിവരാതെ യാത്ര ചെയ്യുമ്പോൾ സ്വർഗം ഇങ്ങനെ വിലപ്പെട്ട ഒരവസരം നമുക്ക് പ്രദാനം ചെയ്തല്ലോ. ലോകത്തിന് തരാൻ കഴിയാത്ത വലിയൊരു സമാധാനവും പാപം നിറഞ്ഞ ലോകത്തിൽ നീതിയോടെ ജീവിപ്പാനുള്ള കൃപയും മരണത്തിരശ്ശീലയ്ക്കപ്പുറം നമ്മെ പിന്തുടരുന്ന ജീവനുള്ള ഒരു പ്രത്യാശയും സ്വർഗം പ്രദാനം ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്തൃസന്നിധിയിലാഗതരായിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും കരുണാസമ്പന്നനായ ദൈവം അനുഗ്രഹിക്കട്ടെ. അനന്ത നിത്യതയുടെ കവാടം തുറക്കുന്ന ഏറ്റവും നല്ല ആ മനോഹര ദിനത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും മുഖം കണ്ടെത്തുവാൻ സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോഴൊക്കെയും നമ്മെ അനുഗ്രഹിക്കാം എന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. കഴിഞ്ഞ രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുവിന്റെ ക്രൂശിന്റെ മഹത്വം അത് എത്രമാത്രം ഉന്നതമായത് എന്നുള്ളതിനെക്കുറിച്ച് നാം ചുരുക്കമായി ചിന്തിച്ചുകൊണ്ടേയിരുന്നു. നമ്മുടെ ഈ വർഷത്തെ വേദപഠന ക്ലാസിന്റെ വിഷയം അപ്പോസ്തലന്മാരിൽ അഗ്രഗണ്യനായ വിശുദ്ധ പൗലോസ്ലീഹ ഏതാണ്ട് AD 56 കൊരിന്ത്യയിലുള്ള വിശുദ്ധന്മാർക്ക് ലേഖനം മുഖാന്തരം തന്നെ ഏൽപ്പിച്ച സുവിശേഷത്തിന്റെ മഹത്വം അല്ലെങ്കിൽ ആ ദൗത്യം എത്ര ഉന്നതം എന്നുള്ളത് താൻ ലേഖനത്തിന്റെ വരികളിലൂടെ മാനവരാശിക്ക് അതിന് മുന്നറിയിപ്പ് നൽകുകയാണ്. താൻ പറഞ്ഞു, യഹൂദന്മാർ അടയാളം ചോദിച്ചു, യവനന്മാർ ജ്ഞാനം അന്വേഷിച്ചു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട കർത്താവിനെ പ്രസംഗിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ നാം ക്രൂശിക്കപ്പെട്ട കർത്താവിന്റെ ആ ക്രൂശിന്റെ ഒരു ചെറിയ രൂപരേഖ നമ്മുടെ മനസ്സിൽ വരച്ചെടുത്തു. തുടർന്നും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തെ ഉണർത്തിക്കൊണ്ടേയിരിക്കട്ടെ. സ്വർഗത്തിലെ ദൂതന്മാരുടെ ആരാധനപത്രമായ മശിഹായെ താണലോകത്തിലേക്ക് അയച്ച് മാനവരാശിയുടെ പാപവും അകൃത്യവും രോഗവും വേദനയും അവന്റെ മേൽ ചുമത്തി ഗത്സമന തുടങ്ങി ഗോൽഗോത്തായോളം അവൻ ദുരിതം അനുഭവിച്ച് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഒരു പാപിയെ പോലെ ഒരു അകൃത്യയാകുമെന്നവണ്ണം അവൻ ചീന്തപ്പെട്ട് അവന്റെ കാൽവറി മരണത്താൽ നിത്യതയുടെ കവാടം തുറന്നു തരുവാൻ പരിശുദ്ധ പിതാവിന് പ്രസാദം തോന്നിയെങ്കിൽ അതോടുകൂടെ നമുക്ക് സകലതും തരും. റോമാലേഖനത്തിൽ പൗലോസ്ലീഹ ഇങ്ങനൊരു വാക്ക് പറഞ്ഞു, കർത്താവായ യേശുവിനെ തന്ന പിതാവ് അതോടുകൂടെ നിങ്ങൾക്ക് സകലതും തരാതിരിക്കുമോ?
സ്വർഗത്തിലെ ദൂതന്മാരുടെ ആരാധന പത്രമായ മശിഹായെ താണലോകത്തിലേക്ക് അയച്ചു തന്ന പരിശുദ്ധ പിതാവ് അതോടുകൂടെ ഈ ലോകത്തിലുള്ള ആത്മീയവും ഭൗമികവുമായതും അതിനപ്പുറം അനന്ത നിത്യതയിലെ അവകാശങ്ങളും തരുവാൻ നമ്മുടെ പരിശുദ്ധ പിതാവ് വിശ്വസ്തനാണ്. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യേശു ക്രിസ്തുവിനെ ദാനമായി തന്ന നീതിയുള്ള പരിശുദ്ധ പിതാവ് അതോടുകൂടെ സകലതും തരാതിരിക്കുമോ? ഈ ചോദ്യം പൗലോസ്ലീഹായുടേതാണ്. പന്തലിൽ ശ്രോതാക്കളായിരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മറുപടി എന്തായിരിക്കും? തരുമെന്നാണോ തരത്തില്ലെന്നാണോ? ഒറ്റ വാക്കിൽ പറയാം, യേശുവിനെ തന്ന പിതാവ് അതോടുകൂടെ നമുക്ക് സകലതും തരും. എങ്ങനെ അത് നമുക്ക് ഈ ഇത്രമാത്രം ശക്തിയോടെ പ്രസ്താവിക്കാമെന്ന് ചോദിച്ചാൽ അതിന് രണ്ട് വശങ്ങളാണ്. ഒന്ന്, നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ അനുഭവവും. രണ്ട്, ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത തിരുവെഴുത്തിലെ വരികളിൽ എഴുതി ചേർത്തിരിക്കൊണ്ട് ഇന്ന് രാത്രി നമുക്ക് സധൈര്യം പറയാം, യേശുവിനെ തന്ന പരിശുദ്ധ പിതാവ് അതോടുകൂടെ ഈ ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും എനിക്ക് തരും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരു സെക്കൻഡ് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ട് വിശ്വാസത്തോടെ എല്ലാവരും ആ വചനം ഏറ്റു പറഞ്ഞുകൊണ്ട് വേണം ദൈവത്തെ സ്തുതിക്കുവാൻ. സ്വർഗത്തിലെ ദൂതന്മാരുടെ ആരാധന പത്രമായ മശിഹായെ അയച്ചു തന്ന് അവന്റെ കാൽവരിയുടെ പരമയാഗത്താൽ നിത്യതയുടെ കവാടം എനിക്ക് തുറന്നു തന്ന എന്റെ പരിശുദ്ധ പിതാവ് ഈ ലോകത്തിലുള്ളതും നിത്യതയിലുള്ളതും എനിക്ക് തരും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞിട്ട്. ആകയാൽ യേശുവിനെ നൽകിയ പിതാവ് അതോടുകൂടെ നിങ്ങൾക്ക് സകലതും തരും. മീറ്റിംഗിന്റെ അവസാന നിമിഷം വരെയും ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തെ ഈ വചനം ഉണർത്തിക്കൊണ്ടേയിരിക്കണം. ഫസ്റ്റ് ജോളിച്ചാൻ മീറ്റിംഗിന്റെ ഉണർവ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആത്മാവിന്റെ ഹൃദയത്തിൽ 4 കാര്യം പറഞ്ഞു. ഒന്ന്, പച്ചപ്പുഴുവും വെട്ടിക്കിളിയും തിന്നുകളഞ്ഞ നിന്റെ നല്ല സംവത്സരങ്ങള് ഈ ആയുസ്സിൽ ദൈവം നിനക്ക് തിരികെ തരും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. 2, നിന്റെ അലസത നിമിത്തം സ്വർഗം നിനക്ക് പ്രദാനം ചെയ്ത അനേക നന്മകൾ അമാലേക്ക് അപകരിച്ചു കൊണ്ടുപോയിരിക്കുന്നു. അമാലേക്ക് അപകരിച്ചതൊക്കെയും ഈ ദിനങ്ങളിൽ പരിശുദ്ധാത്മാവ് നിനക്ക് തിരികെ തരും. കഴിഞ്ഞ കാലങ്ങളിൽ നീ കത്തിജ്വലിച്ചു, ഏതോ ഒന്നിനാൽ നീ കെട്ട് ഇപ്പോൾ ഏറ്റവും പുകഞ്ഞ് നിന്റെ പ്രാണനോട് നീ അരിഷ്ടപ്പെട്ടിരിക്കുന്നുവോ? പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് രാത്രി പുകയുന്ന തിരികളെല്ലാം ഞാൻ ആളി കത്തിക്കും. വീണ്ടും ദുഷ്ടന്റെ ആക്രമണത്താൽ നിന്റെ മതിലുകൾ തകർന്നുടഞ്ഞ് നെഹമ്യാവിനെ പോലെ അർദ്ധരാത്രിയുടെ യാമങ്ങളിൽ മനോവേദനയോടെ കരഞ്ഞുകൊണ്ട് നിത്യത ഓർത്തു വ്യാകുലപ്പെടുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്നോട് പറയുന്നു, ശത്രു പൊളിച്ച മതിലുകളെ നിനക്ക് പുതുക്കി പണി തരുവാൻ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. ഈ കൂട്ടായ്മയിലേക്ക് നിന്നെ വിളിച്ചു കൊണ്ടുവന്ന നിന്റെ ദൈവം വിശ്വസ്തൻ. അവൻ പച്ചപ്പുഴും വെട്ടിക്കിളിയും തിന്നുകളഞ്ഞ നിന്റെ നല്ല സംവത്സരം തിരികെ തരും. അമാലേക്ക് അപകരിച്ചു കൊണ്ടുപോയതൊക്കെയും ഈ ദിനങ്ങളിൽ പരിശുദ്ധാത്മാവ് നിനക്ക് തിരികെ തരും. പുകയുന്ന തിരിയായ നിന്റെ ജീവിതത്തിലെ എല്ലാ ദുഷ്ടതകളെയും നീക്കി നിന്റെ മരണത്തിന് മുൻപേ നീ ആളിക്കത്തുന്ന വിളക്കായി നീ അനേകർക്ക് അനുഗ്രഹമാകും. ശത്രു ഇടിച്ച് തകർത്ത് കളഞ്ഞ എല്ലാ കോട്ടകളെയും മതിലുകളെയും കർത്താവ് നിനക്ക് പണിതു തരും. വചനം സത്യമാണ്, വിളിച്ചവൻ വിശ്വസനാണ്, ആത്മാവ് ബലപ്പെടുത്തുവാൻ ശക്തനാണ്. ദൈവം തന്റെ സിംഹാസനം നമ്മുടെ മധ്യേ സ്ഥാപിച്ച് ഈ വചനം നമ്മിൽ നിവർത്തിക്കും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ആകയാൽ കേവലം ദൈവവചനം കേട്ടു, അതിന്റെ ആഴങ്ങൾ ഗ്രഹിച്ചു, ദൈവവചനത്തിലെ അത്ഭുതങ്ങൾ കണ്ടു, ഇത് മറ്റുള്ളവരോട് ഗ്രഹിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ഈ വേദപഠന ക്ലാസിന്റെ വിഷയം. മശിഹായുടെ മടങ്ങിവരവ് ഏറ്റവും അധികം അടുത്തുപോയി. നനയാത്ത നേരത്ത് വരുന്ന രക്ഷകനെ എതിരേൽക്കാൻ ഉണരുവാനും ഒരുങ്ങുവാനും നമ്മുടെ മീറ്റിംഗുകൾ നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ രാത്രിയിൽ വായിച്ച തിരുവെഴുത്തിലേക്ക് നമുക്ക് വീണ്ടും നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 22-ാം വാക്യം വായിച്ചാൽ
യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ പൗലോസ്ലീഹ ഈ വാക്കെഴുതുമ്പോൾ ഉണ്ടായിരുന്ന അതിന്റെ പിന്നിലുള്ള ചരിത്ര പശ്ചാത്തലം എന്ത് എന്നുള്ളതിന്റെ ഒരു ചെറിയ രൂപരേഖ കഴിഞ്ഞ രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. പൗലോസ്ലീഹയുടെ കാലത്ത് യെരുശലേം, പാലസ്തീൻ, അറബി മേഖലകളിൽ സ്വാധീനതയുള്ള 3 സമൂഹത്തെയാണ് ഇവിടെ പറയുന്നത്. ഒന്ന് യഹൂദന്മാർ. അവർ അബ്രഹാമിന്റെ മക്കളാണ്. പാരമ്പര്യമായി അവർ അച്ഛപാലകരാണ്. അവർ അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും മനുഷ്യ മനസ്സിന് ഇമ്പം തോന്നുന്ന പ്രവൃത്തികളെയും കണ്ട് ആശ്ചര്യപ്പെടുന്ന പ്രവണതയുണ്ട്. രണ്ടാമതൊരു സമൂഹം, അത് ഗ്രീക്കുകാരാണ്. അവർ സാധാരണ മനുഷ്യരല്ല, ഉന്നതമായ വിദ്യ നേടിയവരാണ്. ലോക പ്രശസ്തരായ എല്ലാ തത്വജ്ഞാനികളും ഗ്രീക്കുകാരായിരുന്നു. അവരൊരു കാര്യം കേൾക്കുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം എങ്ങനെയാണ്, അതിന്റെ പ്രായോഗിക വശങ്ങൾ എങ്ങനെയെന്ന് ആഴമായി ചിന്തിക്കുന്ന പ്രവണത ഗ്രീക്കുകാർക്കുണ്ടായിരുന്നു. ഇതിനിടയിൽ ഒരു മൂന്നാമതൊരു സമൂഹമുണ്ട്. അത് മശിഹായുടെ ക്രൂശിനെ പ്രസംഗിക്കുന്നവരാണ്. ആ ഗണത്തിൽപ്പെട്ട ഒരുവനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ രാത്രിയിൽ ഇതിന്റെ ചില വശങ്ങൾ, ചില ഭാഗം നമ്മൾ ചിന്തിച്ചു. അതിലൊന്ന് ക്രൂശ് എന്നുള്ളതായിരുന്നു. ക്രൂശിനെ പല ഭാഗങ്ങളായി തിരിച്ചല്ലോ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. റോമാക്കാർ കുറ്റവാളികളെ ശിക്ഷിക്കുന്ന ക്രൂശിനെ കുറിച്ചും അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രശംസിച്ച ക്രൂശിനെ കുറിച്ചും ഇന്നത്തെ ക്രൈസ്തവർ അവർ കഴുത്തിലണിഞ്ഞും അല്ലെങ്കിൽ ദേവാലയങ്ങളിൽ കൊണ്ടു നടന്ന് പ്രശംസിക്കുന്ന ക്രൂശിനെ കുറിച്ചും കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിക്കുകയുണ്ടായി. അതിനപ്പുറം യേശു ആര് എന്നുള്ളതിന്റെ ഒരു ചെറിയ രൂപരേഖ നിങ്ങളുടെ മനസ്സിൽ ഞാൻ വരച്ചിരുന്നു. അനാദി നിത്യതയിൽ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ യേശു വചനമായിരുന്നു. യേശു അവന്റെ തേജസ്സിന്റെ പ്രഭയായിരുന്നു. യേശു തത്വത്തിന്റെ മുദ്രയായിരുന്നു. സ്വർഗഘടികാരത്തിൽ സ്വർഗം നിയോഗിച്ച കാലം തികഞ്ഞപ്പോൾ വചനം ജഡമായി തീർന്ന കൃപയും സത്യവും നിറഞ്ഞവനായി താണലോകത്തിലേക്ക് വന്നു. 33.5 വർഷക്കാലം യേശു ലോകത്തിൽ ജനിച്ചു. യേശുവിന്റെ ജന്മസ്ഥലം ബേത്ലഹേമായിരുന്നു. ദാവീദിന്റെയും ഇശായിയുടെയും ജന്മസ്ഥലം ഇത് ബേത്ലഹേമാണ്. യോശുവ ഇസ്രായേലിന് കനാൻ ദേശം വിഭജിച്ചു കൊടുക്കുമ്പോൾ ഇത് യഹൂദയ്ക്ക് കിട്ടിയ സ്ഥലമാണ്. യഹൂദ പാരമ്പര്യത്തിൽ നിന്നായിരുന്നു ഇശായും ദാവീദും നമ്മുടെ മശിഹായും ഒക്കെ വന്ന് ജനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ബേത്ലഹേമായിരുന്നു. ബേത്ലഹേമിൽ ജനിച്ചു. ബാല്യകാലമൊക്കെയും പിതാവിന്റെയും മാതാവിന്റെയും ശിക്ഷണത്തിൽ ന്യായപ്രമാണത്തിന്റെ കീഴിൽ അവൻ വളർന്നു. എന്നാൽ 30ാമത്തെ വയസ്സിൽ നാടോടി പ്രസംഗിയായ യോഹന്നാന്റെ കൈക്കീഴിൽ യെരുശലേമിൽ നിന്ന് 84 മൈൽ ദൂരം നടന്നു ചെന്ന് കലങ്ങി മറിയുന്ന ജോർദാനിൽ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് ദൈവനീതി നിവർത്തിച്ചവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി മരുഭൂമിയിൽ ഏകാന്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച കനാൻ എന്ന ദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ സീനായി മലയുടെ അടിവാരത്തിൽ 22 ലക്ഷത്തോളം ഇസ്രായേൽ കിടക്കുമ്പോൾ അവരുടെ നടത്തിപ്പുകാരനായ മോശെ സീനായി മലയിൽ കയറിപ്പോയിരുന്ന് സമാഗമന കൂടാരത്തിന്റെ പ്ലാനും ജനം പാലിക്കേണ്ട കൽപ്പനയും വാങ്ങിയതുപോലെ നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ ചെങ്കടലിന് പകരം ജോർദാൻ കടന്ന ശേഷം മരുഭൂമിയിൽ പോയി 40 രാവും 40 പകലും താൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. വേദപുസ്തകം ഇവർക്ക് 2 പേർക്കും വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പ്രാസംഗികരും എഴുത്തുകാരും യേശുവിനെ പല സംഭവങ്ങളോട്, പല വ്യക്തികളോട് സാമ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ ബൈബിളിൽ യേശുവിനോട് സാമ്യപ്പെടുത്തിയ ഒരേ ഒരു വ്യക്തി, യേശു ജനിക്കുന്നതിന് 1500 വർഷത്തിനപ്പുറം ജനിച്ച ലേവ്യ വംശത്തിൽപ്പെട്ട അടിമക്കുടിലിൽ ജനിച്ചവനും മനസാക്ഷികത്തിൽ ജനിച്ച് ന്യായപ്രമാണ യുഗത്തിൽ മരിച്ച മോശ മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും ബൈബിൾ സാമ്യപ്പെടുത്തിയിട്ടില്ല. പ്രാസംഗികർ പലരെയും ഇസ്ഹാക്കിനോടും അഹശ്വേരോശ് രാജാവിനോടും ബോബസിനോടൊക്കെ യേശുവിനെ സാമ്യപ്പെടുത്തി അവരുടെ ബുക്കുകളിൽ എഴുതുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ വേദപുസ്തകത്തിൽ യേശുവിനോട് സാമ്യപ്പെടുത്തിയ ഒരേ ഒരു വ്യക്തിയുള്ളൂ, അത് മോശയായിരുന്നു. മോശ നിങ്ങളോട് എന്തു പറഞ്ഞു എന്ന് ചോദിച്ചാണ് യേശു പറയുന്നത്. തന്റെ ഗിരിപ്രഭാഷണം പഠിച്ചാൽ യേശു പുരുഷാരത്തെ കണ്ട് മലയിൽ കയറിയിരുന്ന് ദൈവരാജ്യം പ്രസംഗിക്കുമ്പോൾ ചോദിക്കും, മോശ നിങ്ങളോട് എന്തു പറഞ്ഞു? പരീശന്മാരിൽ ഒരുവൻ എഴുന്നേറ്റ് പറയും, ഗുരു മോശ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു. ഞാനോ നിങ്ങളോട് പറയുന്നു. ഭയങ്കര വാക്കാണ്. ഞാനോ
നിങ്ങളോട് പറയുന്നു എന്ന്. 1500 വർഷങ്ങൾക്കപ്പുറം സീനായി മലയുടെ അടിവാരത്തിൽ ഇസ്രായേൽ കിടക്കുമ്പോൾ ഭക്തനായ മോശ സീനായി മലയിൽ കയറിപ്പോയി. 40 രാവും 40 പകലും ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് സമാഗമന കൂടാരത്തിന്റെ രൂപം മനസ്സിലും പിന്നെ ദൈവം ജനത്തിന് കൊടുത്ത കൽപ്പന കയ്യിലും ഏറ്റുവാങ്ങിയതുപോലെ നമ്മുടെ മശിഹാ തമ്പുരാൻ 40 രാവും 40 പകലും മരുഭൂമിയിൽ പ്രാർത്ഥിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി തീർന്നു. തുടർന്ന് തന്റെ ശുശ്രൂഷ ആരംഭിച്ചു. യേശുവിന്റെ സാന്നിധ്യം യെരൂശലേമിന് കുളിർമ നൽകി. അവൻ മരിച്ചവരെ ഉയർപ്പിച്ചു. കുഷ്ഠരോഗികളെ അവൻ ശുദ്ധപ്പെടുത്തി. അന്ധന്റെ കണ്ണുകളെ അവൻ തുറന്നു. നന്മയുടെ ഒരു വലിയ ഘോഷയാത്ര മശിഹായെ അനുഗമിച്ചുകൊണ്ടേയിരുന്നു. ഓരോ ദിവസവും യേശു ഏറ്റുപറയും. ഹെബ്രായ ലേഖനകർത്താവായ പൗലോസ്ലീഹ ഈ സംഭവം എടുത്തു പറയുന്നു 10-ാം അധ്യായത്തിൽ. ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കും പോലെ നിന്റെ ഇഷ്ടം ചെയ്യാൻ വരുന്നു. ഓരോ ദിനവും പ്രഭാതത്തിൽ രക്ഷകൻ പിതാവിന്റെ മുഖം ആരാഞ്ഞ് ചെയ്യേണ്ട പ്രവൃത്തികളുടെ ആഴങ്ങൾ ഗ്രഹിച്ച ശേഷം പറഞ്ഞിരുന്നു, ഇതാ ഞാൻ വരുന്നു നിന്റെ ഇഷ്ടം ചെയ്യുവാൻ. യേശുവിനെ അറിയാമായിരുന്നു തന്റെ കാൽച്ചുവടുകൾ ഗെത്സമനിയിലേക്ക് പോവുകയാണെന്ന്. താൻ മനുഷ്യാവതാരം എടുക്കുന്നതിന് മുൻപ് തന്നെ വീണുപോയ മാനവരാശിയുടെ ഉദ്ധാരണത്തിനായി താൻ അനുഭവിക്കേണ്ട കഷ്ടങ്ങളോ, താൻ ചുമക്കേണ്ട വേദനകളോ, താൻ വഹിക്കേണ്ട മരണമോ, അനന്തര പാതാള സന്ദർശനവും മശിഹ ദൂരത്ത് നിന്ന് തന്നെ കണ്ടിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കും പോലെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. എല്ലാ ദിവസവും പ്രഭാതത്തിൽ എഴുന്നേറ്റ് പരിശുദ്ധ പിതാവിന്റെ മുഖം ആരാഞ്ഞ് അവിടെ നിന്ന് എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യം ഗ്രഹിച്ച ശേഷം യേശു എഴുന്നേൽക്കുമ്പോൾ പറഞ്ഞ വാക്കാണ്, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കും പോലെ ഇതാ ഞാൻ വരുന്നു നിന്റെ ഇഷ്ടം ചെയ്യുവാൻ. അങ്ങനെ രക്ഷകൻ ഓരോ ദിവസവും തന്റെ പ്രവർത്തികൾ ചെയ്തു. മശിഹ ജനിക്കുന്നതിന് ഏറിയ വർഷങ്ങൾക്ക് മുൻപ് മശിഹായെ കുറിച്ച് പ്രവചിച്ച ഇസ്രായേൽ പ്രവാചകണത്തിൽ ശ്രേഷ്ഠനായ യെശയ്യാവ് മശിഹായെ കുറിച്ച് പറഞ്ഞു, അവൻ എളിയവരോട് സ്വത്വർത്തമാനം അറിയിക്കും, അവൻ ദുഃഖിതരെ ആശ്വസിപ്പിക്കും, മുറിവേറ്റവരുടെ മുറിവുകളെ കെട്ടും, ബദ്ധന്മാർക്ക് അവൻ വിടുതൽ കൊടുക്കും, അവൻ ദൈവത്തിന്റെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും അവൻ മനുഷ്യവർഗത്തോട് അറിയിക്കും. പ്രവാചകന്റെ പ്രവചനത്തിന്റെ ചുരുളുകൾ അഴിഞ്ഞു. മശിഹ തന്റെ ദൗത്യം ചെയ്തുകൊണ്ടേയിരുന്നു. അവസാന നാളുകളായി ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, യേശുവിനെ വലിയൊരു പുരുഷാരം അനുഗമിച്ചു. വരണ്ടുണങ്ങിയ ഭൂമിയിൽ കുളിർമ നൽകി ഒഴുകുന്ന ഒരു ചെറിയ ഉറവയുടെ അനുഭവമായിരുന്നു യെരൂശലേമിൽ യേശുവിന്റെ സാന്നിധ്യം. അവന്റെ സാന്നിധ്യത്തിൽ അനേക കുഷ്ഠരോഗികൾ ശുദ്ധപ്പെടുത്തി. ചില സംഭവങ്ങളൊക്കെ വായിച്ചാൽ നമ്മൾ കരഞ്ഞു പോകും. യേശു മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു കുഷ്ഠരോഗി ചെന്ന് പറയുന്നു, കർത്താവേ ഞാനൊരു കുഷ്ഠരോഗിയാണ്, നിനക്ക് എന്നെ ശുദ്ധനാക്കാൻ മനസ്സുണ്ടോ? യേശു തൊട്ടിട്ട് പറയുന്നു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനായി തീരുക. ന്യായപ്രമാണത്തിന്റെ മുൻപിൽ കൊടും പാപിയായി പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവരുന്ന രംഗമുണ്ട്. അവൾ അസംഖ്യമായ ആളുകളുടെ കല്ലേറേറ്റ് ശരീരത്തിലൊക്കെ മുറിവേറ്റ് സമൂഹ മധ്യേ തന്റെ പാപം പരസ്യപ്പെട്ടതുകൊണ്ടുള്ള ലജ്ജാബോധത്തോടും അതിയായ കുറ്റബോധത്തോടും കൂടെ യേശുവിന്റെ കാൽക്കൽ വന്ന് വീഴുകയാണ്. എറിയാൻ വന്ന ഭക്തന്മാരെല്ലാം കല്ലുമായി നിൽക്കുകയാണ്. ഒരു 150 സ്ക്വയർ ഫീറ്റ് വാർത്തെടുക്കാനുള്ള കരിങ്കല്ല് ഈ മിടുക്കന്മാരുടെ കയ്യിലുണ്ട്. കയ്യിലും പോക്കറ്റിലും ഒക്കെ പെറുക്കി ഇവിടെ എറിയാൻ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. മശിഹ കുനിഞ്ഞ് താഴെ എഴുതിക്കൊണ്ടേയിരുന്നു. എന്താണ് എഴുതിയെന്ന് വേദപുസ്തകം വ്യക്തമല്ല. എഴുതിയത് 1500 വർഷങ്ങൾക്ക് മുൻപ് മോശയ്ക്ക് 2 കൽപ്പനയിൽ എഴുതി കൊടുത്ത് ഒന്നിൽ 4 മറ്റൊന്നിൽ 6 എഴുതി. പാപത്തിന് വിധേയപ്പെടരുതേ എന്നുള്ള പ്രമാണങ്ങൾ ഭൂമിയിൽ എഴുതിയ ശേഷം പറഞ്ഞു, ഈ പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെ. പുരുഷാരം എത്തി നോക്കി. മോഹിക്കാത്തവൻ മോഷ്ടിച്ചിട്ടുണ്ട്, മോഷ്ടിക്കാത്തവൻ ദൂഷണം പറഞ്ഞിട്ടുണ്ട്, ദൂഷണം പറയാത്തവൻ ശബത്ത് ലംഘിച്ചിട്ടുണ്ട്. ന്യായപ്രമാണത്താൽ ഒരു മനുഷ്യന് നീതീകരണം പ്രാപിപ്പാൻ കഴിയത്തില്ല. കുറ്റബോധത്തോടെ അവർ മടങ്ങി. വളരെ വ്യാകുല മനസ്സോടെ അവൾ യേശുവിനെ നോക്കി. യേശു പറഞ്ഞു, അവർ നിന്നെ വിധിച്ചില്ലയോ? പൊയ്ക്കൊള്ളുവി, ഞാൻ നിന്നെ വിധിക്കുന്നില്ല. എന്തൊരു വാക്കാണ്! പൊയ്ക്കൊള്ളുവി, അവർ നിന്നെ വിധിച്ചില്ലയോ? ഇല്ല കർത്താവേ, പൊയ്ക്കൊള്ളുവി, ഞാൻ നിന്നെ വിധിക്കുന്നില്ല. യേശുവിന്റെ സാന്നിധ്യം എന്തൊരു അത്ഭുതമാണ്! കുഷ്ഠരോഗിയെ ശുദ്ധപ്പെടുത്തി,
പ്രമാണം കല്ലെറിയുവാൻ കൊണ്ടുവന്ന സ്ത്രീയെ രക്ഷിച്ചു. മരിച്ചു നാച്ചം വെച്ചെന്ന് സഹോദരിമാർ ഏച്ചു പറഞ്ഞു വാവിട്ട് കരയുമ്പോൾ കല്ലറവാതിക്കൽ നിന്നുകൊണ്ട് ലാസറേ പുറത്തു വരുവീനെന്ന് പറഞ്ഞു മൃത്യുവിന്റെ ശക്തികളെ അതിജീവിച്ച് ലാസർ പുറത്തു വന്നു. കാറ്റിനെയും കടലിനെയും അവൻ ശാസിച്ചമർത്തി. നന്മയുടെ ഒരു ഘോഷയാത്ര അവനെ അനുഗമിച്ചു. വിമോചകർ അവന്റെ പിന്നിൽ ആർത്തു വിളിച്ചു. കാലങ്ങൾ മുൻപോട്ട് കടന്നുപോയി. തന്റെ അവസാന നിമിഷത്തിലേക്ക് വന്നെത്തി. ഈ ലോകത്തിലെ തന്റെ ദൗത്യങ്ങളെല്ലാം തികച്ചു. പരിശുദ്ധ പിതാവിന്റെ അടുക്കൽ മടങ്ങിപ്പോകണം. അവൻ ദാവീദ് സന്തതിയായിരുന്നു. മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനായിരുന്നു. അവൻ ലോകത്തിന്റെ രക്ഷിതാവായിരുന്നു. കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിപ്പാൻ വന്ന ഒരു നല്ല ഇടയനായിരുന്നു. അവസാന നിമിഷമായി അന്തിമാത്താഴത്തിന് ശേഷം യോഹന്നാന്റെ സുവിശേഷം 13 തുടങ്ങി 19 വരെയുള്ള അധ്യായം വായിച്ചാൽ ജീവനും മനസാക്ഷിയുള്ള ഏത് മനുഷ്യന്റെയും മനസ്സ് ഉരുകി വരച്ചു പോകും. ഇത് ലോകത്തോട് പ്രസംഗിച്ചതല്ല. തന്റെ രക്തവും തന്റെ മാംസവും ഭക്ഷിച്ച 11 സ്ലീഹന്മാരോട് പറഞ്ഞ വാക്കുകളാണ്. ഞാൻ പറഞ്ഞല്ലോ, എത്രയോ പേർ മനസാക്ഷിയും ജീവനുള്ളവൻ അത് വായിച്ചാൽ വിറച്ചു പോകും. നിരേശ്വരവാദികളായ പലരും ബൈബിൾ തെറ്റെന്ന് കണ്ടെത്തേണ്ടതിന് അതിങ്ങനെ വള്ളിപുള്ളി വിടാതെ വായിച്ചു വരും. കേരളത്തിലെ ഒരു വലിയ നിരേശ്വരവാദി, ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ പിൽക്കാലത്ത് രക്ഷിക്കപ്പെട്ടു വന്നു. താൻ വേദപുസ്തകം വായിച്ചത് ക്രിസ്ത്യാനിയാകാനല്ല, ഒരു നായർ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നതാണ്. താന് ക്രിസ്ത്യാനിയാകാനോ ബൈബിൾ പഠിക്കാനോ അല്ല, താനൊരു നിരേശ്വരവാദിയും കമ്മ്യൂണിസ്റ്റുകാരനുമായിരുന്നു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ബൈബിൾ തെറ്റാണെന്നും യേശുവിന്റെ ആശയങ്ങൾ തെറ്റാണെന്നും പഠിപ്പിക്കാൻ വേണ്ടി താൻ ബൈബിൾ പഠിച്ചതാണ്. ഓരോ അധ്യായങ്ങൾ മറിച്ചു 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 വന്നു. യോഹന്നാന്റെ സുവിശേഷം 13 കയറി അത് വായിച്ചു തുടങ്ങി. യേശു തന്റെ അരികിൽ നിൽക്കുന്നത് പോലെ ഒരു സാന്നിധ്യം തന്റെ മനസ്സിനെ തൊട്ടുണർത്താൻ തുടങ്ങി. അന്തിമാത്താഴത്തിന് ശേഷം അവൻ പോകുകയാണ്. അവൻ പെസഹ കുഞ്ഞാടാണ്. ലോകത്തിന്റെ പാപം ചുമക്കുന്ന കുഞ്ഞാടാണ്. രോമം കത്തിരിക്കുന്നവരെ മുൻപാകെ മിണ്ടാതെ നിൽക്കുന്ന കുഞ്ഞാടാണ്. അവൻ കൊല്ലുവാൻ, അറിക്കപ്പെടുവാൻ സ്വർഗം നിയോഗിച്ച കുഞ്ഞാടാണ്. മശിഹായുടെ വാക്കുകൾ വായിച്ചു. ആ നിരേശ്വരവാദിയുടെ ഉള്ളം വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ നേരിട്ട് കേട്ടതാണ് തന്റെ വാക്കുകൾ. തന്റെ ഉള്ളം വിറച്ചുപോയി. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. നിങ്ങൾ എന്റെ നാമത്തിൽ എന്ത് യാചിച്ചാലും എന്റെ പിതാവ് നിങ്ങൾക്ക് തരും. ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കുന്നു. യുക്തിവാദിയായി അല്ലെങ്കിൽ ഒരു നിരേശ്വരവാദിയായി വേദപുസ്തകത്തിന്റെ തെറ്റുകളുടെ ആഴങ്ങൾ കണ്ടെത്തുവാൻ വേദപുസ്തകം പഠിച്ചാരംഭിച്ച ഈ ഹൈന്ദവ പശ്ചാത്തലമുള്ള ഈ കമ്മ്യൂണിസ്റ്റുകാരന്റെ മനസ്സ് ഉരുകി വിറച്ചു. അദ്ദേഹം പറഞ്ഞതാണ്, ഈശോ സമീപത്ത് നിൽക്കുന്ന പോലെ തോന്നുന്നു. എന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് നിന്നെ ഞാൻ ഏകനായി വിടത്തില്ല എന്ന് പറയുന്ന പോലെ തോന്നി. അധികം മുമ്പ് ബൈബിൾ മടക്കി വെച്ചു. താൻ ആ മേശയുടെ മുമ്പിൽ മുഴങ്കാൽ മടക്കി, സോറി ഈശോയെ, സോറി, എനിക്ക് അബദ്ധം പറ്റിപ്പോയി. നീ ജീവനുള്ള ദൈവമാണ്. നീ എന്റെ ഉദ്ധാരണത്തിനായി ക്രൂശിക്കപ്പെട്ടവനാണ്. ആരാണ് തന്റെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തിയത്? വിശുദ്ധ ബൈബിളിലെ മശിഹായുടെ അന്തിമ വാക്കുകൾ. കഴിഞ്ഞ രാത്രിയിൽ യേശുവിന്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനത്തിന്റെ ചില രൂപരേഖകൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അവൻ ദാവീദിന്റെ പുത്രനാണ് എന്ന് ഒരു അന്ധൻ വിളിച്ചു പറഞ്ഞു. അവൻ മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനെന്ന് ഒരു ഭ്രാന്ത് പിടിച്ചവൻ പറഞ്ഞു. അവസാന വരികളിൽ നമ്മൾ വായിച്ചത്, അവന് മുന്നോടിയായി വന്ന യോഹന്നാൻ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇവൻ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായിരുന്നു. യോഹന്നാന്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനം യാദൃശ്യമായിരുന്നില്ല. യോഹന്നാൻ ജനിക്കുന്നതിന് മുൻപേ 2 പ്രവാചകന്മാർ പറഞ്ഞു. യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, ഇതോ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം. വീണ്ടും വേദപുസ്തകം പഴയ നിയമം BC 4-ാം ശതകത്തില് പഴയ നിയമത്തിലെ അവസാന പുസ്തകമായ മലാഖിയുടെ പ്രവചന പുസ്തകത്തിന്റെ ആ ചുരുളുകളുടെ അവസാന വരികൾ എഴുതുമ്പോൾ പ്രവാചകനായ മലാഖി എഴുതി ചേർത്തു, നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. അവന് മുൻപേ ഞാൻ ഏലിയാവിന്റെ ആത്മാവോടുകൂടെ ഒരുവനെ അയക്കും. പ്രവാചകൻ ചുരുളുകൾ മടക്കി. കാലങ്ങൾ പലത് കടന്നുപോയി. ഏറെക്കുറെ 400 വർഷങ്ങൾക്ക് ശേഷം ഇതാ
ലേവ്യ വംശത്തില് സഖരിയാവിന്റെയും എലിസബത്തിന്റെയും സന്തതിയായി യോഹന്നാൻ സ്നാപകൻ വന്ന് ജനിച്ചു. ബാല്യകാലത്ത് തന്നെ മരുഭൂമിയിലേക്ക് പോയി. അക്കാലത്തെ മരുഭൂമിയിൽ പാർക്കുന്ന ദരിദ്രരുടെ വസ്ത്രമായിരുന്നു ഒട്ടകത്തിന്റെ തോലും തോൽവാറും. ആ തോല് കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് അരയിലൊരു തോലുവാറ് കെട്ടി മരുഭൂമിയിലെ ദരിദ്രർ ഭക്ഷിക്കുന്ന വെട്ടിക്കിളി എന്ന കാട്ടുകിഴങ്ങും ഇതുപോലെ കാട്ടുതേനും ഭക്ഷിച്ച് ഈ മനുഷ്യൻ ജീവിച്ചു. ജന്മം കൊണ്ടവൻ ലേവ്യനാണ്. പഞ്ഞി നൂലുകൊണ്ടുള്ള അങ്കി ധരിച്ച് അന്തർമന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ പ്രമാണം കൽപ്പിച്ച ഒരു പുരോഹിതന്റെ സന്തതി. ഒരു പ്രഭാതത്തിൽ അവൻ വന്നു. അവനിൽ വ്യാപരിച്ച ആത്മാവ് ഏലിയാവിന്റേതാണ്. അവന്റെ ശബ്ദത്തിന് മുമ്പിൽ രാജാക്കന്മാരുടെ അരമനകൾ കിടുങ്ങി വിറച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവൻ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. യഹൂദന്മാർ വ്യാകുലപ്പെട്ടുപോയി. റോമൻ സൈനികർ ഭയപ്പെട്ടു വിറച്ചുപോയി. എന്നാൽ ഒരു ദിവസം യേശുവിനെ കാണുമ്പോൾ മഹാപുരോഹിതന്റെ സന്തതി പറഞ്ഞു, ഇവൻ ലോകത്തിന്റെ പാപം ചുമന്നഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. ന്യായപ്രമാണം മോശയ്ക്ക് കൊടുക്കുമ്പോൾ ഒരുവൻ യഹോവയ്ക്ക് ഒരു യാഗം അർപ്പിച്ചാൽ അത് ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയാണ്. അന്ന് പള്ളിയില് അക്കാലത്തെ യെരൂശലേം ദേവാലയത്തിൽ നിങ്ങളൊരു ആട്ടിൻകുട്ടിയെ കൊണ്ട് ചെന്നാല് ഈ ആട്ടിൻകുട്ടിയെ ആ പള്ളിക്ക് പുറത്തു നിന്ന് പള്ളിയിലച്ഛൻ വന്ന് നോക്കണം. അങ്ങേര് നമുക്ക് കുറിപ്പെഴുതി തന്നാലേ അംഗീകരിക്കത്തുള്ളൂ. അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ നോക്കും. ഈ പുരോഹിതന്മാരുടെ മക്കള് തന്നെ അകത്ത് ഭയങ്കര ആടുകച്ചവടം നടത്തുക. ആടെ പ്രാവ് ഇതൊക്കെ അവിടെ പള്ളിയിൽ കിട്ടും. പാവപ്പെട്ട ഇസ്രായേലിൽ 150 മൈൽ അകലെ നിന്ന് ഒരാട്ടിൻകുട്ടിയെ ചുമന്ന് ദിവസങ്ങളോളം നടന്ന് അവന്റെ പാപയാഗത്തിന് കൊണ്ടുവരും. പള്ളിവാതുക്കെ കൊണ്ടുവരുമ്പോൾ അക്കാലത്തെ പുരോഹിതന്മാർ, കൊച്ചച്ചന്മാരെന്ന് നമ്മുടെ ഭാഷ പറയാം, അവര് ചെന്ന് മൊത്തം അങ്ങ് നോക്കും. കൈ എങ്ങനുണ്ട്, കാലെങ്ങനുണ്ട്, ചെവി എങ്ങനുണ്ട്, മൂക്കെങ്ങനുണ്ടെന്നൊക്കെ നോക്കും. ആകമാനം നോക്കിക്കഴിയുമ്പോൾ ഈ ഹോമിയോപ്പതി ഡോക്ടർമാര് നോക്കുന്ന പോലെ ടോട്ടലൊരു കണക്കെടുത്ത് വെച്ച് പറയും, കാല് തെക്കോട്ടാണ്, കൈ വടക്കോട്ടാണ്, എത്ര രൂപ കിട്ടും? അവിടെ വിറ്റാൽ 150 രൂപ കിട്ടും. ഈ ആടിനെ 150 രൂപയ്ക്ക് അകത്ത് വിറ്റിട്ട് അകത്ത് കയറി 450 രൂപയ്ക്ക് ഒരു ആട് മേടിച്ച് യാഗം അർപ്പിക്കും. ഇതായിരുന്നു യേശുവിന്റെ കാലത്ത് യെരൂശലേം ദേവാലയത്തിലുണ്ടായത്. എന്നാൽ യേശുവിനെ നോക്കിക്കൊണ്ട് പുരോഹിത സന്തതി പറഞ്ഞു, ഇവൻ അറുക്കപ്പെടാനുള്ള കുഞ്ഞാടാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത് ഈ മശിഹ അറുക്കപ്പെടാനുള്ള കുഞ്ഞാടാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, പുരാതന കാലത്തെ പല മതങ്ങളിലും പല വേദഗ്രന്ഥങ്ങളിലും മശിഹായുടെ രൂപം ഭക്തന്മാർ വരച്ചിരുന്നു. ഇസ്ലാമികന്റെ ഗ്രന്ഥത്തിലുണ്ട്, യഹൂദന്റെ മതഗ്രന്ഥത്തിലുണ്ട്, ഭാരതത്തിലെ മഹർഷിമാരുടെ ഗ്രന്ഥത്തിലുണ്ട്, ബുദ്ധ മഹർഷിമാരുടെ വേദങ്ങളിലുണ്ട് ഈ മശിഹായുടെ രൂപം. എന്താണ് ഇപ്പോൾ ഇവനെ നോക്കിക്കൊണ്ട് പറയുന്നു, ഇവൻ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം വായിച്ചാൽ, പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞത് ഒറിജിനൽ പൗരോഹിത്യത്തിന്റെ സന്തതിയാണ്. അത് ലോകം അംഗീകരിച്ചേ നോക്കൂ. കാര്യമെന്ത്? ന്യായപ്രമാണം പറഞ്ഞിരുന്നു, പുരോഹിതനാണ് ഈ ആട്ടിൻകുട്ടി ഊനമുള്ളത് അല്ല എന്നുള്ള ബോധ്യപ്പെടുത്തേണ്ടത്. അങ്ങനെ ഒരു ലിസ്റ്റ് യോഹന്നാൻ പറയുകയാണ്. യേശുവിനെ കുറിച്ച് 5 കാര്യങ്ങൾ പറഞ്ഞു. 1, മുൻപേ ഉള്ളവൻ ഇവനാണ്, ഇവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അടുത്തതായി പറഞ്ഞു, ഇവൻ ലോകത്തിന്റെ പാപം ചുമക്കുന്നവനാണ്. വീണ്ടും പറഞ്ഞു, ഇവൻ മണവാളനാണ്, ഇവനൊരു മണവാട്ടിയുണ്ട്, ഞാൻ അവന്റെ സ്നേഹിതനാണ്. അടുത്തതായി പറഞ്ഞു, ഇവന്റെ കയ്യിൽ ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കും, ഇവൻ നിങ്ങളെ അഗ്നി കൊണ്ട് സ്നാനം കഴിപ്പിക്കും. വീണ്ടും പറഞ്ഞു, ഇവന്റെ കയ്യിൽ വീശുമുറവുണ്ട്, ഇവൻ കളത്തെ വെടിപ്പാക്കി നല്ല ഗോതമ്പ് മണികളെ കളപ്പുരയിലേക്കും പതിരിനെ തീയിലേക്കും എറിഞ്ഞു കളയും. ആ യോഹന്നാന്റെ 5 വാക്കിനുള്ളിൽ മശിഹായുടെ അനാദി നിത്യത തുടങ്ങി മശിഹായുടെ ഭാവി നിത്യത വരെയുള്ള സകല പദ്ധതികളുടെയും ഒരു മനോഹര രൂപം ഈ യോഹന്നാന്റെ വാക്കിൽ നമുക്ക് കാണാം. മുൻപേ ഉള്ളവനാണ് ഇവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അടുത്തത്, ഇവൻ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്, ഇവന് മണവാട്ടിയുണ്ട്, ഞാൻ അവന്റെ സ്നേഹിതനാണ്. അടുത്തത്, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കും, ഇവനോ നിങ്ങളെ അഗ്നിയിൽ സ്നാനം കഴിപ്പിക്കും. അടുത്തത്, ഇവനൊരു ന്യായാധിപനാണ്, ഇവന്റെ കയ്യിൽ വീശുമുറവുണ്ട്, ആ അശുദ്ധമായത് നീക്കി
വിശുദ്ധമായി ഇത് ചേർക്കും. അനാദി നിത്യതയിലെ മശിഹായുടെ രൂപം തുടങ്ങി ഭാവി നിത്യതയിലെ അവന്റെ ന്യായാസനം വരെ യോഹന്നാൻ ഒറ്റ വാക്കിൽ പ്രസംഗിച്ചു തീർത്തു. അപ്പോൾ ഈ യോഹന്നാൻ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇവൻ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. ബൈബിളിലെ ചില വിവർത്തനങ്ങളിൽ, കത്തോലിക്ക ബൈബിളിലുണ്ടെന്ന് തോന്നുന്നു, അവിടെ കൊടുത്തിരിക്കുന്നത് ലോകത്തിന്റെ പാപം ചുമന്നഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്നാണ്. നമ്മുടെ ബൈബിളിൽ കിങ് ജെയിംസ് വേർഷനിൽ അങ്ങനെ കൊടുത്തിട്ടില്ല. പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. യേശു ആരാണ്? ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കണം. വേദപുസ്തകത്തിൽ യോഹന്നാൻ ഇത് പറയുമ്പോൾ പൗലോസ്ലീഹ പറഞ്ഞ വാക്ക് വേറൊന്നാണ്. അദ്ദേഹം കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു ഒരു പെസഹ കുഞ്ഞാടാണ്. ആ വാക്യം ഒന്ന് വായിക്കാമോ? നമ്മുടെ പെസഹ കുഞ്ഞോടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 4 വാക്കുകളിൽ കാണാം. 2 വാക്ക് യെശയ്യാ പ്രവാചകന്റെ വാക്കും, 1 വാക്ക് യോഹന്നാൻ സ്നാപകന്റെ വാക്കും, മറ്റൊരു വാക്ക് വിശുദ്ധ പൗലോസ്ലീഹയുടെ വാക്കുമാണ്. പൗലോസ്ലീഹ പറയുന്നത് ഇവൻ പെസഹ കുഞ്ഞാടാണ്. ഈ യഹൂദന്മാരുടെ പെസഹയുടെ ചരിത്രം നിങ്ങൾ പഠിച്ചാൽ, യഹൂദന്മാരുടെ ആരാധന ക്രമത്തിൽ പ്രത്യേകിച്ച് അവരുടെ പെരുന്നാളുകളിൽ ഏറ്റവും പ്രശസ്തമായ പെരുന്നാളാണ് പെസഹ പെരുന്നാള്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പെസഹ വലിയ അവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു പെരുന്നാളാണ്. പ്രവാസത്തിലായിരിക്കുമ്പോഴും ഇപ്പോൾ തന്നെ ലോകത്തില് ഏതാണ്ട് 60-62 ലക്ഷത്തോളം യഹൂദന്മാരുണ്ട്. അതിൽ ഒരു സമൂഹം ഇന്നും തൽമൂദ് വിശ്വസിക്കുന്നവരാണ്. അവരിന്നും ആ പെസഹ അതുപോലെ ആചരിക്കും. പെസഹ എന്ന വാക്കിന്റെ അർത്ഥം കടന്നുപോയി എന്നാണ്. കടന്നുപോയി, സംഹാരകൻ കടന്നുപോയി. മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കനാൻ എന്ന ദേശത്തേക്ക് പുറപ്പെടുന്നതിന് മുൻപ് മിസ്രൈമിലേക്ക് വന്ന സംഹാരകന്റെ കെണിയിൽ നിന്ന് ഇസ്രായേലിന്റെ ആദ്യജാതന്മാർ രക്ഷപ്പെടുവാൻ സ്വർഗം ഒരുക്കിയ പദ്ധതിയാണ് പെസഹ എന്നുള്ളത്. ഇത് ഇന്ന് ലോകത്തില് യഹൂദന്മാരും ക്രൈസ്തവരും വലിയ പ്രാധാന്യം കൽപ്പിക്കും. നമ്മുടെ ആരാധനകളിലും സഭ അല്ലെങ്കിൽ കൃപായുഗത്തിലെ പുതിയ നിയമസഭയിലെ അടിസ്ഥാന ഉപദേശങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അതിപ്രധാനമായ 7 ഉപദേശ സത്യങ്ങളാണ്. അതിലൊരു 5 കാര്യങ്ങൾ വിശ്വാസ പ്രമാണവും 2 കാര്യങ്ങൾ അനുഷ്ഠാന പ്രമാണവുമാണ്. ഈ അനുഷ്ഠാന പ്രമാണം ഞാൻ വരുവോളം ചെയ്യാൻ പറഞ്ഞ 2 കാര്യമേ ഉള്ളൂ. ബാക്കിയെല്ലാം വിശ്വസിച്ചാൽ മതി. അതിലെന്തെന്ന് ചോദിച്ചാൽ, അവസാനമായി മശിഹാ തമ്പുരാൻ തന്റെ ആണിപ്പഴുതുള്ള കരങ്ങൾ ഉയർത്തി തന്റെ സ്ലീഹന്മാരെ അനുഗ്രഹിച്ച് സുവിശേഷത്തിന്റെ ദൗത്യം ഭൂമിയിൽ അറിയിപ്പാൻ അയക്കുമ്പോൾ അവരോട് പറഞ്ഞ വാക്കാണ്, നിങ്ങൾ സകല സൃഷ്ടികളോടും പ്രസംഗിച്ച് വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് എന്റെ ശിഷ്യന്മാരാക്കിക്കൊള്ളണം. അത് അടിസ്ഥാനമാണ്. ക്രൈസ്തവ സഭയുടെ അടിസ്ഥാന ഉപദേശത്തിൽ ഒന്നാണ് മശിഹ ഈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന സംഭവം. ലോകത്തിലെ എല്ലാ ക്രിസ്ത്യ സമൂഹങ്ങളും പാലിക്കും. നാമധേയ ക്രൈസ്തവർ ശിശുക്കളെ സ്നാനപ്പെടുത്തും. മുതിർന്നവർ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് സമൂഹങ്ങൾ, പെന്തക്കോസ്തുകാർ ജ്ഞാനസ്നാനം കൊടുക്കും. ജ്ഞാനസ്നാനം എന്ന് പറഞ്ഞാൽ അറിവ് പ്രാപിച്ച ശേഷമുള്ള സ്നാനം. ബൈബിളിൽ കത്തോലിക്ക സഭയിലെ ബൈബിളുകളിലും യാക്കോബ സുറിയാനി സഭയ്ക്ക് വേണ്ടി മാണിക്കത്തനാർ ട്രാൻസ്ലേഷൻ ചെയ്ത ബൈബിളൊക്കെ നമ്മൾ നോക്കിയാൽ ജ്ഞാനസ്നാനമെന്നാണ്. ജ്ഞാനസ്നാനം എന്ന് പറഞ്ഞാൽ ജ്ഞാനം പ്രാപിച്ച് പാപബോധം പ്രാപിച്ച ശേഷം പശ്ചാത്തപിച്ച് സ്നാനമേൽക്കുന്ന അവസ്ഥയാണ്. രണ്ടാമത് യേശു പറഞ്ഞത്, ഞാൻ വരുവോളം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അന്തിമ അത്താഴത്തിൽ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി തന്റെ സ്ലീഹന്മാരെ നേരെ വെച്ചു നീട്ടി, ഇത് വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെന്റെ ശരീരമാണ്. അനന്തരം പാനപാത്രം എടുത്തു അവൻ കൊടുത്തു, ഇത് വാങ്ങി കുടിപ്പീൻ, ഇത് പുതിയ നിയമത്തിന്റെ രക്തമാണ്. അടുത്ത വാക്കേത്, ഞാൻ വരുവോളം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. ആകയാൽ പുതിയ നിയമസഭ അനുഷ്ഠാനമായി പാലിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ജ്ഞാനസ്നാനവും, 2 വിശുദ്ധ കുർബാനയും. ഇന്നും ക്രൈസ്തവർ അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കിടയിലും അതിന് വലിയ പ്രാധാന്യമാണ്. കർത്താവിന്റെ അത്താഴമെന്നും വിശുദ്ധ തിരുവത്താഴമെന്നൊക്കെ നമ്മൾ പേർ കൊടുക്കും. നാമധേയ സഭകൾ സുറിയാനി വാക്കിൽ ഇതിന് കൃപാന എന്ന് പറയും. ഇത് യഹൂദന്മാർക്കിടയിലും വലിയ പ്രാധാന്യമാണ്.
യഹൂദന്മാർ അതിനെ പെസഹ എന്നാണ് പറയുന്നത്. അപ്പോൾ യഹൂദന്മാരുടെ പെസഹയെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ നമ്മുടെ പെസഹയുമായിട്ടൊരു അല്പ വ്യത്യാസമുണ്ട്. അവരിങ്ങനെ പെസഹ നടത്തുമ്പോൾ അതിന് ചില വ്യവസ്ഥകളുണ്ട്. അവർ പെസഹ കൂടി വരുമ്പോൾ ഒരു കുടുംബത്തിലുള്ള ആളുകളെല്ലാം വരും. ഭൂമിയിൽ നിന്ന് തറനിരപ്പിൽ നിന്ന് ഒരടി പൊക്കമുള്ളതും യു മോഡലിലുള്ള ഒരു ടേബിളാണ് അവർ ഉപയോഗിക്കുന്നത്. അവരെല്ലാം കമന്നു കിടന്ന് ഇടം കൈ ഇങ്ങനെ കുത്തി നിന്ന് വലം കൈ കൊണ്ടാണ് അപ്പം വാങ്ങി ഭക്ഷിക്കുന്നത്. നമ്മൾ ആരാധനകളിൽ ക്രമമായി ഇരുന്ന് മുഴങ്കാൽമേൽ നിന്നാണ് ആ അപ്പവും രക്തവും വാങ്ങി അല്ലെങ്കിൽ അപ്പവും വീഞ്ഞും വാങ്ങി നമ്മൾ ഭക്ഷിക്കുന്നത്. പക്ഷേ യഹൂദന്മാരുടെ ആരാധനകളിൽ അങ്ങനെയാണ്. അവരിങ്ങനെ പെസഹ ആചരിക്കുമ്പോൾ അവർ അതിനകത്തൊരു 7 കൂട്ടം കാര്യങ്ങൾ പെറുക്കി വയ്ക്കും. അതിലൊന്ന് ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയുടെ മാംസമാണ്. മോശെ ഇസ്രായേലിനോട് പറഞ്ഞു, ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയെ അറുക്കണം. അപ്പോൾ ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയുടെ 1 വയസ്സ് പ്രായമുള്ള ഒരാട്ടിൻകുട്ടിയുടെ മാംസം എടുത്തു വെക്കും. രണ്ടാമത് പുളിപ്പില്ലാത്ത ഒരു 3 അപ്പം എടുത്തു വെക്കും. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമെന്ന് അവർ വിശ്വസിച്ചു വരുന്ന ദൈവത്തിന്റെ അടയാളമായി 3 അപ്പം എടുത്തു വെക്കും. അടുത്തതായി സമീപത്ത് ഒരു പാത്രത്തിൽ ശുദ്ധമായ ഉപ്പുവെള്ളം എടുത്തു വയ്ക്കും. ഈ ഉപ്പുവെള്ളം എന്തിനാണെന്നറിയാമോ? 430 വർഷം ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രൈമിൽ കണ്ണുനീരൊഴുക്കി, ആ കണ്ണുനീരിന്റെ അടയാളമാണ് ഈ പാത്രത്തിലെ ഉപ്പുവെള്ളം. അടുത്തതായി ഈജിപ്തിൽ കാണപ്പെട്ടതുപോലെ ഇന്ന് ഇസ്രായേൽ പാലസ്തീൻ നാടുകളിൽ കാണുന്ന 5 തരം കയ്പ് ചീരകൾ ചേർത്ത് അവരൊരു കെട്ടുണ്ടാക്കും. ഭയങ്കര കയ്പ് ചീരയാണ്. ആ 5 കൂട്ടം ചീരകൾ ചേർത്ത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഉലുവായുടെ ഇല വാങ്ങുന്നത് പോലെ അല്ലെ മല്ലിയില വാങ്ങുന്ന പോലെ ഒരു ചെറിയ കയ്പ് ചീരയുടെ പൊതിക്കെട്ട് 5 ടൈപ്പിലാണ്. ഒരു വിധത്തിലും ഇനി മിസ്രൈമിനെ ഓർത്തുകൂടാ. അടുത്തതായിട്ട് ചാർക്കോത്ത് എന്ന് പറയുന്ന ഒരു സൈസ് കായ പാലസ്തീൻ നാടുകളിലുണ്ട്. നമ്മുടെ തൊണ്ടിപ്പഴം പോലിരിക്കും. അത് നിങ്ങൾ പൊട്ടിച്ചെടുത്താൽ ചക്കയരക്ക് പോലിരിക്കും. ദുർഗന്ധം ഭവിക്കുന്നതും കണ്ടാൽ ചേറും ചെളിയും പോലിരിക്കുന്ന ഈ കായുടെ കറ അവർ എടുത്തു വെക്കും. എന്താ ഓർമ്മയെന്നറിയാമോ? 1500 വർഷങ്ങൾക്ക് മുൻപേ ഞങ്ങളുടെ പിതാക്കന്മാർ ആഹാരം തേടി മിസ്രൈമിൽ ചെന്നു. പക്ഷേ അവിടെ ഞങ്ങളുടെ പിതാക്കന്മാർ അടിമയായി. അവർ ചേറും ചെളിയും ചവിട്ടി കുഴച്ചു എന്നുള്ളതിന്റെ ഓർമ്മയ്ക്കായി ഈ വൃക്ഷത്തിന്റെ കായെടുത്ത് വെക്കും. ആ ദുർഗന്ധം ഭവിക്കുന്ന ആ പശ എടുത്തു വെക്കും. അടുത്തതായിട്ട് അവരൊരു 4 പാത്രത്തിൽ വീഞ്ഞ് നിറച്ചു വയ്ക്കും. അതെന്തെന്ന് ചോദിച്ചാൽ പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 6 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങളിൽ അവർക്ക് 4 വാഗ്ദത്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് വെച്ചാണ് യഹൂദന്മാർ തങ്ങളുടെ പെസഹ ആചരിച്ചത്. പെസഹ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ നാട്ടിലും ഈ പെസഹായിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ദൈവമക്കളെ, വലിയ പ്രാധാന്യം പെസഹായിക്ക് കൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പുതിയ തലമുറയൊക്കെ വന്നപ്പോൾ ഒരുപക്ഷെ അതിന് വലിയ പ്രാധാന്യം ഇല്ലെങ്കിലും പഴയ സുറിയാനിക്ക സഭ പാരമ്പര്യമൊക്കെ പഠിച്ചാല് നമ്മുടെ വീടുകളിലൊക്കെ ഈ പെസഹായുടെ തലേ ദിവസം അപ്പം ഉണ്ടാക്കും. നിങ്ങൾ ചിരിക്കരുത്, തമാശ ഒന്നും പറഞ്ഞുകൂടാന്ന് പാസ്റ്റർമാർ പറഞ്ഞേക്കുന്നതുകൊണ്ട് ഞാൻ ഗൗരവപ്പെട്ടു പറയുകയാണ്. നിങ്ങൾ ചിരിക്കരുത്. നമ്മുടെ നാട്ടിലൊരു വാക്കുണ്ട്, ഇല്ല, ഇൻട്രിയപ്പം എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? ഇൻട്രിയപ്പം എന്ന് പറയത്തു കേട്ടതില്ലേ? നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്. നന്മയ്ക്കും തിന്മയ്ക്കും ദേഷ്യം വരുമ്പോഴും കോപം വരുമ്പോഴും ഒക്കെ ഈ ഇൻട്രിയപ്പം എന്ന് പറയും. ഈ ഇൻട്രിയപ്പം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നിങ്ങളുടെ മനസ്സൊന്ന് ഫ്രഷ് ആയിക്കോട്ടെ എന്ന് ഓർത്ത് പറഞ്ഞു. എന്തായിരിക്കും ഇൻട്രിയപ്പം? പാസ്റ്റർക്കറിയാമോ ഇൻട്രിയപ്പം എന്തായിരിക്കും? പലപ്പോഴും നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പഴയ ക്രൈസ്തവ കുടുംബങ്ങളിൽ പെസഹായുടെ തലേ ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കിയ ശേഷം നമ്മുടെ അമ്മമാർ ഈർക്കിരി ഒടിച്ച് കൂർപ്പിച്ച ശേഷം കർത്താവായ യേശുവിന്റെ ക്രൂശിലെ വാക്ക് എഴുതി വെക്കും. എന്തായിരിക്കും എഴുതി വെക്കുന്നത്? INRT എന്ന് എഴുതി വെക്കും. അതിന്റെ അർത്ഥം എന്ന് നിങ്ങൾ വായിച്ചേ. അതിന്റെ ആ വാക്ക് കൂട്ടി വായിക്കുമ്പോ ഇൻട്രീന്ന് കിട്ടും. ഇൻട്രി പ്ലസ് മലയാളത്തിലപ്പം. പേരെന്താണ്? ഇൻട്രിയപ്പം. പ്രിയമുള്ളവരെ, ഇത് നാമധേയ ക്രൈസ്തവ സമൂഹങ്ങളിൽ പുരാതന കാലം മുതലേ പാലിച്ചിരുന്നു. ബഹുമാനപ്പെട്ട പാസ്റ്റർ കാനമച്ചൻ അവർകൾ താനൊരു പുരോഹിതനായിരുന്നല്ലോ യാക്കോബ സുറിയാനി സഭയിലെ. അദ്ദേഹം അടുത്ത കാലത്ത് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞപ്പോഴാണ് എനിക്കും ഇത് പിടികിട്ടിയത്. ഞാൻ ഓർത്ത്, കർത്താവേ, ഇതേതോ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത വാക്കായിരിക്കും എന്നല്ല.
ഇത് വളരെ സ്റ്റാൻഡേർഡുള്ള വാക്കാണ്. പുരാതന സഭകളിൽ പുരാതന അമ്മമാരൊക്കെ ഈ പെസഹായുടെ ദിനത്തിൽ കഴിക്കാൻ ഉണ്ടാക്കിയിരുന്ന അപ്പൊ ഇതിന്റെ അർത്ഥം ഒന്നും അറിഞ്ഞുകൂടാ പ്രിയമുള്ളവരെ. പലർക്കും പലതിന്റെ അർത്ഥം അറിഞ്ഞുകൂടാ. പലർക്കും ഇന്ന് അനുഷ്ഠിക്കുന്ന പല കാര്യത്തിന്റെയും അർത്ഥം അറിഞ്ഞുകൂടാ. ഈ അമ്മമാർ ദൈവഭക്തിയോടെ എന്റെയും യേശുവിന്റെ ക്രൂശിൽ എഴുതി വെച്ചിരുന്നു എബ്രായ റോമ യമന ഭാഷയിൽ. എന്താണ്? ഇവൻ യഹൂദന്മാരുടെ രാജാവ് തന്നെ. കണ്ടിട്ടില്ലേ ചില ക്രൂശിന്റെ മേളിൽ ആ ബോർഡ്? അത് അമ്മമാർ കാണാപ്പാടം പഠിച്ച് അപ്പം ഉണ്ടാക്കിയ ശേഷം ഈർക്കിരി ഒടിച്ചെടുത്ത് കൂർപ്പിച്ചിട്ട് അതിൽ ഇങ്ങനെ എഴുതി വെക്കും. ആ വാക്ക് നിങ്ങൾ കൂട്ടി വായിച്ചാൽ ഇൻട്രിന്ന് കിട്ടും. ഇൻട്രി മലയാളത്തിലപ്പം വാക്ക് ഏതാണ്? ഇൻട്രിയപ്പം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഇനി അപ്പം കഴിക്കുകയോ കുടിക്കുകയോ കാണുകയോ ചെയ്യുമ്പോൾ ഓർത്തുകൊള്ളണം, ഇതിന്റെ പിന്നിൽ നാട്ടുകാർ ഈ വാക്ക് പറഞ്ഞത് വെറുതെയല്ല, ഇതിന്റെ പിന്നിൽ ഒരു അർത്ഥം ഉണ്ടായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ യഹൂദന്മാരുടെ ഒരു പെസഹായുടെ രൂപമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇന്ന് യഹൂദന്മാർ ഭൂമിയിൽ എവിടെയുണ്ടോ അവർ ഇതുപോലെ ആണ് പെസഹ ആചരിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹായും ഇതുപോലെ പെസഹ നടത്തി. അന്തിമ അത്താഴം മശിഹായുടെ ചരിത്ര പശ്ചാത്തലം പഠിച്ചാൽ മശിഹ ജനിച്ച ശേഷം 33ഓളം പെസഹ നടന്നിട്ടുണ്ട്. അവയുടെ ചരിത്രങ്ങളൊന്നും ബൈബിളിൽ ഇല്ല. എന്നാൽ അവസാന പെസഹായുടെ ചരിത്രം മനോഹരമായി വരച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിന്റെ അവസാന വരികളിൽ എഴുതിയിരിക്കുന്നു, യേശു തന്റെ അന്തിമ അത്താഴത്തിങ്കൽ താൻ എഴുന്നേറ്റ് സ്ത്രീകന്മാരുടെ കാലുകളെ കഴുകി അണിഞ്ഞിരുന്ന കുപ്പായ ഊരി മാറ്റി തോർത്തെടു തരയിൽ ചുറ്റി സ്ത്രീകന്മാരുടെ കാൽപാദങ്ങളെ കഴുകി. കഴുകുന്നതിനിടയിൽ ചോദിച്ചു, നിങ്ങൾ എന്നെ എന്താണ് വിളിക്കുന്നത്? ഒരുവൻ പറഞ്ഞു, ഗുരു. യേശു പറഞ്ഞു, ഗുരുവും കർത്താവുമായ ഞാനാണിത് ചെയ്യുന്നത്. ഭയങ്കര വാക്കാണ്. ക്രിസ്ത്യാനിത്വം എന്ന് പറഞ്ഞാലേ ഈ പ്രമാണിത്വമല്ല ദൈവമക്കളെ. പലർക്കും ഇതൊന്നും അറിഞ്ഞുകൂടാ. സ്വാമി വിവേകാനന്ദൻ തന്റെ അന്ത്യനാളുകളായപ്പോൾ ഒരു നാൾ തന്റെ ഭക്ഷണശാലയിൽ തന്റെ ശിക്ഷകണത്തെ കാണാൻ പോയി. അപ്പോൾ എന്ത് ചെയ്യുന്നു? ശിഷ്യന്മാരെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ അദ്ദേഹം ഒരു ആഹാരപാത്രം എടുത്തുകൊണ്ട് പന്തിയിലേക്ക് ഇറങ്ങിച്ചെന്നു. ചെന്നുടനെ ശിക്ഷകണത്തിൽ ഒരാൾ പറഞ്ഞു, ഗുരു, അങ്ങ് ഇത് ചെയ്തുകൂടാ, അങ്ങ് ഞങ്ങളുടെ ഗുരുവല്ലേ, അങ്ങ് ഇത് ചെയ്തുകൂടാന്ന് പറഞ്ഞു. ആ ഭക്ഷണപാത്രം താഴോട്ട് വെച്ച ശേഷം ബഹുമാനപ്പെട്ട സ്വാമി വിവേകാനന്ദൻ തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, യേശുവിന് തന്റെ ശിഷ്യന്മാരുടെ കാൽപാദങ്ങളെ കഴുകാം എങ്കിൽ എനിക്ക് എന്റെ ശിഷ്യന്മാർക്ക് ആഹാരം വിളമ്പി കൊടുത്തുകൂടെ? കൂടി നിന്നവരെല്ലാം അമ്പരന്നു പോയി. എന്തൊരറിവാണ്! യേശുദേവൻ തന്റെ ശിഷ്യന്മാരുടെ കാൽപാദം കഴുകി. എന്തൊരത്ഭുതം! നമ്മൾ പലപ്പോഴും അതിന്റെ ആഴം അറിയുന്നില്ല. നിങ്ങൾ എന്നെ എന്ത് വിളിക്കുന്നു? ഗുരുവും കർത്താവുമായ ഞാനാണ് ഇത് നിങ്ങൾക്ക് ചെയ്യുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഗുരുവും കർത്താവുമായ യേശു കാൽപാദങ്ങളെ കഴുകി പന്തിയിലിരുന്നു. അപ്പമെടുത്ത് വാഴ്ത്തി ഞുറുക്കി അവരെഴുന്നേറ്റു. അവിടെ പറയുന്നു, സ്തോത്ര പാടിക്കൊണ്ടുപോയി എന്നാണ്. ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ 132-ാം സങ്കീർത്തനം അവർ ഭാഗമായി പാടുമായിരുന്നു. അന്തിമാത്താഴത്തിന് ശേഷം നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ എഴുന്നേറ്റ് ഒലിവുമല കയറി. ഒലിവുമലയിൽ നിന്ന് താഴേക്കിറങ്ങി. ഇറങ്ങിയത് കിദ്രോൻ തോട്ടിലാണ്. കിദ്രോൻ തോടെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തോടായിരുന്നു. ആ തോട്ടിൽ പഴയ നിയമ ഇസ്രായേലിലെ യാഗത്തിന് ശേഷിപ്പുള്ള വേസ്റ്റ് പുരോഹിതന്മാർ കൊണ്ട് കളഞ്ഞിരുന്നത് കൊണ്ട് ഈ കിദ്രോൻ തോടിനെ ശവത്തിന്റെ താഴ്വര, മരണ താഴ്വര എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഒരു വർഷം ഏതാണ്ട് 2,65,000-ഓളം ആടുകളെയാണ് അക്കാലത്തെ ദേവാലയത്തിൽ യാഗമർപ്പിച്ചിരുന്നത്. ആകയാൽ അതിന്റെ വേസ്റ്റ് തള്ളിയിരുന്ന സ്ഥലം നമ്മുടെ കർത്താവായ യേശു ഗെത്സമനയിലേക്ക് പോകുന്നതിന് മുൻപ് ഒലിവുമല ഇറങ്ങി കിദ്രോൻ തോട് കടന്നു. അടുത്തത് പോകുന്നത് ഗെത്സമനയിലാണ്. ബൈബിളിൽ പ്രധാനപ്പെട്ട 2 തോട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ തോട്ടം ഏദൻ, അതിന്റെ അർത്ഥം പർദീസ. രണ്ടാമത്തെ തോട്ടം ഗെത്സമനെ, അതിന്റെ അർത്ഥം എണ്ണച്ചക്കെന്നാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവൻ എണ്ണച്ചക്കിലേക്ക് പോയി. ഏകനായി ഞാൻ ചക്ക് ചവിട്ടി എന്നാണ് എഴുതിയിരിക്കുന്നത്. മശിഹായുടെ മേൽ പരിശുദ്ധ പിതാവ് മുഴു മാനവരാശിയുടെയും പാപം അവന്റെ മേൽ പിതാവ് ചുമത്തി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു സ്ത്രീഹന്മാരുമായി പോയി. അപ്പോൾ 11 സ്ത്രീഹന്മാരേ ഉള്ളൂ. ഒരുവൻ വഞ്ചകനായി യൂദാ ദ്രവ്യാഗ്രഹിയായി യേശുവിനെ ഒറ്റിക്കൊടുപ്പാൻ പോയി. ശേഷമുള്ള സ്ത്രീ
സ്ലീഹന്മാരോടുകൂടെ ചേർന്നു. അതിൽ 3 പേര് ഒരു തോട്ടത്തിന്റെ ഉള്ളിൽ കയറി. ഒരു ബാലൻ കല്ലെറിയുന്ന ദൂരത്തിൽ യേശു പോയി ഭൂമിയോളം പച്ചക്കിടന്ന് പ്രാർത്ഥിച്ചു. ഈ ലോകത്തിലേക്കുള്ള അതിമഹത്തേറിയ ആ തന്റെ ദൗത്യം എന്തെന്ന് യേശു അറിഞ്ഞിരുന്നു. അവസാന നിമിഷമായി പാതാള ഗോപുരങ്ങൾ ഇളകി മറിഞ്ഞു. 22-ാം സങ്കീർത്തനത്തില് ഭക്തനായ ദാവീദ് രാജാവ് പാടിയതുപോലെ ബാശാൻ കൂറ്റന്മാർ അവനെ ചുറ്റി വളഞ്ഞു. പാതാള ഗോപുരങ്ങൾ ഇളകി മറിഞ്ഞു. യേശുവിനെ എങ്ങനെയെങ്കിലും ആ ദൗത്യത്തിൽ നിന്ന് പിന്നിലേക്ക് കൊണ്ടുവരണം. യേശു ഭൂമിയിൽ ജനിച്ച നിമിഷം തുടങ്ങി ക്രൂശിക്കപ്പെടുന്ന അവസാന നിമിഷം വരെ ഒരു മരണദൂതൻ യേശുവിനെ സദാസമയം പിൻഗമിച്ചു. യേശു ജനിക്കുമ്പോൾ വിദ്വാൻമാർ യേശുവിനെ തേടി വന്നതിന്റെ പിന്നിൽ ആ ഗ്രാമത്തിലെ 180ഓളം ഇസ്രായേൽ ബാലന്മാരെ ഹേരോദാവ് എന്ന ദുഷ്ടരാജാവ് കൊന്നു. അതിലുപരി യേശു മുതിർന്നു വരുമ്പോൾ യേശുവിനെ മലയിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലുവാൻ നോക്കി. അതിനപ്പുറം അവർ യേശുവിനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ നോക്കി. വഞ്ചകനായ പിശാച് യേശുവിനെ പരീക്ഷിപ്പാൻ ദേവാലയത്തിന്റെ മുകളിൽ കയറ്റി താഴേക്ക് ചാടി അവൻ മരിക്കട്ടെ എന്ന് ചിന്തിച്ചു. മഹത്തേറിയ ക്രൂശ് മരണത്തിൽ നിന്ന് യേശുവിനെ ഒഴിവാക്കുവാൻ യേശുവിന്റെ ജനനം തുടങ്ങി ഗോൽഗോത്ത വരെ സാത്താൻ സഹസഞ്ചാരിയായി നടന്നുകൊണ്ടിരുന്നു. പക്ഷേ യേശു ഒഴിഞ്ഞുപോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുവിന്റെ അവസാന നിമിഷമായി യേശു ഗെത്സമനിയിലേക്ക് പോയി. സ്ലീഹന്മാർ അടുക്കൽ ചെന്നു. 3 പേർ ഒപ്പമുണ്ട്. ശേഷിപ്പുള്ളവർ പുറത്തു നിൽക്കുകയാണ്. ഒന്ന് പത്രോസ്, ഒന്ന് യാക്കോബ്, ഒന്ന് യോഹന്നാൻ. യോഹന്നാൻ സ്നേഹത്തിന്റെ അപ്പോസ്തലനാണ്. യാക്കോബ് നീതിയുടെ അപ്പോസ്തലനാണ്. പത്രോസ് പശ്ചാത്തപിക്കുന്ന അപ്പോസ്തലനാണ്. ഇവർ സമീപ പ്രാർത്ഥിക്കാനുണ്ട്. യേശു കല്ലേറ് ദൂരത്തിലേക്ക് പോയി. വരുവാൻ പോകുന്ന അനർത്ഥങ്ങളുടെ ഘോഷയാത്ര തന്റെ ആത്മാവിൽ ദർശിച്ചു. മുഴു ലോകത്തിന്റെയും പാപം പിതാവ് അവന്റെ മേൽ ചുമത്താൻ പോകുകയാണ്. ന്യായപ്രമാണത്തിനൊരു വ്യവസ്ഥയുണ്ട്. ഒരു ഇസ്രായേലിന് ഒരു ആട്ടിൻകുട്ടിയുമായി കൂടാരവാതിക്കൽ ചെല്ലുമ്പോൾ പുരോഹിതൻ ഇറങ്ങി വന്നിട്ട് നിന്റെ ആഗമന ഉദ്ദേശം എന്തെന്ന് ചോദിക്കുമ്പോൾ ദൈവപുരുഷനായ പുരോഹിതോ എന്റെ പാപപരിഹാരം നടത്തുവാൻ ഞാൻ വന്നെന്ന് പറയുമ്പോൾ ആ പാപിയായ മനുഷ്യൻ അവന്റെ കൈ ആട്ടിൻകുട്ടിയുടെ മേൽ വെക്കണം. അതിന്റെ മേൽ പുരോഹിതൻ കൈവയ്ക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം? അവന്റെ പാപങ്ങളെല്ലാം ഏറ്റുപറയണം. അവൻ ഏറ്റുപറയുന്ന പാപങ്ങളൊക്കെയും ഈ ആട്ടിൻകുട്ടിയുടെ മേൽ ചുമത്തുകയാണ്. അതിനുശേഷമാണ് ഇതിനെ അറക്കുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ ഗെത്സമനിയിലേക്ക് പോയി പരിശുദ്ധ പിതാവ് മാനവരാശിയുടെ പാപം അവന്റെ മേലാക്കി. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ മശിഹായെ കണ്ടിട്ട് പറയുന്നു, പാപമറിയാത്തവനെ നാം ദൈവത്തിന്റെ നീതിയായി തീരുവാൻ ദൈവം അവനെ പാപിയാക്കി. യേശു നീതിമാനായി ഗെത്സമനിയോളം എത്തിയെങ്കിൽ യേശു ഒരു പാപി എന്ന വണ്ണം ഗോൽഗോഥായോളം പോയി. ആ വാക്കെന്ന് വായിക്കാമോ? പാപമറിയാത്തവനെ നാം ദൈവത്തിന്റെ നീതിയാകുവാൻ പിതാവ് അവനെ പാപി ആക്കി. വായിച്ചാൽ, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അവൻ പാപമാക്കി. ന്യായപ്രമാണത്തിൽ പാപിയായ ഒരു മനുഷ്യൻ കൂടാരവാതിക്കൽ വന്ന് അവന്റെ പാപം ആട്ടിൻകുട്ടിയുടെ മേൽ ചുമത്തി. അതിനെ അറുക്കും പോലെ ഗെത്സമനായ എന്ന തോട്ടത്തിൽ വെച്ച് നീതിയുള്ള പരിശുദ്ധ പിതാവ് തൃത്വത്തിൽ 3-ാമനായ ആത്മാവും ചേർന്ന് മൽക്കിസദേക്ക് എന്ന ശ്രേഷ്ഠ പുരോഹിതനും ചേർന്ന് മാനവരാശിയുടെ അകൃത്യം യേശുവിന്റെ മേൽ ചുമത്തി. അവസാന നിമിഷം 2 കാര്യം ചോദിച്ചു. പിതാവേ, കഴിയുമെങ്കിൽ ഈ നാഴിക ഒഴിവാക്കി തരാമോ? വീണ്ടും ചോദിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒഴിവാക്കി തരുമോ? ഒരു ഭാഗത്ത് പാതാള ഗോപുരം ഇളകി മറിയുന്നു. ലൂസിഫറും അവന്റെ സൈന്യവും ചുറ്റി വളയുന്നു. ബാശാൻ കൂറ്റന്മാർ ചുറ്റുമുണ്ട്. യേശു പതുക്കെ എഴുന്നേറ്റു. അഭിഷക്തനായ യേശുവിന്റെ തലമുടി നാരുകൾ വളർന്ന് തോളറ്റം എത്തിക്കിടക്കുകയാണ്. രക്തം വിയർത്ത് താടി രോമത്തിൽ കൂടെ ഒഴുകുകയാണ്. ശരീരം ആശകലനും രക്തമായി. യേശു അവിടെ നിന്ന് പതുക്കെ എഴുന്നേറ്റു. തന്റെ അങ്കിയൊന്ന് വലിച്ചിട്ടു. വീണ്ടും ചെന്ന് പത്രോസിനോട് പറഞ്ഞു, എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാട്ട്. മനുഷ്യപുത്രൻ ഇപ്പോൾ പിശാചിന്റെ നിമിഷമാണ്, ഇരുളിന്റെ നാഴികയാണ്. അല്പനേരം പ്രാർത്ഥിച്ചാട്ട് സ്ലീഹന്മാർ ഉറങ്ങിപ്പോയി. മാനവരാശിയുടെ അകൃത്യം പിതാവ് അവന്റെ മേൽ ചുമത്തി. അവൻ ഭൂമിയോളം പച്ചക്കിടന്ന് അലറി. പിതാവ് മുഖം മറച്ചു. അവനൊരു അധർമ്മിയെ പോലെ, ഒരു പാപിയെ പോലെ അവൻ പാപമൃഗത്തിന് തുല്യനായി
ദൈവത്തിന്റെ ക്രോധാഗ്നിയിൽ വെന്തെരിയാൻ പോകുകയാണ്. പടയാളികൾ അവന്റെ അടുക്കൽ വന്നു. ഒരുപാട് 3 കൂട്ടരാണ് വന്നിരിക്കുന്നത്. അതിലൊന്ന് റോമൻ സൈനികരാണ്, 2 സൈന്യേന്ദ്ര സംഘത്തിലെ ചില ആളുകളുണ്ട്, 3 പള്ളിപ്രമാണികളുണ്ട്. അവർ പാതിരാത്രി, ഏറെക്കുറെ പാതിരാത്രിയുടെ സമയത്ത് അവർ ദീപവുമായി യേശുവിന്റെ അടുക്കൽ വന്നു. അവർ യേശുവിനെ നോക്കി. യേശു ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? നസറേത്തുകാരനായ യേശു. ഞാനാണ്, എന്നെ പിടിച്ചാട്ട്, ഇവരെ വിട്ടയച്ചാട്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട പത്രോസ് എന്ത് ചെയ്തെന്നറിയാമോ? പത്രോസ് പെട്ടെന്ന് ഉറങ്ങുകയായിരുന്നു. 1ാമത് വാളെടുത്ത് പരിചയമില്ല, തുരുമ്പിച്ച വാള്, ഉറക്കത്തിന്റെ ക്ഷീണം, എല്ലാം കൂടെ 8ഉം 8ഉം ഒന്നും നോക്കിയില്ല. കിട്ടിയ വാളെടുത്ത് ഒരൊറ്റ വെട്ടുവെട്ടി കറക്റ്റായിട്ട് ഒരുത്തന്റെ കാതേലങ്ങ് കൊണ്ട്. കാതാകുമ്പോ വലിയ കട്ടിയുള്ള എല്ലൊന്നും അല്ലല്ലോ, ട്രക്കെന്നങ്ങ് താഴെ പോയി. യേശു 2 കാര്യം പത്രോസിനോട് പറഞ്ഞു. പത്രോസേ, വാളെടുക്കുന്നവൻ വാളാൽ മരിക്കും. അതിലുപരിയായി ഞാനിപ്പോൾ എന്റെ പിതാവിനോട് ആവശ്യപ്പെട്ടാൽ 12 ലെഗിയോൻ ദൂതഗണത്തെ എന്റെ പിതാവ് എനിക്ക് അയച്ചു തരും. ഭയങ്കര വാക്കാണ്, 2 വാക്ക്. വാളെടുക്കുന്നവൻ വാളാൽ മരിക്കും. ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. അപ്പൊ ഇത് വെട്ടിമുറിഞ്ഞിട്ട് ഈ രക്തം ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാധനം റബ്ബർ കഷ്ണം പോലെ താഴെ കിടക്കുകയാണ്. യേശു എഴുന്നേറ്റ് അതെടുത്തിട്ട് പെതിയ ഒലിവിന്റെ കരിയിലെ കൊട്ടിക്കളഞ്ഞിട്ട് തക്കനങ്ങ് ഒട്ടിച്ചു. ഈ വിവരം കെട്ടോമാർക്ക് അന്നേരെങ്കിലും പിടികിട്ടത്തില്ലേ? അവൻ തപ്പി നോക്കിയപ്പോഴത്തേക്ക് പഴയതുപോലെ ഇരിക്കുന്നു. രക്തമൊക്കെ എങ്ങോട്ട് പോയെന്നറിയല. കരിയിലൊക്കെ കൊട്ടിക്കളഞ്ഞ് ഒട്ടിച്ചു കൊടുത്തു. ഒരു വാക്ക് പറഞ്ഞു, കെഫാ, വാളെടുത്ത് ഉറയിലിടുക. വാളെടുക്കുന്നവൻ വാളാൽ മരിക്കും, വാളാൽ നശിക്കും. ഞാൻ എന്റെ പിതാവിനോട് ആവശ്യപ്പെട്ടാൽ ഇപ്പോൾ എന്റെ സംരക്ഷണത്തിന് എനിക്ക് 12 ലെഗിയോൻ ദൂതന്മാരെ അയച്ചു തരും. ലെഗിയോൻ എന്ന വാക്ക് ലാറ്റിൻ ഭാഷയാണ്. ലെഗിയോൻ എന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ, ഒരു ലെഗിയോൻ എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ 6000 പേരാണ്. ഒരു ഗ്രൂപ്പിന്റെ പേരാണ്. ഒരു ആർമി ഗ്രൂപ്പ് എന്ന് പറയുന്ന പോലെ ഓരോ സെലക്ഷനായി നാവികസേന, വ്യോമസേന എന്നൊക്കെ പറഞ്ഞ് അവർക്കിടയിൽ ഡിവൈഡ് ചെയ്യുന്നത് പോലെ ഒരു ലെഗിയോൻ എന്ന് പറയുമ്പോൾ 6000 എന്നുള്ളതാണ് കണക്ക്. ലാറ്റിൻ വാക്കാണ്. അപ്പോൾ യേശു പറഞ്ഞത്, എനിക്ക് ഇപ്പോൾ പിതാവിനോട് ആവശ്യപ്പെട്ടാൽ 12 ലെഗിയോൻ. അപ്പോൾ നമ്മൾ ഈ 6000ത്തെ 12 കൊണ്ട് ഗുണിച്ചാൽ ഗെത്സമനയിൽ യേശുവിന്റെ സഹായത്തിന് 72,000 ദൂതന്മാരെ പിതാവ് അപ്പോൾ അയച്ചു കൊടുക്കും. ഒരു ദൂതന്റെ കപ്പാസിറ്റി നിങ്ങൾക്ക് എത്രയാണെന്നറിയാമോ? നമുക്കതൊന്നും ചിന്തിക്കാൻ പോലും വയ്യ. ലോകത്തിലെ വമ്പൻ രാഷ്ട്രമല്ലേ അമേരിക്ക. അമേരിക്ക ലോകത്തിന്റെ പോലീസുകാരനാണെന്നും പറഞ്ഞാൽ നടക്കുന്നത്. പാവപ്പെട്ടവരെയൊക്കെ കയറി അടിക്കും. 1991 നമുക്കറിയാമല്ലോ, ഇറാഖിൽ നടന്നൊരു യുദ്ധം. 1991 അമേരിക്കയും അവരുടെ കീഴിലുള്ള 27 രാഷ്ട്രങ്ങളും സഖ്യകക്ഷികളും കൂടെ ചേർന്ന് ദീർഘസമയം, ഏതാണ്ട് 39 ദിവസം ഡേ നൈറ്റ് ഇറാഖിനെ അടിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല 1800 യുദ്ധ ഫ്ലൈറ്റുകളായിരുന്നു അന്ന് അമേരിക്ക ഇറാഖിലേക്ക് പറപ്പിച്ചത്. B-14, B-15, B-16 എന്നുള്ള കണക്കനുസരിച്ച്. അതുപോലെ തന്നെ B-52 എന്ന് പറയുന്ന ബോംബുകളായിരുന്നു ഇറാഖിലേക്ക് കൊണ്ടിട്ടത്. ഏതാണ്ട് 39 ദിവസം കൊണ്ട് 1,25,000 ബോംബുകളാണ് അവന്മാരവിടോട്ട് ഇട്ടുകൊണ്ടിരുന്നത്. ഓരോ ബോംബിലും 5 ടൺ വെടിമരുന്നുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ഈ 39 ദിവസം 1800 ഫ്ലൈറ്റിൽ ഈ 27 രാഷ്ട്രങ്ങളുടെ പിന്നിൽ ഇറാഖിനെ ആക്രമിച്ചിട്ട് കേവലം 1,00,000 ഇറാഖി പട്ടാളത്തെയാണ് അമേരിക്ക കൊന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചോളൂ. ഇത്രയും രാഷ്ട്രങ്ങളുടെ 1800 ഫ്ലൈറ്റ് പറന്ന് 1,25,000 ബോംബ് ഇട്ടിട്ട് 1,00,000 ഇറാഖ് പട്ടാളക്കാരെയാണ് കൊന്നത്. ഇത്രേ അമേരിക്കയ്ക്ക് കഴിഞ്ഞുള്ളൂ. 39 ദിവസം ഡേ നൈറ്റ് അടിക്കുകയായിരുന്നു. ലോകം മുഴുവൻ ഞെട്ടിവറച്ചു. എന്നാൽ ഒരു ദൂതന്റെ കണക്ക് നിങ്ങൾക്കറിയാമോ? ഇതേ ഇറാഖിൽ ഇന്നേക്ക് 2700 പരം വർഷങ്ങൾക്കപ്പുറം ദൈവം ഒരു ദൂതനെ അയച്ചു, ഒരു സൂപ്പർ സോണിക്. അദ്ദേഹം രാത്രിയിൽ ആശൂർ പാളയത്തിൽ കൂടെ ഒന്ന് നടന്നു പോയതേയുള്ളൂ. എത്ര പേരാണെന്നറിയാമോ? 1,55,000 പേര് മരിച്ചു. അപ്പൊ ഒരു ദൂതന്റെ കണക്ക് കൂട്ടിക്ക്. അമേരിക്കയുടെ ബോംബും ദൂതനും തമ്മിലൊക്കെ എന്ത് ബന്ധം? എങ്ങനെ എത്തും? ഒരു ദൂതനെ രാത്രിയിൽ ഒരു പറ്റനായ യഹൂദ രാജാവ് അങ്ങ് കരഞ്ഞു. ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ
നിനക്കേ തീർക്കാനൊക്കെ, ഞാൻ ബലഹീനനാണേ ദയ ചെയ്യണേന്ന് പറഞ്ഞു. ദൈവം ഏതോ ഒരു ദൂതനോട് പറഞ്ഞെന്നോ പോയേക്കാൻ പറഞ്ഞു. അങ്ങനെ ഒന്നും ചെയ്തില്ല ആ ദൂതൻ ഒരു കാര്യവും ചെയ്തില്ല. ബൈബിളിൽ പറയുന്നത് ദൂതൻ ആശൂർ പാളയത്തിൽ കൂടെ നടന്നുപോയി. രാവിലെ 1,85,000 യൂണിഫോം അണിഞ്ഞ പട്ടാളക്കാര് തണ്ടടാ ചത്ത് കിടക്കുന്നു. അമേരിക്ക 39 ദിവസം കൊണ്ട് 1,25,000 ബോംബ് 1,800ഓളം ഫ്ലൈറ്റിൽ പറന്ന് ഇറാഖിലിട്ട് 39 ദിവസം കൊണ്ട് 1,00,000 പട്ടാളക്കാരെയാ കൊന്നെങ്കിൽ ദൈവത്തിന്റെ ഒരു ദൂതൻ ഒറ്റ രാത്രിയിൽ ആശൂർ പാളയത്തിൽ പോയപ്പോൾ 1,85,000 പേര് ചത്തു. ഇപ്പോൾ യേശു പറയാണ്, പത്രോസ് വാളെടുത്ത് നീ ഉറയിലിടുക. എന്റെ പരിശുദ്ധ പിതാവിനോട് ആവശ്യപ്പെട്ടാൽ എന്റെ സംരക്ഷണത്തിന് 72,000 ദൂതന്മാരെ അയച്ചു തരും. പിന്നെ അവിടെ കാണും ആർക്കെങ്കിലും പിടിച്ചു നിൽക്കാൻ ഒക്കുമോ? 72,000 ദൂതന്മാരെ അയച്ചു തരും. ഓ, എന്തൊരത്ഭുതം! ആ ദൂതൻ പിന്നെ ഭൂമിയിൽ വന്നതായി പറയുന്നില്ല. നമ്മുടെ കൂടെ ഒക്കെ ഒരു ദൂതനുണ്ട് സഹോദരങ്ങളെ, നന്നായിട്ടൊന്ന് അറിഞ്ഞോണം. എല്ലാ സമയത്തും ഒരു ദൂതൻ നമ്മുടെ കൂടെ ഉണ്ട്. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ട് നിങ്ങളുടെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയ ദിനം ഓർമ്മയുണ്ടോ? നിങ്ങളാരും സാധാരണ മനുഷ്യരല്ല. ഒരു ദൂതൻ റൈറ്റ് സൈഡിൽ എപ്പോഴും ഉണ്ട്. 24 മണിക്കൂറും സദാസമയവും ഒരു ദൂതൻ നിങ്ങളോടുകൂടെയുണ്ട്. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ദിവസം സ്വർഗത്തിൽ നടന്ന ചില സംഭവങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ പേർ നീതിമാന്മാരുടെ ഗണത്തിൽ എഴുതി ചേർത്ത്. നീതിമാന്മാരുടെ ഗണത്തിൽ നിങ്ങളുടെ പേർ എഴുതി ചേർത്ത് ജീവന്റെ പുസ്തകത്തിൽ. രണ്ടാമത്, നിങ്ങളുടെ പരിശുദ്ധ പിതാവ് മനോഹര ദേശത്ത് നിങ്ങൾ കളവുനൂലിട്ടു തന്നു. മൂന്നാമത്, നിങ്ങളുടെ എല്ലാ വഴികളിലും നിങ്ങളെ കാക്കുവാൻ പിതാവ് ഒരു ദൂതനോട് കൽപ്പിച്ചു. നാലാമതായി, നിങ്ങൾക്ക് പാമ്പുകളെയും തേളുകളെയും സാത്താന്റെ സർവായുധ വർഗത്തെയും ചവിട്ടുവാനുള്ള അധികാരം തന്നു. പലപ്പോഴും നമുക്കിതിന്റെ ആഴങ്ങളൊന്നും അറിഞ്ഞുകൂടാ. ഇങ്ങനെയുള്ള ഒരു ദൂതൻ എല്ലാ സമയവും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പേടിക്കാൻ ഒക്കുമോ? സദാസമയമുണ്ട് ദൈവമക്കളെ. ബൈബിളിൽ എഴുതിയിരിക്കുന്നു, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് ഞാൻ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ വഴികളിലും. വാഹനം ഓടിക്കുമ്പോൾ, നമ്മൾ ഉറങ്ങുമ്പോൾ, നമ്മൾ ജോലി ചെയ്യുമ്പോൾ, നമ്മൾ ഏകരായിരിക്കുമ്പോൾ, നമ്മൾ ആരാധനകളിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ കൂടെ ഒരു ദൂതൻ റൈറ്റ് സൈഡിലുണ്ട്. എന്താണ് ഈ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന അറിയുന്നത്? നമ്മളെല്ലാവരും ആദ്യം വലതുകാലാണ് വയ്ക്കുന്നത്. ലോകത്തിൽ ഇന്ന് വരെയുള്ള മനുഷ്യൻ പാമ്പുകടി ഏറ്റവരുടെ കണക്കെടുത്ത് നോക്കിയാൽ 100-68% ആളുകളുടെയും വലതുകാലിലാണ് പാമ്പ് കടിക്കുന്നത്. ഞാൻ ഇന്നാൾ അതിനെക്കുറിച്ച് വായിച്ചപ്പോൾ ഓർത്ത്, അതെന്താണ് പാമ്പ് വലതുകാല് നോക്കി കടിക്കുന്നത്? പിന്നെ മനസ്സിലായത്, മനുഷ്യൻ ആദ്യം എടുത്തു വെക്കുന്ന കാല് വലതുകാലാണ്. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കുവാൻ പരിശുദ്ധ പിതാവ് ഒരു ദൂതനോട് കൽപ്പിച്ചിട്ടുണ്ട്. അവൻ സദാസമയം നിനക്ക് കാവലുണ്ട്. നീ പോകുമ്പോൾ, നീ വരുമ്പോൾ, നീ വാഹനം ഓടിക്കുമ്പോൾ നീ അനർത്ഥത്തിൽപ്പെടാതെ നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൂതനുണ്ട്. നിന്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്ന ഒരു ദൂതനുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പോൾ നമ്മുടെ യേശുവിന്റെ കൂടെ ദൂതനുണ്ടോ? യേശു ജനിച്ച് നിത്യതയിലെത്തുവോളം ഒരു ദൂതൻ സദാസമയം യേശുവിനോടുകൂടെയുണ്ട്. ആ ദൂതനാണ് യേശുവിനെ ശക്തീകരിച്ചത്. ആ ദൂതനാണ് യേശുവിന്റെ കല്ലുരുട്ടി മാറ്റിയത്. ശവക്കല്ലറുടെ മുമ്പിൽ നിന്ന് കല്ലുരുട്ടി മാറ്റിയത്. അന്തിമാത്താഴം കഴിഞ്ഞു. മശിക ഗെത്സമനിയിലേക്ക് പോയി. ആത്മീയ പരിജ്ഞാനമില്ലാത്ത പത്രോസ് വാളെടുത്ത് വെട്ടി. യേശു പത്രോസിനെ ശാസിച്ചു. അധികം വൈകും മുമ്പ് യേശു പിടിക്കപ്പെട്ടു. കൈകൾ ബന്ധിതനായി. ഒറ്റ രാത്രിയിൽ 4 കോടതിയിൽ തന്നെ വിസ്തരിച്ചു. ഏതാണ്ട് രാത്രി 11:30 തുടങ്ങി. അടുത്ത ദിവസം പകൽ 11:30 വരെ തന്നെ ഒന്നിനു പിന്നാലെ ഒന്നായി വിസ്തരിച്ചു. 2 ഭാഗമായി. ഒന്ന്, താൻ ന്യായപ്രമാണത്തിന് അന്യമായി പറഞ്ഞ ഒരു കള്ളപ്രവാചകൻ എന്ന പേരോടും, 2, റോമൻ സാമ്രാജ്യത്തിനെതിരെ പ്രവർത്തിച്ച ഒരു രാജ്യദ്രോഹി എന്ന കുറ്റവാളി എന്ന രീതിയിൽ ഇതാ റോമൻ കൈസറുടെ ന്യായവിധിയുമാണ്. ഈ 2 കൂട്ടരും യേശുവിനെ വിധിക്കാൻ ശ്രമിച്ചു. പക്ഷേ യാതൊരു തെറ്റും കണ്ടെത്താൻ കഴിഞ്ഞില്ല. മാനവരാശിയുടെ അകൃത്യങ്ങളെ പിതാവ് അവന്റെ മേൽ ചുമത്തി. അവനെ കൊണ്ടുപോയി പീലാത്തോസ് ഇറങ്ങി വന്ന് സംസാരിക്കുന്ന ഒരു രംഗം എല്ലാം വിശദമായി വായിപ്പാൻ നമുക്ക് സമയം പോരാ. യേശു
യേശുവിനെ പീലാത്തോസ് രക്ഷിപ്പാൻ ശ്രമിക്കുന്നു. അദ്ദേഹം ഒരു ഗ്രീക്കുകാരനാണ്, അഗ്നിദേവനാണ് തന്റെ ദേവൻ. തന്റെ ഭാര്യയ്ക്ക് ഒരു ദർശനം ഉണ്ടായി, യേശു ഒരു നീതിമാനാണെന്ന്. അവൾ ക്ഷണത്തിൽ തന്നെ ഒരു എഴുത്തു കൊടുത്തയച്ചു, അങ്ങ് ദേവി എഴുതി നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുതേ എന്ന് പറഞ്ഞു. ഭാര്യയുടെ വാക്ക് കേട്ടപ്പോൾ ഭയപ്പെട്ടുപോയി. പക്ഷേ യഹൂദന്മാരെ പിണക്കി തനിക്ക് അവിടെ ഇരിക്കാൻ സാധ്യമല്ല. മാക്സിമം 3-4 പ്രാവശ്യം പീലാത്തോസ് യേശുവിനെ വിട്ടുകളയാൻ ശ്രമിക്കുകയാണ്. പക്ഷേ യഹൂദന്മാർ അലറി വിളിച്ചു. അപ്പോൾ പീലാത്തോസ് പറഞ്ഞു, മരണയോഗ്യമായ തെറ്റ് ഞാൻ കാണുന്നില്ല, നിങ്ങൾ ഇവനെ കൊണ്ടുപോയി നിങ്ങളുടെ പ്രമാണപ്രകാരം അടുപ്പിച്ചോട്ട് അവരെ കൊണ്ടുപോയി യേശുവിനെ ഒരു വലിയ കൽത്തളത്തിൽ കയറ്റി നിർത്തി. കരിങ്കല്ലുകൊണ്ട് കെട്ടിയുണ്ടാക്കിയ യാഗപീഠത്തിന് തുല്യമായ കൽത്തളം. ആ കൽത്തളത്തിലേക്ക് യേശു മുട്ടുകുത്തി, അതിന് താഴെ മുട്ടുകുത്തി നിന്നു. യേശുവിന്റെ കൈകൾ 2 ഭാഗത്തേക്ക് ചങ്ങലയിൽ വലിച്ചു മുറുക്കി. ഒരു വലിയ ടേബിളിട്ട് ഒരു സൈനാധിപൻ അവിടെ ഇരുന്നു. അക്കാലത്ത് വെള്ളി നാണയങ്ങൾ പെറുക്കി വെച്ചാണ് അന്ന് നമ്പർ എണ്ണുന്നത്. 39 അടിയടിക്കാൻ അനുവാദമുള്ളൂ. മാഷ പറഞ്ഞു, ഒരുവൻ ദൈവത്തെ ദുഷിച്ച് സ്വയം ദൈവമെന്നോ സ്വയം പ്രവാചകനെന്നോ പ്രഖ്യാപിച്ച് അവനെ 39 അടിയടിക്കാൻ മോശ സീനായിൽ വെച്ച് പ്രമാണത്തിൽ എഴുതി ചേർത്തു. ന്യായപ്രമാണപ്രകാരം അടുപ്പിച്ചോളാൻ പറഞ്ഞു. ഇതാ കർത്താവായ യേശുവിന്റെ കൈകൾ 2 ഭാഗത്തേക്കും കെട്ടി. ഒരു റോമൻ പടയാളി സൈനാധിപൻ വന്നിരുന്നു. അവൻ 39 വെള്ളി നാണയം അവന്റെ മേശയിൽ പെറുക്കി വെച്ചു. 2 പടയാളികൾ വന്നു. അവർ ചമ്മട്ടിയുമായി വന്ന് ചമ്മട്ടി വെള്ളത്തിൽ മുക്കി. തോലുകൊണ്ടുണ്ടാക്കിയ ചമ്മട്ടിയാണ്. നമ്മുടെ നാട്ടിലെ പനയുടെ പൂ പോലെ ഇരിക്കും. അതിൽ ചൂണ്ടകളും ഈയക്കട്ടകളും അസ്ഥിക്കഷ്ടങ്ങളും ഒക്കെ കെട്ടിയിട്ടുണ്ട്. അവരൊന്നാട്ടി ഉലച്ചു. യേശുവിന്റെ മുമ്പിൽ തന്നെ അവരൊന്ന് കുടഞ്ഞു കാണിച്ചു. അതിനുശേഷം വന്നു പടയാളി ഓരോ ടോക്കൺ ഓരോ കോയിൻ ഇങ്ങോട്ടെടുത്തു. നമ്പർ 1 പറഞ്ഞു തീരുക ഒറ്റയടി അടിച്ചു. യേശു അലറി. മുതുകിലേക്ക് ഈ ചമ്മട്ടി പതിഞ്ഞു. ചൂണ്ടകളും അസ്ഥിക്കഷ്ടങ്ങളും ഒക്കെ മുതുകിൽ പതിഞ്ഞു. മനുഷ്യന്റെ ശരീരഘടന പഠിച്ചാൽ എച്ച് ആകൃതിയിലാണ് മനുഷ്യന്റെ ശരീരം ദൈവം പിടിപ്പിച്ചിരിക്കുന്നത്. ഏതാണ്ട് 206 അസ്ഥികളും 600 പേശികളും മനുഷ്യ ശരീരത്തിലുണ്ട്. മൂർച്ചയുള്ള ഒരു കത്തിക്ക് കുത്തിക്കേറിയാൽ ഒരുപക്ഷെ നേരെ കീറാം, അല്ലെങ്കിൽ അതിങ്ങനെ എച്ച് ആകൃതിയിലേ വരത്തുള്ളൂ. മുതുകിലേക്ക് ചമ്മട്ടി അടിച്ചു. അത് ഉറച്ചോ എന്ന് പടയാളി വലിച്ചു നോക്കി. ഭയങ്കരമായ വേദന. ഉറച്ചു എന്ന് കണ്ടപ്പോൾ ഒറ്റ വലി വലിച്ച് എന്ന് കീറി താഴേക്ക് വന്നു. യേശാവ് എന്ത് പറഞ്ഞു? അവർ എന്റെ മുതുക ഉഴവുച്ചാലുപോലെ കീറി. എനിക്ക് എന്റെ അസ്ഥികളെ എണ്ണാം. യേശുവിന്റെ ശരീരം ആസകലനം അടിയേച്ചു. റോമൻ പടയാളികൾ അടുത്തു വന്നു. വെള്ളി നാണയം ചേർത്ത് വെച്ച് മശിഹായുടെ നീണ്ടു നിവർന്ന താടിരോമത്തിൽ ചുറ്റി അതൊന്നൊന്നായി വലിച്ചു പറിച്ചു. മാംസവും തൊക്കും അടന്ന് രോമത്തോടുകൂടെ വന്നു. കണ്ടാൽ വികൃത രൂപമാകും. അവനെ അടിച്ചു പുറത്തു കൊണ്ടുവന്നു. രക്തം വാർന്നൊഴുകിയാണ്. ഒരു ചുവന്ന ശീല ചുറ്റി പീലാത്തോസിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ മനുഷ്യൻ ഇവനാണ്, നിങ്ങൾ പറയുന്ന മനുഷ്യൻ ഇവനാണ്. കണ്ടാൽ മനുഷ്യനല്ലെന്ന് തോന്നുമാറ് വിരൂപനായി പുറത്തു വലിയ ആർപ്പുവിളി നടക്കുന്നു. ഈ പടയാളികൾ യേശുവിനെ ഉള്ളിലേക്ക് കൊണ്ടുപോയി 6 ഇഞ്ചും 4 ഇഞ്ചും നീളമുള്ള 156 മുള്ളുള്ള പാലസ്തീൻ മലഞ്ചരിവുകളിൽ പറന്നു കിടക്കുന്ന വലിയ വിഷമുള്ള ഒരു മുള്ളുകൊണ്ട് അവരൊരു കിരീടം ഉണ്ടാക്കി വെച്ചു. ആ കിരീടം തലയിലേക്ക് വെച്ചു. തലയിൽ വെക്കുമ്പോൾ ഒരുപക്ഷെ ആ വേദന സഹിക്കാം. ഒരു പടയാളി കോലുകൊണ്ട് പതുക്കെ അമർത്തി. അപ്പോഴേക്ക് യേശു വേദന കൊണ്ട് വിറച്ചു. പ്രതീക്ഷയാക്കാതിരിക്കുമ്പോൾ ആ ദുഷ്ടനായവൻ കോലുകൊണ്ട് ഒച്ചയാടി. അതിലുണ്ടായിരുന്ന ആ മുള്ളുകൾ യേശുവിന്റെ തലയിലേക്ക് കയറി. ചിലത് കണ്ണിലേക്ക് കയറി. ശരി, തലയിൽ കൂടെ വന്നു. റോമന്റെ ശിക്ഷാ നടപടിയിലും യഹൂദന്റെ ശിക്ഷാ നടപടിയിലും ഇത് പെട്ടതല്ല. പകരം ഇത് അക്കാലത്തെ പടയാളികൾ ചെയ്ത ക്രൂരതയായിരുന്നു. യഹൂദന്മാരുടെ രാജാവേ എന്ന് പറഞ്ഞ് അവനെ ഒരു വസ്ത്രം ചുറ്റി തലയിൽ മുൾക്കിനിടം വെച്ച് കോലുകൊണ്ട് അടിച്ചു. ക്രൂശിക്കുന്നതിന് മുൻപ് ഇത് ഊരി മാറ്റണം. നമ്മുടെ നാട്ടിൽ കോൺക്രീറ്റ് ചെയ്ത ശേഷം തട്ടുപൊളിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ കോല് ഈ മുള്ളിന്റെ ഇടയിലോട്ട് കയറ്റിയിട്ട് പെതിയെ പൊക്കി മേളോട്ട് പൊക്കി അത് പെതിയെ കമ്പുകൊണ്ട് തന്നെ അടത്തി മാറ്റി വെച്ചു. രക്ഷകന്റെ തലയിൽ മുൾക്കിനിടം വെച്ചു. രക്ഷകന്റെ ശരീരം അടിച്ചു മുറിവേൽപ്പിച്ചു. അവന്റെ അസ്ഥികൂടങ്ങൾ എണ്ണിയെടുക്കത്തക്ക രീതി ഏറ്റവും ദാരുണമായി ശരീരത്തിലെ രക്തം വാർന്നു. നാവുകൾ വരണ്ടുണങ്ങി വിറവ് കൊള്ളി പോലെയായി. യേശുവിനെ നടത്തി അവർ പുറത്തു കൊണ്ടുവന്നു. പീലാത്തോസ് വന്നു. അവന്റെ ആ രൂപം കണ്ടിട്ട് അവന്റെ കണ്ണു നിറഞ്ഞു. എന്ത് ചെയ്യാനൊക്കെ അവൻ കൈ കഴുകി. എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല,
ഈ നീതിമാന്റെ രക്തത്തിൽ പങ്കില്ല. ഇസ്രായേൽ പരിഷത്തുകൾ അലറി അവനെ ക്രൂശിക്കൂ. ആരാമിക്ക് ഭാഷയിൽ ആ കൊട്ടാരത്തിന്റെ മുൻപിൽ അവർ അലറി ഈത്തലേ 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 എന്ന് വിളിച്ചു. അവനെ ക്രൂശിക്ക, അവനെ ക്രൂശിക്ക, അവനെ ക്രൂശിക്ക എന്ന് പറഞ്ഞു. ഭാരമുള്ള ഒരു ക്രൂശ് യേശുവിന്റെ മുതുകിൽ വെച്ചു. തലയോടിടമെന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി യേശു ക്രൂശുമായി വീണു. പടയാളികൾ ചാട്ടവാറിനടിച്ചു. പിന്നെയും വലിച്ചെഴുന്നേൽപ്പിച്ചു. ക്രൂശുമായി യേശു പോകുകയാണ്. ചരിത്രകാരന്മാർ പറയുന്നത് 5 പ്രാവശ്യം ക്രൂശുമായി വീണു. വീണ്ടും പിടിച്ചെഴുന്നേൽപ്പിച്ചു. യേശുവിനെ നടത്തി ഗോൽഗോഥായിലേക്ക് കൊണ്ടുപോയി. ദൂരെ നിന്ന് നോക്കിയാൽ ഒരു മനുഷ്യന്റെ തലയോട്ടിയിരിക്കും പോലെ 2 കണ്ണുകളും ഒരു മൂക്കിന്റെ ആകൃതിയുമുള്ള ഒരു വികൃതമായ സ്ഥലം. ഗോൽഗോഥ എന്ന വാക്കിന്റെ അർത്ഥം തലയോടിടമെന്നാണ്. അതിലെ യാത്രക്കാർ പോകുമായിരുന്നു. അപ്പോൾ അക്കാലത്തെ ക്രൂശീകരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര പണച്ചെലവാണ്. ഒരാളെ ക്രൂശിക്കാൻ പോകുമ്പോൾ അവന്റെ ആ അവസ്ഥ അനുസരിച്ച് ഇത്ര സൈനികർ, ഇത്ര കുതിരകൾ, ഇത്ര സൈനാധിപന്മാർ, ഇത്ര പടയാളികളൊക്കെ വേണം. അപ്പോൾ ഈ ക്രൂശീകരണം ഒന്നിച്ചാ നടക്കുന്നത്. കർത്താവായ യേശുവിനെ അന്ന് പിടിച്ച് ക്രൂശിച്ചതാ. പക്ഷേ 2 കള്ളന്മാർ, രാജ്യദ്രോഹികൾ നേരത്തെ കിടപ്പുണ്ട്. അപ്പോൾ അവരെ കൂടെ പുറത്തു കൊണ്ടുവന്നു. അവർ റോമന്റെ ശിക്ഷ യഹൂദന്റെ ശിക്ഷ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ശരീരത്തിൽ മുറിവൊന്നുമില്ല. അവരുടെ ക്രൂശ് എന്ന് പറഞ്ഞാൽ തോളിൽ ഒറ്റത്തടി വെച്ച് കെട്ടു. അവിടെ കൊണ്ടുവന്ന ശേഷം ക്രൂശാക്കിയിട്ടാണ് തറയ്ക്കുന്നത്. നമ്മുടെ യേശുവിന്റെ ക്രൂശ് അതല്ലായിരുന്നു. ഭാരമുള്ള ക്രൂശുമായി യേശു ഗോൽഗോഥായിലേക്ക് പോയി. ശരീരം മുഴുവൻ മുറിവായി, രക്തം, നാവ് വരണ്ടുണങ്ങി. അയ്യോ, കുഷ്ഠരോഗിയെ തൊട്ട കരമല്ലേ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കരമല്ലേ, കരുണയും നീതിയും നിറഞ്ഞവനല്ലേ, ആരാണ് അവനെ തകർത്തത്? യെശയ്യാ പറയുന്നു, നമ്മുടെ അകൃത്യ നിമിത്തം അവൻ തകർന്നുപോയി, നമ്മുടെ പാപത്തിന്റെ ശിക്ഷ പിതാവ് അവന്റെ മേൽ ചുമത്തി. യേശുവിനെ ഗോൽഗോഥായിലേക്ക് കൊണ്ടുപോയി. 2 പേർ ആരും സഹായത്തിന്. ഒരു കുറേനക്കാരൻ, യഹൂദജാതിക്ക് ഏറ്റവും തരം താണവനാണ് കുറേനക്കാരൻ. അവൻ വയലിൽ നിന്ന് വരികയാണ്. പടയാളികൾ രാവിലത്തെ ജോലി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വയലിൽ നിന്ന് പോകുമ്പോൾ പടയാളികൾ അവനെ പിടിച്ചു. ഈ ക്രൂശ് ചുമക്കാൻ പറഞ്ഞു. ആദ്യം സമ്മതിച്ചില്ലെങ്കിലും അവൻ രക്ഷ. ഒരു ഭാഗത്ത് ക്രൂശിന്റെ ഒരു ഭാഗത്ത്, ഒരു കൈ ഭാഗത്ത് ആ യേശുവും മറുഭാഗത്ത് അവനും ചേർന്ന് ഈ ക്രൂശ് വലിച്ചുകൊണ്ടുപോയി. ഗോൽഗോഥ എന്ന ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ ക്രൂശിട്ട ശേഷം പടയാളികൾ യേശുവിനെ ക്രൂശിലേക്ക് പൊക്കിയിട്ടു. അതിനുശേഷം യേശുവിന്റെ കൈകൾ, ഒരു കൈയിൽ ആണി അടിച്ചു. ചരിത്രകാരന്മാർ പറയുന്നു, നമ്മൾ കാണുന്ന ചിത്രങ്ങളിൽ യേശുവിന്റെ കൈപ്പത്തിയിലാണ് അണി അടിച്ചത്. തെറ്റാണ്. കാര്യം ഈ തൂക്കം കൊണ്ട് യേശുവിന്റെ കൈ കീറി ഡെഡ് ബോഡി താഴെ വീഴും. അതുകൊണ്ട് പടയാളികൾ ഇവിടെയാണ് അടിച്ചത്. യേശുവിന്റെ കൈ അങ്ങോട്ട് പിടിച്ചു കൊടുത്തു. മാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് കൈകൾ വിറച്ചു. പടയാളികൾ ആണികൾ അങ്ങോട്ട് തറയിലിട്ട് ഉരച്ചു. നല്ല നീളമുള്ള ആണി, ഏറെക്കുറെ 8 ഇഞ്ച് നീളം വരുന്ന ആണി, സമചതുരമായ കൊടയുള്ള ആണിയാണ് അത്. യേശു തറയിലിട്ട് ഉരച്ച് യേശുവിന്റെ കരങ്ങൾ ഇവിടേക്ക് വെച്ചു, ആണിയടിച്ചു. യേശു വേദന കൊണ്ട് ചുരുണ്ടലറുകയോ. മറുഭാഗത്തെ കൈകൾ മാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തുന്നില്ല. പടയാളി ഒരു കയറിട്ടു. മലന്ന് കിടക്കുന്ന ക്രൂശിൽ ചവിട്ടിപ്പിടിച്ച് യേശുവിന്റെ കൈയെ വലിച്ചു. കൈയുടെ ഭാഗത്ത് നിന്ന് കൈ തെന്നി ആ മാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോയി. അപ്പോൾ കൈ നിന്നിങ്ങനെ ആടുകയാണ്. കൈ താഴുന്നില്ല. പടയാളി ചവിട്ടി കൊടുത്തു. അടുത്ത പടയാളി ആണി അടിച്ചു. 2 കൈകളിലും ആണികളേച്ചു. 2 കാലുകൾ ചേർത്ത് വെച്ച് ആണി അടിച്ചു. ഏലേലം പാടി അവനെ ക്രൂശിൽ കയറ്റി. കണ്ടവരെല്ലാം ആക്ഷേപിച്ചു. സംഭവം യാദൃശ്യമല്ല. ഒന്നൊന്നായി ചുരുളുകൾ അഴിയുകയാണ്. മശിഹായുടെ അവസാന നിമിഷമായി, പ്രാണനെ വിടുന്ന നേരമായി, അവന്റെ രക്തം മാനവരാശിക്ക് കൊടുത്തു. അവന്റെ ശരീരം പടയാളികൾക്ക് കൊടുത്തു. അവന്റെ അമ്മയെ യോഹന്നാന്റെ കയ്യിൽ കൊടുത്തു. അവന്റെ ശരീരം അരമത്യക്കാരനായ ജോസഫിന് കൊടുത്തു. അവന്റെ ആത്മാവിനെ പിതാവിന്റെ കയ്യിൽ കൊടുത്തു. ആകാശത്തിനും ഭൂമിക്കും മധ്യേ അവൻ തൂക്കപ്പെട്ടു. അവസാനം അവൻ അലറി വിളിച്ചു, പിതാവേ, സകലതും നിവർത്തിയായി. എന്താണ് അവിടെ നിവർത്തിയായത്? ഒന്ന്, വാഗ്ദത്തം നിവർത്തിയായി. ആദാം തുടങ്ങി യോഹന്നാൻ വരെ കാലഘട്ടത്തിൽ ജീവിച്ച നീതിമാന്മാരോട് പറഞ്ഞ് വാഗ്ദത്തം നിവർത്തിയായി. 2, പ്രവാചകന്മാരുടെ പ്രവചനം നിവർത്തിയായി. 3, ന്യായപ്രമാണം നിവർത്തിയായി. 4, നിഴലുകളെല്ലാം പൊരുളുകളായി തീർന്നു. യേശു പ്രാണനെ വിടുന്ന അവസാന നിമിഷം. ഇവൻ ആരാണ്? ലോകത്തിന്റെ പാപം ചുമന്നഴിക്കുവാൻ
ചെയ്യുവാൻ മനുഷ്യാവതാരം എടുത്തു വന്ന മശിഹായാണ്. രക്ഷകന്റെ ക്രൂശിനെ നോക്കുവേ, അവസാന നിമിഷത്തിൽ യേശു പ്രാണനെ വിടുകയാണ്. രണ്ട് കള്ളന്മാരിടത്തും വലത്തും കിടന്നു. രണ്ടുപേരും യേശുവിനെ ദുഷിച്ചു. ക്ഷണത്തിൽ ഒരുവൻ മനം തിരിഞ്ഞു. അവൻ പറഞ്ഞു, കർത്താവേ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ. അതാണ് മാനസാന്തരം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒന്ന്, നാം തെറ്റുകാരാണെന്നുള്ള അറിവ്. രണ്ട്, ഇവനോ അരുതാത്ത തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നുള്ള അറിവ്. മൂന്നാമത്തെ അറിവ്, കർത്താവേ, ഈ റോമൻ പടയാളികൾ നിന്നെ അടിച്ച്, നിന്റെ താടി രോമം വലിച്ചു മറിച്ച്, നിന്റെ മുഖത്ത് കാർക്കിച്ചു തോപ്പി, നിന്നെ അർത്ഥനഗ്നനാക്കി ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂക്കിയാലും നീ ഒരു രാജാവാണ്. ഭയങ്കര അറിവാണ്. നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ കൂടെ ഒന്നോർക്കണമേ. യേശു പെട്ടെന്ന് സൈഡിലേക്ക് തിരിഞ്ഞു. അവിടെ ഒരു വാക്കുണ്ട്, യേശുവിനെ ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ എണ്ണീന്ന്. യെശയ്യാവ് പറയുകയാണ്, അക്കാലത്ത് ഇങ്ങനെ തെരുവിൽ കൂടെ പോകുന്നവരെല്ലാം നോക്കിയപ്പോൾ ഇവിടെ ഈ ചാർച്ചിന്റെ ഇവിടെ ഒരു 3 ക്രൂശ് കണ്ടില്ലേ? ഇതുപോലെ ആയിരുന്നു അന്നത്തെ ആ ക്രൂശ്. 3 ക്രൂശ് നിൽക്കുകയാണ്. താഴെ കൂടെ പോകുന്നവരൊക്കെ പറഞ്ഞു, തെണ്ടടാ, രാജ്യദ്രോഹികളായ 3 പേര് കിടക്കുന്നു. എന്നാൽ ഇവരുടെ മറ്റുള്ള കുറ്റവാളികളുടെ കഴുത്തിൽ അവരെന്ത് തെറ്റ് ചെയ്തു എന്നുള്ളത് റോമൻ ഗവർണർ ഒരു പല കഷ്ണത്തിൽ എഴുതി തൂക്കും. ഇപ്പൊ യേശുവിന്റെ കാര്യങ്ങൾ അങ്ങനെ എഴുതിയില്ല. പീലാത്തോസ് എന്ത് ചെയ്യുന്നറിയാമോ? എബ്രായ, റോമ, യവന ഭാഷയിൽ മേളിൽ എഴുതി വെച്ചു, ഇവൻ യഹൂദന്മാരുടെ രാജാവ് തന്നെ. എബ്രായ ഭാഷ അവന്റെ പാരമ്പര്യത്തെയും യവന ഭാഷ അവൻ ജീവിച്ച കാലഘട്ടത്തിന്റെ സംസ്കാരത്തെയും, യഹൂദ ഭാഷ, റോമൻ ഭാഷ അവനെ ക്രൂശിച്ച റോമൻ ഗവർണറെയും കാണിക്കുന്നു. പാരമ്പര്യം വിളിച്ചു പറഞ്ഞു അവൻ യഹൂദന്റെ രാജാവാണ്. ജീവിച്ച കാലഘട്ടത്തിന്റെ സംസ്കാരം വിളിച്ചു പറഞ്ഞു ഇവൻ യഹൂദന്റെ രാജാവാണ്. അവനെ ക്രൂശിക്കാൻ കൽപ്പിച്ച കൈസർ പറഞ്ഞു ഇവൻ ഒറിജിനൽ യഹൂദന്റെ രാജാവ് തന്നെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ ക്രൂശിൽ പരമയാഗമായി തീർന്നു. തനിക്ക് മുന്നോടിയായി വന്ന യോഹന്നാൻ എന്തു പറഞ്ഞു? ലോകത്തിന്റെ പാപം ചുമന്നഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അവസാന നിമിഷം ക്രൂശിൽ 7 വാക്കുകൾ എടുത്ത് ഉച്ചരിക്കുന്നുണ്ട്. ഒന്നൊന്നായവൻ പറഞ്ഞു, ഇവരോട് ക്ഷമിക്കണമേ. ലോകത്തിൽ ആർക്കെങ്കിലും കഴിയുമോ ദൈവമക്കളെ? ലോക ചരിത്രത്തിൽ ആരെ കൊണ്ടെങ്കിലും കഴിയുമോ? 2 കരങ്ങൾ ആണികളേച്ച്, തലയിൽ മുൾക്കിരീടം ധരിച്ച്, താടിരോമങ്ങൾ വലിച്ചു പറിച്ച്, മുഖത്ത് ശത്രുവിന്റെ തുപ്പലേച്ച്, കാലുകൾ ചേർത്ത് ആണിയടിച്ച് അർത്ഥനഗ്നനായി യേശുവിനെ ക്രൂശിൽ തൂക്കി. പടയാളികൾ ചുറ്റും നിന്ന് പരിഹസിച്ചു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞു. ഭൂമി കുലുങ്ങുവാൻ തുടങ്ങി. അന്ധകാരം ഭൂമിയെ പിടിച്ചു. ക്രൂശിച്ചവരെല്ലാം ഓടി വിറച്ചു. അവസാന നിമിഷമായി യേശു പിതാവിന്റെ മുഖത്ത് നോക്കി. 22-ാം സങ്കീർത്തനത്തിൽ, അല്ലെങ്കിൽ മശിഹാ ജനിക്കുന്നതിന് 950 വർഷങ്ങൾക്കപ്പുറം മശിഹായുടെ തലമുറയിൽ 27 തലമുറയ്ക്കപ്പുറം ജീവിച്ച ദാവീദ് ഇങ്ങനെ എഴുതി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? 22-ാം സങ്കീർത്തനം പ്രാരംഭ വരി. 950 വർഷത്തിന് മുമ്പുള്ളതാണ്. മശിഹാ ക്രൂശിൽ കിടക്കുകയാണ്. പ്രാണൻ വിടേണ്ട സമയമായി. എല്ലാം നിവർത്തിയായി. വാഗ്ദത്തം നിവർത്തിയായി. പ്രവചനം നിവർത്തിയായി. നിഴലുകൾ പൊരുകളായി മോശ സീനായിൽ കൊടുത്ത് ന്യായപ്രമാണം നിവർത്തിയായി. ന്യായപ്രമാണം നീക്കാനല്ല, അത് നിവർത്തിപ്പാനാണ് ഞാൻ വന്നെന്ന് യേശു പറഞ്ഞു. അവസാന നിമിഷമായി ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങി, പിതാവേ, നീ എന്നെ കൈവിട്ടത് എന്തേന്നല്ലേ? 22-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്കുണ്ട്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തൊന്ന് വായിച്ചാൽ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മശിഹാ ജനിക്കുന്നതിന് 950 വർഷം മുമ്പ് എഴുതിയതാണ് ഈ സങ്കീർത്തനം. ആ സങ്കീർത്തനത്തിൽ പറയുന്നു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? നമ്മുടെ യേശു ആരാണ്? അവൻ ലോകത്തിന്റെ പാപം ചുമന്നഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. കഴിഞ്ഞ രാത്രി ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇത് ക്രൈസ്തവരുടെ ദൈവമെന്നല്ല ദൈവമക്കളെ. ഇവൻ ലോകത്തിന്റെ രക്ഷിതാവാണ്. ഇവൻ പാപികളുടെ രക്ഷിതാവാണ്. പാപപരിഹാരത്തിന് ചീന്തപ്പെട്ടവനാണ്. ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങുമ്പോൾ അവസാനം പരിശുദ്ധ പിതാവിന്റെ തേജസ്സുള്ള സിംഹാസനം നോക്കി ആരാമിക്ക് വാക്കിൽ അവനിങ്ങനെ അലോറി, ഇയലോഗി ഇയലോഗി ലമ്മ സബതനി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ട് കളഞ്ഞതെന്ത്? ക്ഷണത്തിൽ തോളിലേക്ക് തലചായിച്ചു. യേശു പ്രാണനെ വിട്ടു. നമ്മുടെ യേശു ആരാണ്? യേശു ആരാണ്? ലോകത്തിന്റെ രക്ഷിതാവാണ്. യേശു ആരാണ്?
അവൻ പാപികളുടെ രക്ഷിതാവാണ്. യേശു ആരാണ്? മാനകുലത്തിന് വേണ്ടി അറുക്കപ്പെട്ടവനാണ്. ഇന്ന് രാത്രി അവന്റെ കാൽവരുടെ ആഴം ഒരു നിമിഷം നമുക്ക് ധ്യാനിക്കാം. എന്തോ ഒരു വേദന മനുഷ്യ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തവണ്ണം. ഞാനൊരിക്കലൊരു ഒരാഴ്ചത്തെ വാസപ്രാർത്ഥനയ്ക്കിടയിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ പകൽ പ്രാർത്ഥന നടക്കുമ്പോൾ യേശുവിന്റെ ഈ വേദനയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ചു പ്രായമുള്ള ഒരു അമ്മയാണ്. അമ്മ ശ്രദ്ധിച്ച് ഇത്ര കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് അല്പം ബുദ്ധിമുട്ട് തോന്നി. പ്രാർത്ഥനയ്ക്കിടയിൽ എഴുന്നേറ്റ് പോയി. പാവപ്പാടെ മാനസിക സംഘർഷമായി പോയി. മീറ്റിംഗ് കഴിഞ്ഞ് പോയ ശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഫസ്റ്റപ്പച്ച പബ്ലിക്കിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് പറയരുതേ. ആ രൂപം മനസ്സിൽ പതിഞ്ഞു. എന്റെ ഹൃദയം തകർന്നുപോയി. അധർമ്മിയും പാപിയും ദോഷിയുമായ എന്നെ നിങ്ങളെ വീണ്ടെടുക്കുവാൻ സ്വർഗത്തിലെ ദൂതന്മാരുടെ ആരാധന പത്രമായ മശിഹായെ താണ ലോകത്തിൽ അയച്ച് നമ്മുടെ അകൃത്യം അവന്റെ മേൽ ചുമത്തി അവൻ മുൾക്കിരീടം ധരിച്ച് ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂക്കുവാൻ പിതാവിന് എന്നോടും നിങ്ങളോടും പ്രസാദം തോന്നിയെങ്കിൽ ആ സ്നേഹം എത്ര വലുതാണ്. ആ സ്നേഹത്തിന്റെ ആഴം ഗ്രഹിച്ചവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ദൈവമക്കളെ, ഇത് മനുഷ്യ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിൽ അത്ഭുതമാണ്. അത്രമാത്രം ഭയങ്കരമാണ് യേശുവിന്റെ കഷ്ടം. അതിനോടൊന്നും നമുക്ക് സാമ്യപ്പെടുത്തി ലോകത്തിൽ ആരുടെയും കഷ്ടം പറയാനില്ലത്. ലോകത്തിൽ ഒരുപാട് രാജ്യസ്നേഹികൾ കഷ്ടം അനുഭവിച്ചിട്ടുണ്ട്. ലോകത്തിൽ ഒരുപാട് രാജ്യസ്നേഹികൾ ദുരിതം അനുഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ പേപ്പർ കണ്ടില്ലേ? ഒരു സ്ത്രീയുടെ ചരിത്രം. വർഷങ്ങളായി കഠിനമായ നിരാഹാരത്തിലിരുന്ന് അടുത്ത ദിവസമാണ് അവർ പുറത്തു വന്നത്. എത്രയോ വർഷങ്ങളായി എന്നറിയാമോ? മൂക്കിൽ കൂടെ ചൂവിട്ട് വെള്ള പാലോ വല്ല ഗുഡ് ഡേ ബിസ്ക്കറ്റും ഒക്കെ പൊടിച്ചു കൊടുത്ത് നിരാഹാരത്തിൽ വർഷങ്ങൾ ഇരുന്നു. ഇനി അടുത്ത ഇലക്ഷന് നിൽക്കാൻ പോകണമെന്ന് പറയുന്നത് കേട്ട് പേപ്പർ വായിച്ചില്ലേ? എന്നാൽ ലോകത്തിൽ ഒരുപാട് പേരുടെ കഷ്ടങ്ങളുണ്ട്. പക്ഷെ മശിഹായുടെ കഷ്ടം അതല്ല. ഒരു വിധത്തിലും ബന്ധമില്ല. അവൻ പാപം ചെയ്തിട്ടില്ല. അവന്റെ വായിൽ അധർമ്മം ഉണ്ടായിരുന്നില്ല. എങ്കിലും അവൻ ശിക്ഷിക്കപ്പെട്ടു. ബൈബിളിലെ ഒരു വലിയ വാക്കുണ്ട്, അവൻ ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ എണ്ണപ്പെട്ടു. എനിക്കൊരു സ്നേഹിതനുണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് അങ്ങ് അമേരിക്കയിൽ പോയി. ഒരു രാത്രിയിൽ അദ്ദേഹം ഞങ്ങൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ എന്നോട് ഈ വാക്ക് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, ചയാ, യേശുവിനെ ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ എണ്ണി എന്നേ ഉള്ളൂ. ഞാൻ അന്നേരമാണ് അത് ചിന്തിച്ചത്. ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ എണ്ണി. പക്ഷെ യേശു ദുഷ്പ്രവർത്തിക്കാരനായിരുന്നില്ല. ലോകം നമ്മളെ ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ എണ്ണട്ടെ, പക്ഷെ നമ്മൾ ദുഷ്പ്രവർത്തിക്കാരാകരുത്. ഞാൻ അമ്പരന്ന് പോയി. രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ അങ്ങനെ എന്നോട് പറയാണ്. അങ്ങനെയാ വാക്യം. ഞാൻ അപ്പോഴാണ് അത് ചിന്തിച്ചത്. ലോകം നമ്മെ ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ എണ്ണിക്കോട്ടെ, പക്ഷെ നമ്മൾ ദുഷ്പ്രവർത്തിക്കാരാകരുത്. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടെ പറഞ്ഞു. അപ്പൊ വീണ്ടും അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം യേശു ദുഷ്പ്രവർത്തിക്കാരനല്ല എന്ന് ബോധ്യപ്പെടുത്തി. രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, യേശു ദുഷ്പ്രവർത്തിക്കാരനായിരുന്നെങ്കിൽ യേശു ക്രൂശിൽ കിടക്കുമ്പോൾ തന്നെ ദുഷിച്ചവരെ യേശു തിരിഞ്ഞു നിന്ന് ദുഷിക്കുമായിരുന്നു. നമ്മൾ വിടുമോ? യേശു ഉറച്ച വാക്ക് പോലും പറഞ്ഞില്ല. എന്തെല്ലാം ക്രൂശിൽ കിടന്ന് പറഞ്ഞെന്നറിയാം. ലാസ്റ്റിൽ മരിക്കാൻ സമയമായപ്പോൾ എന്നെ കൂടെ ഓർക്കാമോ കർത്താവേ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കാമോ? ശരീരം മുഴുവൻ രക്തം വാർന്ന് വിറകല്ലി പോലെയായി മരണത്താഴ്വരയിൽ കൂടെ പോകുമ്പോൾ യേശു പതുക്കെ തല ചായിച്ചു. നമ്മളെ കൊണ്ട് ഒക്കുമോ ദൈവമക്കളെ? യേശു ദുഷ്പ്രവർത്തിക്കാരനായിരുന്നില്ല. ആയിരുന്നെങ്കിൽ യേശു അവരെ തിരിച്ചു ദൂഷിച്ചേനെ. രണ്ട്, യേശു ദുഷ്പ്രവർത്തിക്കാരനല്ല. ആയിരുന്നെങ്കിൽ എന്നെ കൂടെ ഓർക്കണമേ എന്ന് പറയുമ്പോൾ ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കുമെന്ന് പറയത്തില്ലായിരുന്നു. അദ്ദേഹമാണ് എനിക്ക് പറഞ്ഞു. ഞാൻ ഒത്തിരി അത് പിന്നെ ചിന്തിച്ചു. നമ്മൾ പലപ്പോഴും നീതിമാന്മാരുടെ ഗണത്തിൽ പറയാറുണ്ട് പ്രവൃത്തി കൊണ്ട് ദുഷ്പ്രവർത്തിക്കാരാണ്. പക്ഷെ യേശു ദുഷ്പ്രവർത്തിക്കാരനല്ല. ആയിരുന്നെങ്കിൽ യേശു തിരിച്ചു ദൂഷിച്ചേനെ. യേശു ദുഷ്പ്രവർത്തിക്കാരനല്ല. ആയിരുന്നെങ്കിൽ എന്നെ കൂടെ ഓർക്കണമേ എന്ന് പറയുമ്പോൾ യെസ്, നിന്നെ ഞാൻ ഓർത്ത് നീ എന്നോടുകൂടെ ആയിരിക്കുമെന്ന് പറയുകയില്ല. ഓർത്തുകൊള്ളണം ദൈവമക്കളെ, ലോകം ചിലപ്പോൾ നമ്മളെ ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ എണ്ണിയെന്ന് വരും. പക്ഷേ യജമാനന്റെ മുമ്പിൽ നമ്മൾ ഒരിക്കലും ദുഷ്പ്രവർത്തിക്കാരാകാതിരുന്നാൽ മതി. വളരെ സത്യമാണ്. ആ സ്നേഹിതൻ വളരെ ചെറിയ ആളാണെങ്കിൽ പോലും ആ പറഞ്ഞ വാക്ക് എന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ എഴുതി. ഞാൻ പിന്നെയും ചോദിച്ചുകൊണ്ടിരുന്നു, എന്താണ് യേശു ദുഷ്പ്രവർത്തിക്കാരനായിരുന്നെങ്കിൽ യേശു അവരെ തിരിച്ചു ദുഷിക്കുമായിരുന്നു. യേശു ദുഷ്പ്രവർത്തിക്കാരനായിരുന്നെങ്കിൽ എന്നെ കൂടെ ഓർക്കണമേ എന്ന് പറയുമ്പോൾ യേശു മുഖം മറച്ചേനെ. യേശു മുഖം മറച്ചില്ല. 22-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു, നീ അരിഷ്ടന്റെ അരിഷ്ടത നിരസിച്ചില്ലല്ലോ, അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കിയത്രേ ചെയ്തത്. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ആരാണ്?
യേശു രക്ഷിതാവാണ്. കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞില്ലേ, പൊതുവേ നമുക്കിടയിൽ ഒരു ഭയങ്കര അറിവാണ്, യേശു ക്രിസ്ത്യാനികളുടെ ദൈവമാണ്. യേശു എങ്ങാണ്ട് യൂറോപ്പിൽ നിന്ന് ഹെലികോപ്റ്ററെ വന്നതാണ്. മണ്ടത്തരം. യേശു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, യേശു ലോകത്തിന്റെ രക്ഷിതാവാണെന്ന്. യേശു ഏഷ്യാക്കാരനാണെന്ന്. പലരും ഇതിന്റെ ആഴം അറിയുന്നില്ല ദൈവമക്കളെ. യേശു ക്രിസ്ത്യാനികളുടെ ദൈവം എന്നുള്ളതല്ല പ്രാധാന്യം, യേശു ലോകത്തിന്റെ രക്ഷിതാവാണ്. ഈ 3 രാത്രിയിലെ മീറ്റിംഗിന് എനിക്ക് നിങ്ങളോട് ഈ ഒറ്റ വാക്കേ പറയാനുള്ളൂ, യേശു ലോകത്തിന്റെ രക്ഷിതാവാണ്. അനുദപിക്കുന്ന പാപി ആരുമാകട്ടെ, ഹൈന്ദവനോ ഇസ്ലാമികനോ ആര്യനോ ദ്രാവിഡനോ ധനവാനോ ദരിദ്രനോ സമ്പന്നൽ സമർത്ഥമായ അമേരിക്കയിൽ ജീവിക്കുന്നവനോ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന ആഫ്രിക്കക്കാരനോ ആകട്ടെ, യേശു ലോകത്തിന്റെ രക്ഷിതാവാണ്. അവനിൽ നോക്കി വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ട്. പലപ്പോഴും ക്രൈസ്തവർ പലരും ഇത് അറിയുന്നില്ല. മാത്രമല്ല, ക്രൈസ്തവർ ഇത് ശക്തമായി മറ്റുള്ളവരോട് പറയുന്നില്ല. അതുകൊണ്ടാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. എനിക്കൊന്നേ പറയാനുള്ളൂ, യേശു ലോകത്തിന്റെ രക്ഷിതാവാണ്. നീ ആരും ആയിക്കൊള്ളട്ടെ, കർത്താവേ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞാൽ കർത്താവിന് കരുണ തോന്നും. അപ്പൊ നമുക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഇതെന്തോ ഒരു പ്രത്യേക ഗ്രൂപ്പിന്റേതാണ്. മണ്ടത്തരമാണ്. ദൈവത്തിനെല്ലാം ഒരുപോലല്ലേ. വാച്ച്മാനിയുടെ കാര്യം നിങ്ങൾ കേട്ടിട്ടില്ലേ? വാച്ച്മാനി, ലോകപ്രശസ്തനായ വാച്ച്മാനി രോഗിയായി കിടന്നു 120 ദിവസം. അപ്പൊ അദ്ദേഹം വലിയ പ്രാസംഗികനാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒരു സൈഡ് തളർന്ന് 120 ദിവസമായിട്ട് കിടപ്പാണ്. വലിയ പ്രാസംഗിക, വലിയ അത്ഭുത വരപ്രാപ്തർ വന്ന് പ്രാർത്ഥിച്ചു വാച്ച്മാനിക്ക് അനക്കമില്ല. പ്രഗത്ഭരായ ഡോക്ടർമാർ വന്ന് ചികിത്സിച്ചു. വാച്ച്മാനിക്ക് ഒരു വ്യത്യാസമില്ല. ഇയാള് പിന്നെയും രോഗം കൂടി ചാകാറായി കിടക്കുക. അപ്പൊ പുള്ളിക്കൊരു സഹായിയുണ്ട്, ഒരു നീഗ്രോ, വിദ്യാഭ്യാസമൊന്നുമില്ല, എവിടെന്തോ അവനെ കിട്ടിയതാണ്. അവൻ വീട്ടു ജോലി ചെയ്ത് പൂച്ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചിങ്ങനെ ജീവിച്ച് വണ്ടിയൊക്കെ കഴുകുന്ന ജോലിയാണ്. ഇവനോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു. ഏതായാലും ഇവൻ രക്ഷിക്കപ്പെട്ടു. ഇവനെ ഒരു ബുദ്ധികെട്ട മനുഷ്യനായതുകൊണ്ട് ഇവൻ എന്തെങ്കിലുമൊക്കെ നാശം ഒപ്പിക്കും. വാച്ച്മാനി അവനെ ഓടിച്ചു വിട്ടു. കുറെ നാളുകൾ കഴിഞ്ഞു. ഒരു ദിവസം അവൻ ലണ്ടൻ പട്ടണത്തിൽ വന്നു. റെയിൽവേ സ്റ്റേഷൻ നിൽക്കുമ്പോ ആരോ പറഞ്ഞു, നീ അറിഞ്ഞോ നിന്റെ സാറ് രോഗിയാണെന്നോ? നിന്റെ സാറ് രോഗിയാ, നീ അറിഞ്ഞോടാന്ന് ചോദിച്ചു. എന്ത് രോഗം? നീ അറിഞ്ഞില്ലേ, എത്രയോ നാളുകളായി അദ്ദേഹം കിടപ്പിലാണെന്നോ. പെട്ടെന്ന് അവനൊരു കുതിരവണ്ടി പിടിച്ച് വാച്ച്മാനിയുടെ വീട്ടിൽ ചെന്നു. വാച്ച്മാനി ദൂരത്തുനിന്ന് കണ്ടപ്പോഴേ പറഞ്ഞു, തേണ്ടടാ തലവേദന വരുന്നു, എന്തെങ്കിലും ഇവനെ ഒപ്പിച്ചു വെക്കും. വന്ന് കേറി ഉടനെ അവിടെ ഇരുന്നൊരു പൊട്ട വാച്ച് എടുത്തും കൊടുത്തു. ഈ വാച്ച് നീ എടുത്തു, പെട്ടെന്ന് പോകണം. അപ്പോ പറഞ്ഞു, സാറേ ഞാൻ പൊയ്ക്കൊള്ളാം, സാറിനെ എങ്ങനെ ഇരിക്കുന്നു? എനിക്ക് വയ്യ, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അടുത്തത്, സാറേ ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. അപ്പൊ വാച്ച്മാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചോ, ആമീൻ പറയുന്നോണ്ട പൊക്കോണം. ശരി. താൻ മുട്ടുകുത്തി കട്ടിലിന്റെ അടുക്കലിരുന്ന് സ്വർഗത്തിലേ നോക്കി, സ്വർഗത്തിലെ യേശുവിനോട് പ്രാർത്ഥിച്ചു, യേശുവേ ഇതെന്റെ യജമാനനാണ്, എനിക്ക് ഭക്ഷണവും വസ്ത്രവും എല്ലാം ഈ യജമാനനാണ് വാങ്ങിത്തന്നത്. യേശുവിന്റെ അടുക്കലേക്ക് എന്നെ നടത്തിയത് യജമാനനാണ്. അദ്ദേഹം രോഗിയായി പോയേ, എന്നോട് കരുണയുണ്ടെങ്കിൽ എന്റെ യജമാനനെ എഴുന്നേൽപ്പിക്കണമേ. പറഞ്ഞു തീരുന്നതിന് മുമ്പ് വാച്ച്മാനി ചാടി എഴുന്നേറ്റു. തക്കെന്ന് ചാടി എഴുന്നേറ്റു. 120 ദിവസമായി പാടെ കിടന്ന വാച്ച്മാനി ചാടി എഴുന്നേറ്റു. പ്രൈസ് ലോർഡ്. പെട്ടെന്ന് തോളത്ത് കൊട്ടി ഒരു ചായയും കൊടുത്തേച്ച് നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. പോയി. അദ്ദേഹത്തിന്റെ മനസ്സ് വിറയ്ക്കാൻ തുടങ്ങി. എന്താണ് സംഭവം? എത്ര അത്ഭുത വരപ്രാപ്തന്മാർ വന്നു പ്രാർത്ഥിച്ചു, എത്ര ഡോക്ടർമാർ എന്നെ ചികിത്സിച്ചു, എനിക്ക് സുഖം കിട്ടിയില്ല. ഈ സെമിനാരി പഠിത്തമില്ലാത്ത സാംസ്കാരിക ശൂന്യനായ ആഫ്രിക്കക്കാരനായ നീഗ്രോ ഇവൻ പ്രാർത്ഥിച്ചു, സൗഖ്യം കിട്ടിയോ? എന്താണ് ഇതിന്റെ രഹസ്യം? അദ്ദേഹത്തിന്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വന്നു. അദ്ദേഹം മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, നിന്റെ കൈകൾ നീട്ടുവീൻ. എല്ലാ വിരലും ഒരുപോലെ ാണോ? അല്ല, അതിൽ ചെറിയതും വലിയതുമായ വിരലുകളില്ലേ? അതുപോലെ അവൻ എന്റെ കയ്യിലെ ഒരു വിരലാണ്. നിന്നെ വിലയ്ക്ക് വാങ്ങിയതും അവനെ വിലയ്ക്ക് വാങ്ങിയതും എന്റെ രക്തം കൊടുത്താണ്. ഇതിനുപരി അവൻ പറഞ്ഞ വാക്ക് നീ കേട്ടോ, എനിക്ക് അവനോട് കരുണയുണ്ടെങ്കിൽ അതിന്റെ അടയാളം നിന്നെ സൗഖ്യമാക്കണമെന്നാണ്. ഇപ്പോൾ നിന്നെ ഞാൻ എഴുന്നേൽപ്പിച്ചില്ലെങ്കിൽ ആ സാധുവായവൻ ചിന്തിക്കും ഞാൻ കരുണയില്ലാത്തവനാണെന്ന്. ക്ഷണത്തിൽ എഴുന്നേച്ചു. പ്രിയ ദൈവ പൈതലേ, ഓർത്തുകൊള്ളണമേ, ദൈവത്തിന്റെ കാര്യങ്ങൾ അത്ഭുതമാണ്. അപ്പോൾ അതിൽ യഹൂദനെന്നോ യവനെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ ആര്യനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഇല്ല. നമ്മുടെ യേശു ലോകത്തിന്റെ രക്ഷിതാവാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. നിങ്ങളെല്ലാവരോടും പറയണം. ഞാൻ എന്റെ വിശ്വാസ വീട്ടിൽ വരുന്ന ഏതൊരുത്തനോടും പറയും,
എടാ രക്ഷിതാവ് യേശുവാണ്. ഉമ്മന്നൂർ ഒരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ട്. അദ്ദേഹത്തിന്റെ ചില കുടുംബ പശ്ചാത്തലമൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. എന്നാലും ഭയങ്കര ഏരിയയിലെ കമ്മിറ്റി അംഗമാണ്. അപ്പൊ ഒരു ദിവസം ഞാൻ അവിടെ ചെന്നപ്പോ അദ്ദേഹം ഭയങ്കര കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റൊക്കെ ഇവിടെ പൂട്ടിക്കെട്ടും, സ്വർഗം തുറക്കും, സ്വർഗത്തിൽ പോലുള്ള പണി നോക്കാൻ പോകും. ആദ്യമൊന്നും അങ്ങോട്ട് അംഗീകരിച്ചില്ല. പിന്നെ കുറെ കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ തോളിൽ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ച ആശാനാകെ ആടിപ്പോയി. ലാസ്റ്റിൽ എന്നോട് പറഞ്ഞു, ഞാൻ ആരാധനയ്ക്ക് വരാൻ നോക്കാം പാസ്റ്ററേ എന്ന് പറഞ്ഞു. ആരാധനയ്ക്ക് വന്നില്ല, പൊതുസ്ഥലത്ത് വെച്ച് കണ്ടു. വണ്ടി ഞാൻ നിർത്തി. ഇവിടെ ഞാൻ പറഞ്ഞാ മാന്യത വേണം, കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാ മാന്യത വേണമെന്ന് പറഞ്ഞു. നാണം കെട്ടുപോയി. ഏതായാലും ആശാൻ അടുത്ത ഞായറാഴ്ച സഭായത്തിന് വന്നു. എല്ലാ പരിപാടിയും വിട്ടി. പുള്ളി സ്നാനപ്പെട്ടു. ദൈവമക്കളെ, അദ്ദേഹം വന്ന് മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ്. തന്റെ ഒരു അടുത്ത സ്നേഹിതനുണ്ട്, വിക്രമൻ എന്നാ പേര്. ആള് വിക്രമനാണ്. 2 ആഴ്ച മുമ്പ് വിക്രമം എന്ന് പറയാ, വാസ്തവച്ചോ എനിക്ക് ദൈവത്തിൽ ഇപ്പോ ഒരു വിശ്വാസമുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ ചോദിച്ചു, എന്തിനാ എന്നെ ഇങ്ങനെ തോളത്ത് കൈ തൊട്ട് പ്രാർത്ഥിക്കാമോ? പിത്തംവാദങ്ങിക്ക് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ഉള്ളിൽ ദൈവത്തിങ്കിൽ ഒരു വിശ്വാസമുണ്ട്. ഒരു ജന്മം, ഒരു ജീവിതമേ ഉള്ളൂ. യേശു രക്ഷിതാവാണ്. യേശു രക്ഷിതാവാണ്. ഇന്ന് രാത്രി ഉറക്കെ പ്രഖ്യാപിക്കോ, നമ്മുടെ കർത്താവായ യേശു അവൻ ലോകത്തിന്റെ രക്ഷിതാവാണ്. പരിശുദ്ധ പിതാവ് തന്റെ ഏകജാതനെ അയക്കുമ്പോൾ സകല ഭൂവാസികളും മാനവരാശിയെ നിനക്ക് രക്ഷയുടെ വഴി കർത്താവായ യേശുവാണ്. അവൻ നമ്മുടെ എല്ലാവരുടെ അകൃത്യങ്ങളെ ചുമന്നാണ് ക്രൂശിൽ മരിച്ചത്. പാപം ചുമന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് പോകാം. നമ്മുടെ സമയം അതിവേഗം പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ യേശു ആരാണ്? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ വരുമ്പോൾ യോഹന്നാൻ ശ്ലീഹ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ എഴുതി ചേർത്തു, അവൻ മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാരുടെ അധിപതിയുമാണ്. ഒന്ന് വായിക്കാമോ? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വന്ന വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യ രാജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും യേശു ആര്? അവൻ മരിച്ചവരിൽ ആദ്യജാതനാണ്. ഇനിയുള്ള സമയം നമുക്ക് ചിന്തിക്കാം. നമ്മുടെ യേശു മരിച്ചവരിൽ ആദ്യജാതൻ. നമ്മുടെ കർത്താവായ യേശു ക്രൂശിൽ മരിച്ചു. സ്ലീഹന്മാരെല്ലാം ഓടിപ്പോയി. അപ്പൊ യേശുവിന് ഒരു രഹസ്യ മന്ത്രിയുണ്ട്. ഈ കാലത്ത് നമ്മൾ ഈ രാഷ്ട്രീയത്തിലൊക്കെ പോയാൽ നമ്മൾ അവരെ ഓടിച്ചു കൊടുക്കും. യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരാൾ മന്ത്രിയായിരുന്നു. അരിമത്യക്കാരനായ ജോസഫ്, റോമൻ ഗവർണറുടെ ഒരു മന്ത്രിയാണ്. അദ്ദേഹം ഈ കൺവെൻഷൻ സ്ഥലത്ത് വരാനും പൊതി വിളമ്പാനും വായിടാനും ഒന്നും നിൽക്കത്തില്ല. പത്രോസും യോഹന്നാനും ഒക്കെ ചെയ്യുമ്പോഴും ഇതറിയാതൊരു സീക്രട്ട് ഒരാളുണ്ട്. അരിമത്യക്കാരനായ ജോസഫ് എന്ന തന്റെ രഹസ്യ ശിഷ്യൻ താനൊരു മന്ത്രിയാണ്. റോമൻ ഗവർണറുടെ ഏതോ ഒരു പ്രവിശ്യയിൽപ്പെട്ട ഒരു മന്ത്രിയാണ്. കൂടുതലൊന്നും എഴുതിയിട്ടില്ല. യേശു ക്രൂശിൽ കിടക്കുകയാണ്. അടുത്ത ദിവസം ശബത്ത് ദിവസം. അന്ന് കിടന്നാൽ പിന്നെ ഞായറാഴ്ച ബോഡി ഇറക്കാനൊക്കത്തുള്ളൂ. ബോഡി ചീഞ്ഞ് ദുർഗന്ധം ഭവിക്കുമോ എന്ന് പേടിച്ചുപോയി. അപ്പോൾ ഈ സ്ത്രീകന്മാരെല്ലാം കൂടി, പാവപ്പെട്ട പത്രോസിനൊന്നും അവിടെ നിന്ന് കയറാനൊക്കത്തില്ല. റോമൻ ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് മുഴുവൻ ഭരിക്കുന്ന ആ ഭരണകൂടങ്ങളുടെ വലിയ സിംഹാസനം ഇരിക്കുന്ന സ്ഥലമല്ലേ. പീലാത്തോസാണ് അന്ന്. നമ്മുടെ പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വൈസ്രോയി ഭരണം നടത്തിയ പോലെ പീലാത്തോസാണ് അവിടെ ഭരിക്കുന്നത്. അവിടെ ആരാ കയറി ചെല്ലുന്നത്? അന്ത്രയോസിനും ബിൽബോസിനും അതിന്റെ കോമ്പൗണ്ടിൽ കയറാനൊക്കത്തില്ല. ദൈവം തമ്പുരാന്റെ പദ്ധതി നോക്കിക്കോണേ. സ്ത്രീകന്മാരെല്ലാം ഓടിപ്പോയി. ആ ഇടയൻ വെട്ടേച്ചു, ആടി ചെതറിയോടി. യേശു തന്റെ ദൗത്യം തീർന്നു, തൻ ക്രൂശിൽ മരിച്ചു. സമയങ്ങൾ അധികം കഴിയും മുമ്പ് യെശയ്യാവ് പറഞ്ഞു, അവനെ ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ എണ്ണും, പക്ഷേ അവൻ മരണത്തിൽ സമ്പന്നന്മാരോടുകൂടെയാകും. എന്തൊരു വാക്കാണ്! ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ എണ്ണി. നമ്പർ 1, നമ്പർ 2, നമ്പർ 3 എന്ന് ദുഷ്പ്രവർത്തിക്കാർ, രാജ്യദ്രോഹികൾ എന്ന് എണ്ണിയെങ്കിലും മരണത്തിൽ, അടക്കത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെയാണ്. 2 പേരിഞ്ഞു വന്ന ആരാന്നറിയാമോ? യഹൂദ പ്രമാണിയായ നിക്കോദീമോസ് കുറെ നാളുകൾക്ക് മുൻപ് സന്ധ്യാസമയത്ത് റാന്തലും കത്തിച്ച് കർത്താവിന്റെ അടുക്കൽ പോയി സ്വർഗത്തിൽ പോകാൻ നീ പുതുതായി ജനിക്കണമെന്ന് പറഞ്ഞൊരു സംഭവമില്ലേ? പിന്നെ അങ്ങേരുണ്ട് നിക്കോദീമോസ്, യഹൂദ പ്രമാണി, രഹസ്യ ശിഷ്യൻ, അരിമത്യക്കാരനായ ജോസഫ്. അദ്ദേഹമാണ് ചെന്ന് കൈസറോട് പറഞ്ഞു, പീലാത്തോസിനോട് പറഞ്ഞു, സാറേ ഇദ്ദേഹം യഹൂദനാണ്, ആചാരമനുസരിച്ച് ഡെഡ് ബോഡി അടക്കണം. നാളെ ശബത്ത് ദിവസമാണ്, തുറന്നുള്ള ദിനം ഈ ബോഡി കിടക്കുന്നത് ശരിയല്ല. പീലാത്തോസിന് വലിയ ദയ തോന്നി. പെട്ടെന്ന് താൻ റെക്കോർഡിൽ എഴുതി കൊടുത്തു. ബോഡി താഴെ ഇറക്കി ഇദ്ദേഹത്തിന് കൊടുത്തു. യേശുവിന്റെ അമ്മ മറിയം, പിന്നെ യോഹന്നാൻ, മഗ്ദല മറിയം, എണ്ണപ്പെട്ടവർ മാത്രമേ ഉള്ളൂ. സ്ത്രീകന്മാരെല്ലാം ഓടിപ്പോയി. യൂദാ അതിനു മുൻപേ തൂങ്ങി മരിച്ചു. മറ്റു ശിഷ്യന്മാരെല്ലാം പോയി. യോഹന്നാൻ മാത്രം സമീപം നിൽക്കുന്നു. കർത്താവായ യേശുവിന്റെ ശരീരം താഴെ ഇറക്കി.
അരിമത്യക്കാരനായ ജോസഫ് തന്റെ തോട്ടത്തിൽ വെട്ടിയുണ്ടാക്കിയ സമ്പന്നന്മാരോടുകൂടെയുള്ള രാജാക്കന്മാരുടെ ശവകുടീരം പോലുള്ള ഒരു മനോഹരമായ ശവകുടീരം യേശുവിന് കൊടുത്തു. യേശുവിനെ രഹസ്യമായി കാണാൻ വന്ന നിക്കോദിമോസ് എന്ന യഹൂദൻ ഇക്കാലത്തെ കണക്കനുസരിച്ച് 1,56,000 രൂപ വില വരുന്ന സുഗന്ധ വസ്തുക്കൾ മുക്കിയ ഒരു ശീലയുമായി വന്നു. അവർ യേശുവിന്റെ കാൽപാദം തുടങ്ങി ചുറ്റി, വീണ്ടും തലയിൽ വന്ന ശേഷം ചുറ്റി അരിമത്യക്കാരനായ ജോസഫ് ഔദാര്യമായി കൊടുത്ത ശവകുടീരത്തിൽ വെച്ചു. ഒരു വലിയ കല്ലുരുട്ടി വെച്ചു. അവിടെ റോമൻ 4 സൈഡിലും ആണികൾ തറച്ച് ചങ്ങലകൾ വലിച്ചു. റോമൻ എംപയറിന്റെ സീലടിച്ചു. എന്താണ് കാരണം? റോമൻ കൈസർ അറിയാതെ ഇനി ഇത് പൊട്ടിക്കാൻ പാടില്ല. ആഗോള വ്യാപകമായി മനുഷ്യനെ സ്വാധീനിച്ച ഒരു മഹാന്റെ ശവകുടീരമാണ്. റോമൻ കൈസർ എന്ത് ചെയ്തു? അതിന് മുദ്ര കുത്തി. 3 പേർ അവിടെ കാവല് നിൽക്കുകയാണ്. 3 ഗ്രൂപ്പ്. ഒന്ന് പള്ളി പോലീസുകാർ. ഇവിടെ അക്കാലത്ത് ഈ പള്ളിയിലെ ആളുകളൊക്കെയാണല്ലോ യേശുവിനെ ക്രൂശിച്ചേ. യഹൂദന്മാര്, നമ്മുടെ നാട്ടിൻപുറത്തെ പള്ളി അല്ലെ യഹൂദ പള്ളിയിലെ നാട്ടിലെ ഈ പോലീസുകാർ, അവര് തൂമ്പക്കൈയും കുറുവടിയുമായിട്ടൊക്കെ വന്ന് അരയൊക്കെ അടിച്ച് കിക്കായിട്ട് യേശുവിന്റെ കല്ലറക്കലിരിക്കുകയാണ്. സന്യദ്ര സംഘത്തിലെ അംഗങ്ങളാണ്. നമ്മൾ കണ്ടില്ലേ നാട്ടിലൊക്കെ എന്തു കാര്യത്തിനുമാര് കാണും. അവരിങ്ങനെ തലയെക്കെട്ടൊക്കെ കെട്ടി കുറുവടിയും പിടിച്ച് അവിടെ ഇരിക്കുകയാണ്. രണ്ടാമത് പീലാത്തോസിന്റെ കൽപ്പന പ്രകാരം 2 സൈനികർ, ദാ ഇവിടെ ഒരു നല്ല ചിത്രം ക്രമീകരിച്ചിട്ടുണ്ട് കണ്ടോ. 2 റോമൻ പ്രഗത്ഭരായ 2 സൈനാധിപന്മാരും അവരുടെ കീഴിലുള്ള സൈനികരും നിൽക്കുകയാണ്. ഭയങ്കരന്മാർ, നല്ല കരുത്തുള്ളവന്മാർ, നല്ല കുന്തവും പിടിച്ച് വാളും പിടിച്ച് കാവൽ നിൽക്കുകയാണ്. മൂന്നാമത് അവിടെ ആര് നിൽപ്പുണ്ടെന്നറിയാമോ? ഈ 2 കൂട്ടരും പള്ളിക്കട ഈ ശവക്കോട്ടയുടെ ഇടത്തും വലത്തിരിക്കുക. യേശു എഴുന്നേക്കുന്നുണ്ടോ? പത്രോസ് വന്ന് ബോഡി എടുത്തോണ്ട് പോകുന്നുണ്ടോ? ചങ്ങല ആരേലും പൊട്ടിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിരിക്കുകയാണ്. കർത്താവ് ആ യേശുവിന്റെ ശവശരീരം ഉള്ളിലേക്ക് വെച്ചു. ആ കല്ല് ഉരുട്ടി വെച്ചു, ചെയിനിട്ട് മുറുക്കി സീല് കുത്തി കാവൽ നിൽക്കുകയാണ്. മൂന്നാമത് അവിടെ കാവൽ നിൽക്കുന്നറിയാമോ? സ്വർഗത്തിലെ സൈന്യത്തിന്റെ അധിപതിയായ മിഖായേലും അവന്റെ സൈനിക ഗണങ്ങളും കാവൽ നിൽക്കുകയാണ്. പിശാചി ഡെഡ് ബോഡി എടുക്കാൻ പാടില്ല. അവൻ അതിനെ വശീകരിച്ചെടുത്ത് പുറത്തു കൊണ്ടുവന്നാൽ മോശയുടെ ശരീരത്തെ ചൊല്ലി വാദിച്ചതുപോലെ മശിഹായുടെ ശരീരത്തെ ചൊല്ലി സത്താൻ തന്ത്രം മെനയുമെന്നറിയാം. മിഖായേലും അവന്റെ സൈനാധിപന്മാരും ചുറ്റും നിൽക്കുന്നു. നമ്മുടെ യേശു ഇവിടേക്ക് പോയി. യേശുവിന്റെ ശവശരീരം കല്ലറയിലിരുന്നു. യേശുവോ തൻ ആത്മാവിൽ പാതാളത്തിലേക്ക് പോവുകയാണ്. യേശു പാതാളത്തിലേക്ക് പോയി. ബൈബിളിൽ എഴുതിയിരിക്കുന്നു, അവൻ ആത്മാവിൽ പാതാളത്തിൽ ചെന്ന് പ്രസംഗിച്ചു. യേശു പ്രാണനെ വിടുമ്പോൾ അവന്റെ ആത്മാവ് പാതാളത്തിലേക്ക് പോയി. യാദൃശ്യമല്ല. 530 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനായ സഖരിയാവ് പറഞ്ഞു, നീയോ നിന്റെ നിയമത്തിന്റെ രക്തം ഹേതുവായി ഞാൻ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിട്ടയക്കാം. സഖരിയ പ്രവചനം 9-ാം അധ്യായം 11-ാം വാക്യം വായിച്ചാൽ, നിന്റെ നിയമരക്തം ഹേതുവായി ഞാൻ നിന്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിട്ടയക്കും. പ്രത്യാശയുള്ള ബദ്ധന്മാരെ യേശു പ്രാണനെ വിട്ടു. യേശു നേരെ പാതാളത്തിലേക്ക് പോയി. നമ്മുടെ കർത്താവായ യേശുവിന്റെ ക്രൂശിലെ ഈ രക്തം ചൊരിഞ്ഞല്ലോ. ഗെത്സമന തുടങ്ങി ഇങ്ങനെ ചൊരികയാൽ ഗെത്സമനയിൽ അവന്റെ ഹൃദയം തകർന്നു. പീലാത്തോസിന്റെ അരമനയിൽ അവന്റെ ശരീരം തകർന്നു. വീണ്ടും അവൻ കാൽവറി ക്രൂശിൽ മരിച്ചവന്റെ രക്തം ഒഴുകി. ഈ രക്തം യേശുവിന്റെ ക്രൂശിലെ രക്തം 4 ദിശകളിലേക്ക് ഒഴുകി മാറുകയാണ്. യേശു ക്രൂശിൽ മരിക്കുമ്പോൾ ഈ മശിഹായുടെ രക്തം 4 ദിശകളിലേക്ക് ഒഴുകി. ഒന്നാമത് ഒഴുകിയത് എവിടേക്കെന്നറിയാമോ? കൃപായുഗത്തിലേക്ക്. കഴിഞ്ഞ 1900 വർഷമായി ഗോൽഗോത്തായിൽ നിന്ന് ഒഴുകിയ രക്തം ഈ രാത്രിയിലോ വിശുദ്ധ സഭയിൽ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കേണ്ടതിന് നമ്മുടെ മധ്യേ ഒഴുകിയെത്തിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. രണ്ടാമത് ഈ രക്തം പോയത് എങ്ങോട്ടാണെന്നറിയാമോ? നേരെ പാതാളത്തിലേക്കാണ്. യേശു പ്രാണനെ വിടുമ്പോൾ ഈ രക്തം ഒഴുകിയത് പാതാളത്തിലേക്കാണ്. എന്താ പറഞ്ഞത്? നിന്റെ നിയമരക്തം ഹേതുവായി ഞാൻ പാതാളവാതിൽ തുറന്ന് ബദ്ധന്മാരെ വിട്ടയക്കാം. മൂന്നാമത് ഈ രക്തം ഒഴുകിയത് യഹൂദന്മാർക്ക് നേരെയായിരുന്നു.
AD 60 തുടങ്ങി 1948 വരെ യഹൂദൻ ഭൂമിയിൽ തെരുനായെ പോലെ അലഞ്ഞ് ആ ന്യായവിധിയുടെ രക്തം അവൻ ചുമന്നു. പീലാത്തോസ് ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞപ്പോൾ യഹൂദ പരിശുദ്ധകൾ അലറി, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതിയുടെ മേലും വരട്ടെ. വാക്കിന്റെ നിവർത്തി എന്ന വണ്ണം 60 ലക്ഷത്തിലധികം യഹൂദന്മാരെ ഈ ജർമ്മൻ ഭരണകർത്താവ് കൊന്നുമുടിക്കുമ്പോൾ അവരുടെ നിലവിളി അവന്റെ മേൽ വന്നു. നാലാമത് ഈ രക്തം ഒഴുകിയത് അന്തർമന്ദിരത്തിലേക്കായിരുന്നു. വിശുദ്ധ പൗലോസ് പറഞ്ഞു, ആടുകളുടെയും കാളകളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ അവൻ നിത്യകൂടാരത്തിലേക്ക് പോയി 7 പ്രാവശ്യം സിയോനിൽ ആ രക്തം തളിച്ച് പുതിയ നിയമസഭയ്ക്ക് വീണ്ടെടുപ്പ് കൊടുത്തു. അപ്പോൾ യേശുവിന്റെ രക്തം 4 ഭാഗത്തേക്ക് ഒഴുകി. 1 സഭയിലേക്ക് ഒഴുകി, 2 പാതാളത്തിലേക്ക് ഒഴുകി, 3 യഹൂദന്മാർക്കെതിരെ ഒഴുകി, 4 അന്തർമന്ദിരത്തിലേക്ക് ഒഴുകിപ്പോയി. അങ്ങനെയാണ് സഭയ്ക്ക് വീണ്ടെടുപ്പ് കിട്ടിയത്. അപ്പൊ നമ്മുടെ കർത്താവായ യേശു പ്രാണനെ വിട്ടു. നെക്സ്റ്റ് അടുത്ത ഡ്യൂട്ടി ഏറ്റെടുത്തു. പോയതെങ്ങോട്ടാണെന്നറിയാമോ? നേരെ പാതാളത്തിലേക്കാണ്. പാതാളത്തിലേക്ക് യേശു ചെന്നത് എങ്ങനെയാണെന്നറിയാമോ? മഹത്വത്തിന്റെ രാജാവായിട്ടാണ്. യേശു ജനിക്കുന്നതിന് വർഷങ്ങൾക്കപ്പുറം ഭക്തന്മാർ സങ്കീർത്തന വരികളിൽ എഴുതി, പണ്ടേ ഉള്ള വാതിലുകളെ നിങ്ങൾ ഉണർന്നിരിപ്പി, മഹത്വത്തിന്റെ രാജാവ് വരുന്നു. ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ്? വീരനായ ദൈവം. നമ്മുടെ യേശു പാതാളത്തിലേക്ക് പോയി. പാതാളത്തിൽ ഒരുപാട് വാതിലുകൾ അടഞ്ഞു കിടക്കുകയാണ്. മനസാക്ഷികത്തിലും ന്യായപ്രമാണികത്തിലും ജീവിച്ച അനേക നീതിമാന്മാരുടെ വാതിലുകൾ അടഞ്ഞു കിടക്കുകയാണ്. അവരെല്ലാം യേശുവിനെ ദൂരത്തു നിന്ന് കണ്ടു. യോബ് പറഞ്ഞില്ലേ, ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്, അവൻ ഒരു ദിവസം പൊടിമേൽ വന്നു നിൽക്കും. യേശു പ്രാണനെ വിട്ടു, പാതാളത്തിലേക്ക് പോയി. പണ്ടേയുള്ള വാതിലെല്ലാം ടക് 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 എന്നങ്ങ് തുറക്കുക. യേശുവിന്റെ സാന്നിധ്യം അങ്ങോട്ട് പാതാളത്തിലേക്ക് ചെന്നു. യേശുവിന്റെ സാന്നിധ്യം ഭൂമിയുടെ അധോഭാഗത്ത് പോയി. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവൻ ബദ്ധന്മാരെ പിടിച്ച് ഉയരത്തിൽ കയറി എന്നതിനാൽ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി എന്ന് വരുന്നില്ലയോ? യേശു അധോഭാഗത്തേക്ക് ഇറങ്ങിപ്പോയി. യേശുവിന്റെ സാന്നിധ്യം പാതാളത്തിന്റെ വാതിലുകളെല്ലാം തുറന്നു. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എല്ലാ ഭക്തന്മാരും പുറത്തു വന്നു. അവൻ ബദ്ധന്മാരെ പിടിച്ച് ഉയരത്തിലേക്ക് കയറിപ്പോയി. നമ്മുടെ കർത്താവായ യേശു ആരാണ്? അവൻ ബദ്ധന്മാരെ വിടുവിക്കുന്നവനാണ്. അവൻ ഭൂമിയിലായിരുന്നപ്പോൾ ആര് എന്നുള്ളത് നാം ചിന്തിച്ചു. ഭൂമിയിലായിരുന്നപ്പോൾ അവൻ ദാവീദ് പുത്രനായിരുന്നു. ഭൂമിയിലായിരുന്നപ്പോൾ അവൻ മഹോന്നതനായ ദൈവപുത്രനായിരുന്നു. ഭൂമിയിലായിരുന്നപ്പോൾ കാണാതെ പോയ ആടുകളെ തേടിയ നല്ലിടയനായിരുന്നു. അവൻ ഭൂമിയിലായിരുന്നപ്പോൾ പാപം ചുമന്ന് മാനവരാശിക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. മരണാനന്തരം അവൻ പാതാളത്തിലെത്തിയപ്പോൾ അവൻ മഹത്വത്തിന്റെ രാജാവാണ്. മനസാക്ഷികത്തിലും ന്യായപ്രമാണയുഗത്തിലും ഏറെക്കുറെ 4000 വർഷത്തോളം ഭൂമിയിൽ ജീവിച്ച് പാപപരിഹാരത്തിന് മൃഗങ്ങളുടെയും പക്ഷികളുടെയും രക്തം ചൊരിഞ്ഞ് ഭക്തന്മാരുടെ ആത്മാവിനെ ഉദ്ധരിപ്പാൻ മഹത്വത്തിന്റെ രാജാവായി അവൻ മരണം വിട്ടുയർത്തു വന്നു. 40 രാവ് അവൻ പകലും ഭൂമിയിലുണ്ടായിരുന്നു. ഇന്നത്തെ ചില സത്യക്രിസ്ത്യാനികള് അങ്ങനെ സഭ പഠിപ്പിക്കും, നമ്മൾ മരിച്ചാൽ ഒരു 40 ദിവസം കറങ്ങി നടക്കുന്നല്ലേ. ഇങ്ങനുണ്ട്, 40 ദിവസം കറങ്ങി നടക്കുമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. 40 ദിവസം ഇങ്ങനെ നമ്മൾ ചുറ്റിക്കറങ്ങിയൊക്കെ നടന്നിട്ട് 40ാമത്തെ ദിവസം നമ്മളെല്ലാം കൂടെ പ്രാർത്ഥിച്ച് മേളിക്കേറ്റും. എന്താ കാരണം? യേശു മരിച്ചപ്പോ 40 ദിവസം നടന്നു. ഇപ്പൊ കർത്താവേ, നീ 40 ദിവസം കൊണ്ട് അങ്ങ് പോയത് ഗുണമായി. നീ 4 വർഷമായിരുന്നെങ്കിൽ ഈ സത്യക്രിസ്ത്യാനിയുടെ ഒരു കട്ടില് പോക്കാം. കാര്യം അപ്പൻ ചത്ത് 4 വർഷം പുതപ്പിച്ച് എണ്ണ ഇരിക്കുന്നപ്പോഴത്തേക്ക് അമ്മയും ചത്ത്. അപ്പൊ 4 8 വർഷമായില്ലേ, ഒരു കട്ടില് പോക്കായിരുന്നു. പ്രിയമുള്ളവരെ, യേശു മരിച്ച് 40 ദിവസം നടന്നത് ഭൂമിയിൽ തന്റെ ദൗത്യങ്ങൾ തികയ്ക്കാനാണ്. എമൂസിലേക്ക് പോയ ശിഷ്യന്മാരെ കണ്ണു തുറക്കണം, പത്രോസിനെ പിന്മാറ്റത്തിൽ നിന്ന് മടക്കി വരുത്തണം, സുവിശേഷത്തിന്റെ ദൗത്യം ജനത്തെ ഏൽപ്പിക്കണം, പുനരുദ്ധാന ശരീരം എങ്ങനെയെന്ന് സ്ലീഹന്മാരെ ബോധ്യപ്പെടുത്തണം, സുവിശേഷത്തിന്റെ മഹത്വം ജാതികളോട് പ്രസംഗിപ്പാൻ അവരെ അയക്കണം. അതുപോലെ തന്റെ ദൗത്യങ്ങളെല്ലാം ചെയ്യാനായി 40 രാവും 40 പകലും ഇരുന്നത്. അല്ലെങ്കിൽ അന്നേരമേ അങ്ങ് പോയേനെ. നമ്മളൊക്കെ മരിച്ചാൽ ഇവിടെ എങ്ങും കറങ്ങത്തില്ല, പേടിക്കണ്ട. വിട്ടുപിരിഞ്ഞ ശൂന്നങ്ങ് പോവുക. പ്രിയമുള്ളവരെ, പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഇവിടെ കറങ്ങി അവസാനം നമ്മൾ കറക്കി മേളിക്കയറ്റണമെന്നാണ്. നമ്മൾ കറക്കൊന്നും നമുക്ക് മേളിക്കയറ്റാനൊക്കത്തില്ല. നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നുമല്ല. പണ്ട് കോഴഞ്ചേരി നടന്ന ഒരു സംഭവം നിങ്ങൾ കേട്ടില്ലേ, ഒരു മാമച്ചൻ വക്കീലിന്റെ കാര്യം.
മാമച്ചൻ വക്കീല് ഇങ്ങനെ തെരുവിലൊരു പാവപ്പെട്ട ഉപദേശി ഇന്ന് പ്രസംഗിച്ചതാ. അപ്പോഴത്തേക്ക് മാമച്ചനത് ഇഷ്ടപ്പെട്ടില്ല. മാമച്ചൻ ചെന്ന് നിന്റെ ഉപദേശവും പ്രസംഗവും ഒന്നും ഇവിടെ വേണ്ടാടാന്ന് പറഞ്ഞ് ഒരു അടിയൊക്കെ കൊടുത്ത് പുസ്തകം വലിച്ചു കയറിയിട്ട് അങ്ങ് പറഞ്ഞു. ഉപദേശി അങ്ങ് പോയി. രാത്രി മാമച്ചൻ ഒരു മരണാവസ്ഥയായി. മാമച്ചൻ അങ്ങ് പേടിച്ച് വരണ്ട എന്ത് ചെയ്തു? മാമച്ചൻ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുക. മാമച്ചൻ മരിച്ച് സ്വർഗത്തിൽ ചെന്ന് സ്വർഗം അടഞ്ഞു കിടക്ക ടക്കെന്ന് കൂട്ടി. അപ്പോഴത്തേക്ക് ഒരാൾ ഇറങ്ങി വന്നു. എന്താ പേര്? യൂദാസ്ലിഗ. കർത്താവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത കള്ളൻ ഇവിടെ കയറിയിരിക്കുകയാണ്. എടാ, ഇവനെ കൂടാതെ വേറൊരു യൂദായുണ്ട്. മാമച്ചൻ വല്ലപ്പോഴേ പള്ളിയിൽ പോയിട്ടുള്ളൂ. പണ്ട് എടുത്തോണ്ട് പോയി, പിന്നെ നടത്തിക്കൊണ്ടുപോയി, ഇനി ഒന്ന് എടുത്തോണ്ട് പോകും. അങ്ങനെ പെട്ട ആളാണ്. അപ്പൊ ഒരു യൂദായ അറിയത്തുള്ളൂ. എടാ കള്ള, കർത്താവിനെ ഒറ്റിക്കൊടുത്തേച്ച് നീ കയറിയിരിക്കുകയാണ്. ഞാനൊരു മാന്യമായ കുടുംബത്തിൽ ജനിച്ചതാണ്, അതുകൊണ്ട് നിന്നോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. മാമച്ചൻ അങ്ങോട്ട് നീങ്ങി. അടുത്ത വന്നാരാ? പത്രോസ് എന്ത് ചെയ്തെന്നറിയാമോ? പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. പിന്നെ പശ്ചാത്തപിച്ചൊന്നും അറിയത്തില്ല. ഇവര് രണ്ടുപേരും വന്നു പോയ ശേഷം മാമച്ചൻ സ്വർഗത്തിന്റെ വാതിലടച്ചു. മാമച്ചൻ പിന്നെയും കൊട്ടി വിളിച്ചു. അപ്പൊ മാമച്ചൻ പറഞ്ഞടാ കഥ തുറക്കടാ എന്ന് പറഞ്ഞു. തുറക്കത്തില്ല. അവസാനം എന്ത് ചെയ്തു? മാമച്ചൻ പറഞ്ഞടാ, ഭൂമിയിലിരിക്കുമ്പോൾ എന്റെ തെങ്ങിൻ തൈയുടെ മണ്ട കടിച്ചവന്റെ ആ പശുവിന്റെ ഉടമയുടെ വീട് ഞാൻ ഒറ്റ തൊഴിക്ക് തുറക്കടാ കഥകെന്ന് പറഞ്ഞു. അവിടുന്ന് മറുപടി ഒന്നുമില്ല. മാമച്ചൻ മുണ്ടൊക്കെ എടുത്തു കൊടുത്തു. അങ്ങോട്ട് ഒറ്റ തൊഴി കൊടുത്തു. തൊഴി കൊണ്ടതാരെന്നറിയാം? അടുത്ത് കിടന്ന ഭാര്യക്കിട്ട തൊഴിയുടെ ആയം കൊണ്ട് മാമച്ചൻ താഴെ വീണു. കണ്ടത് സ്വപ്നമാ. ദൈവമക്കളെ, മാമച്ചന്മാരെ, തൊഴിച്ചൊന്നും സ്വർഗം തുറക്കാനൊക്കത്തില്ല. പുകച്ചൊന്നും നമ്മൾ മേളിലോട്ട് കയറ്റാനൊക്കത്തില്ല. ഇത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മണ്ടത്തരമാ. പുകച്ചാരെയും കയറ്റാനൊക്കത്തില്ല. തൊഴിച്ച് സ്വർഗം തുറക്കാനും ഒക്കത്തില്ല. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നതെന്തോ നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കും. അതിനപ്പുറത്തോട്ടുമില്ല ഇപ്പുറത്തോട്ടുമില്ല. നമ്മൾ എന്ത് ചെയ്തു കൂട്ടിയോ അതേ നമുക്ക് കിട്ടത്തുള്ളൂ. അല്ല നമ്മൾ ചിന്തിക്കുന്ന പോലെ ഈ ചെങ്ങന്നൂർ KSRTC ബസ് സ്റ്റാൻഡ് പോലെ അതിലേ കയറി ഓണടിച്ച് 4 പേരൊക്കെ ഇതിലേ ഇറങ്ങിപ്പോന്നൊന്നുമല്ല സ്വർഗം. ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതോ തീയതോ അതിന് തക്കവണ്ണം കിട്ടും. അത് എന്തിക്കോസുകാരനും കിട്ടും, ഹൈന്ദവനും കിട്ടും, ഇസ്ലാമികനും കിട്ടും, ജൂതനും കിട്ടും. ബൈബിൾ വളരെ വ്യക്തമായി പറയുകയാണ്. അപ്പോൾ ഓർത്തുകൊള്ളണം, നമ്മുടെ കർത്താവായ യേശു മരിച്ചവരിൽ ആദ്യജാതനായി ഉയർത്തു. ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മുകളിൽ ലോക ചരിത്രങ്ങൾ എഴുതി സൂക്ഷിക്കുന്ന മഹാന്മാരെ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 6000-ഓളം വർഷത്തെ ചരിത്രം സൂക്ഷിക്കുന്ന ഏതെങ്കിലും ഒരു റെക്കോർഡുകളിൽ മരണം വിട്ടുയർത്ത ആരെങ്കിലും ചരിത്രമുണ്ടോ? ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മുകളിൽ മരണം വിട്ടുയർത്തുവന്ന ഒരേ ഒരുവനുള്ളൂ. അത് നസ്രേനായ യേശുവാണ്. അവൻ മരിച്ചവരിൽ ആദ്യജാതൻ. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞിട്ട് അവൻ മരണം വിട്ടുയർത്തു പിതാവിന്റെ അടുക്കൽ പോയി ഭൂമിയിലെ ദൗത്യങ്ങൾ തികച്ചു. അവൻ സ്വർഗാരോഹണം ചെയ്തു. സ്വർഗത്തിലേക്ക് പോയ യേശു ഇപ്പോൾ ആര് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ് യേശു സ്വർഗത്തിൽ പോയി. പത്രോസ് പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ചു വന്ന കർത്താവിനെ എന്റെ പിതാവായ ദൈവം ഉയർപ്പിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. സ്വർഗത്തിൽ ഇപ്പോൾ യേശു ആരാണ്? അവൻ സിയോനിലെ രാജാവാണ്. 2-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു, ഞാൻ എന്റെ രാജാവിനെ സിയോനിൽ വാഴിച്ചിരിക്കുന്നു. വീണ്ടും യേശു ഇപ്പോൾ ആരാണ്? മൽക്കിസദേക്കിന്റെ ക്രമത്തിൽ പൗരോഹിത്യമേറ്റ ശ്രേഷ്ഠ പുരോഹിതനാണ്. നമുക്കൊരു പുരോഹിതനുണ്ട്, സ്വർഗത്തെക്കാൾ ഉന്നതൻ, പൂർണ്ണമായി രക്ഷിക്കുന്നവൻ, ബലഹീനതയിൽ സഹതാപമുള്ളവൻ, സ്വന്തം രക്തത്താൽ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് തന്ന ഒരു പുരോഹിതനായി അവൻ സ്വർഗത്തിലുണ്ട്. ഇനി അവൻ ആരാണ്? വേദപുസ്തകം പറയുന്നു, വിശുദ്ധ പൗലോസ് തന്റെ അരുമ ശിഷ്യനായ തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം ഇങ്ങനെ എഴുതി, അവൻ നമ്മുടെ മധ്യസ്ഥനാണ്. ഇങ്ങനെയാണ് വാക്യം, ദൈവം ഒരുവനത്രേ, ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥൻ ഒരുവൻ. നമ്മുടെ സമയം അവസാനിക്കുന്നു. പെട്ടെന്ന് ആ വാക്യം ഒന്ന് വായിച്ചാൽ, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി, എല്ലാവർക്കും വേണ്ടി, മാനവരാശിക്ക് വേണ്ടി മറുവിലയായി കൊടുത്ത് മനുഷ്യനായ യേശു ക്രിസ്തു അത്രേ. ആരാണ് മധ്യസ്ഥൻ? ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ. പൗലോസ്ലീഹയുടെ കാലത്ത് മധ്യസ്ഥനില്ല. പിന്നീട് ക്രിസ്ത്യാനികൾക്കിടയിൽ ഒരു ലോറി മധ്യസ്ഥന്മാർ കയറി. എങ്ങനെ വന്നതാണെന്ന് അറിയത്തില്ല. ഞാൻ ആ ചരിത്രം മുഴുവൻ മെനക്കെട്ടു പഠിച്ചു. ചില മധ്യസ്ഥന്മാരുടെ കാര്യം നോക്കിയാൽ ചരിത്രത്തിലില്ല, പോട്ടെ പഞ്ചായത്തിലെ ബുക്കിൽ പോലും ഇല്ല. എങ്ങനെ വന്ന് കയറിയിടാന്നറിഞ്ഞുകൂടാ. ദൈവമക്കളെ, അബദ്ധം പറ്റരുത്. ഒരു മധ്യസ്ഥനേ ഉള്ളൂ. ദൈവത്തിന്റെ അടുക്കൽ മനുഷ്യന് ചെന്ന് കാര്യം പറയുവാൻ ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ. ക്രൈസ്തവർ എന്തു മധ്യസ്ഥതയാക്കി? കർത്താവെ, എത്രയും വേഗം വരണമേ.
ഇല്ലെങ്കിൽ മധ്യസ്ഥന്മാരെ കൊണ്ട് ഭൂമി നിറയും. പൗലോസിന്റെ കാലത്ത് മധ്യസ്ഥരില്ല. ഉണ്ടായിരുന്നെങ്കിൽ പൗലോസ് അത് എടുത്തെഴുതിയേനെ. പൗലോസ് പറയുന്നു, ദൈവം ഒരുവനത്രേ, ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥൻ ഒരുവനത്രേ, അവൻ സകലർക്കും വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത നമ്മുടെ കർത്താവായ യേശുവാണ്. ഇതിനുപരി യേശു ഇപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? നമുക്ക് വേണ്ടി ഒരു വാസസ്ഥലം ഒരുക്കുന്നു. രക്ഷാസുവിശേഷകൻ എന്ന് വേദപുസ്തക പണ്ഡിതർ വിശേഷിപ്പിച്ച യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ പ്രാരംഭ വരിയിൽ യേശു പറഞ്ഞു, എന്റെ പിതാവിന്റെ രാജ്യത്തിൽ അനേക കൊട്ടാരങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് ഒരു കൊട്ടാരം ഒരുക്കാൻ പോയിരിക്കുന്നു. യേശു അനാദി നിത്യതയിൽ ആരായിരുന്നു? അവൻ പിതാവിന്റെ തേജസ്സും തത്വത്തിന്റെ മുദ്രയുമായിരുന്നു. അവൻ ഭൂമിയിൽ ആരായിരുന്നു? അവൻ ലോകത്തിന്റെ രക്ഷിതാവും കാണാതെ പോയവയെ തെരഞ്ഞു രക്ഷിച്ച ഇടയനും ദാവീദിന്റെ പുത്രനും മഹോന്നതന്റെ സന്തതിയും മാനവരാശിക്ക് വേണ്ടി പാപം ചുമന്നവനുമാണ്. അവൻ പാതാളത്തിൽ ആരായിരുന്നു? അവൻ മഹിമയുടെ രാജാവ്, ജയം പ്രാപിച്ച വീരനാണ്. പുനരുദ്ധാനത്തിൽ അവൻ ആരായിരുന്നു? അവൻ ആദ്യഫലമായി ഉയർത്തവനാണ്. സ്വർഗത്തിൽ അവൻ ആരായിരിക്കുന്നു? അവൻ രാജാവും പുരോഹിതനും മധ്യസ്ഥനും നമുക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുന്നവനുമാണ്. ഇന്ന് രാത്രി നമുക്ക് ആ രക്ഷകനെ നമ്മുടെ ഹൃദയത്തിൽ കൈക്കൊള്ളാം. രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ട് നിങ്ങളുടെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതട്ടെ. നിങ്ങൾ നീതിയുടെ അവകാശികളാകുവേ, ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിപ്പീൻ. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. മാനസാന്തരപ്പെട്ട നീ ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്തി കളയാതെ നീ പോയി നിന്റെ പാപമോചനത്തിന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നീ സ്നാനമേൽപ്പീൻ. അതിനപ്പുറം നീ പരിശുദ്ധാത്മാവെന്ന ദാനം പ്രാപിപ്പീൻ. വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ നീ വേർപെട്ട് നീതിയെ സ്നേഹിപ്പീൻ. വിശുദ്ധന്മാരോടുകൂടെ കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി വരുവാൻ പോകുന്ന മശിഹായ്ക്കായി ഒരുങ്ങുവേ. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം ദൈവാത്മാവിന് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. കഴിയുന്നിടത്തോളം എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാട്ട് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ പന്തലിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പ്രിയ ദൈവവൈതലേ, തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ വളരെ ശാരീരിക ബലഹീനതയോടെ വന്നു. ഫാസ്റ്റർ ജോളിച്ചാൻ ഇവിടെ ഉണർവ് നടത്തുമ്പോൾ എന്റെ ആത്മാവ് എന്നോട് പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒന്ന്, പച്ചപ്പുഴുവും വെട്ടി കിളിയും തിന്നുകളഞ്ഞ നിന്റെ നല്ല സമത്സരങ്ങളെ ഞാൻ നിനക്ക് തിരികെ തരും. പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നിന്റെ ആയുസ്സുകൾ ഭൂമിയിൽ എണ്ണപ്പെട്ടു കഴിഞ്ഞു. ആകയാൽ പരിശുദ്ധാത്മാവിന്റെ വാക്ക് കേട്ടനുസരിക്കുവേ. ഇന്ന് രാത്രി നിന്റെ പ്രതിയോഗിയായ പച്ചപ്പുഴുവും വെട്ടിക്കിളിയും തിന്നുകളഞ്ഞ നിന്റെ നല്ല സമത്സരം നിനക്ക് തിരികെ കിട്ടും. നിന്റെ അലസത നിമിത്തം സ്വർഗം നിനക്ക് ദാനമായി തന്ന ആത്മീയ താലന്തുകളെ അമാലേക്ക് അപകരിച്ചു പോയോ, ദൈവം നിനക്ക് തിരികെ തരും. കഴിഞ്ഞ കാലങ്ങളിൽ ആളിക്കത്തിയ നീ ഇപ്പോൾ പുകഞ്ഞ് നിന്റെ ജീവിതം മറ്റുള്ളവർക്ക് ഇടർച്ചയോ, നിന്നോട് തന്നെ നിനക്ക് വെറുപ്പ് തോന്നുന്ന അരിഷ്ടതയിൽ ഇരിക്കുന്നുവോ, ഈ രാത്രി ആത്മീക ഇറങ്ങി നിന്റെ വിളക്കുകളെ കത്തിക്കും. നിന്റെ മതിലുകൾ ഇടിഞ്ഞ് നീ പ്രവാസത്തിന്റെ ആത്മാവിന് അടിമപ്പെട്ട് നെഹമ്യാവിനെ പോലെ രാത്രിയുടെ യാമങ്ങൾ കരയുന്നുവോ, ഈ രാത്രി നഷ്ടപ്പെട്ടത് സ്വർഗം നിനക്ക് തിരികെ തരും. നിന്നെ വിളിക്കുന്നവൻ വിശ്വസ്തൻ. ഞാൻ നിങ്ങളോട് പ്രാരംഭത്തിൽ ചോദിച്ചല്ലോ, ദൂതന്മാരുടെ ആരാധനപത്രമായ മശിഹായെ താണലോകത്തിൽ അയച്ച് നമ്മുടെ അകൃത്യം അവന്റെ മേൽ ചുമത്തി അവൻ മുഖാന്തരം ഇത്ര വലിയ രക്ഷ നമുക്ക് തന്നെങ്കിൽ അതോടുകൂടെ സകലതും നമുക്ക് തരാതിരിക്കുമോ? കരങ്ങൾ ഉയർത്തിക്കാട്ട് നമുക്കൊന്നായി യേശു പറയാം. യേശുവിനെ തന്ന പിതാവ് എല്ലാം നമുക്ക് തരും. ആ പാട്ടിന്റെ അവസാനം പാടിയ പാട്ടിന്റെ വരികൾ നമുക്കൊന്ന് പാടാമോ? ഇത്ര വലിയ രക്ഷയും പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ട് ഇന്ന് രാത്രി സിയോനിൽ നിന്നൊരു ആത്മീയാഭിഷേകം നിന്റെ മേലയക്കും. നഷ്ടപ്പെട്ടതെല്ലാം ദൈവം നിനക്ക് തിരികെ തരും. നീ യാദൃശ്യമായി ഈ മീറ്റിംഗിൽ വന്നതല്ല. നീ നിന്റെ വീട് വിട്ടുപോരുമ്പോൾ യാക്കോബിനെ ബേഥേലിൽ കണ്ട് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ദൂതന് ദൈവം നിനക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. ശത്രുവിന്റെ ആരവം കേട്ട് ഭയപ്പെടാതെ, ദുഷ്ടനെ കണ്ട് വ്യാകുലപ്പെടാതെ, ദൈവം ചതഞ്ഞ ഓടിക്കുന്നവനല്ല, വഴുതിപ്പോയി എന്ന് പറഞ്ഞ് എറിയുന്നവനല്ല,
ദൈവമല്ല. പുകയുന്ന തിരി കെടുത്തിക്കളയുന്ന ദൈവമല്ല. മരിച്ചവനെ മറന്നു കളയുന്ന ദൈവമല്ല. അവൻ നഷ്ടപ്പെട്ടതെല്ലാം നിനക്ക് തിരികെ തരും. വിശ്വാസത്തോട് പറഞ്ഞാട്ട് യേശുവിനെ തന്ന പിതാവ് എനിക്കെല്ലാം തരും, എല്ലാം തരും, എല്ലാം തരും. ഒന്ന് ഒറ്റ വാക്കായി പറഞ്ഞാട്ട് ആരും അലസരായിരിക്കരുത്. നിന്റെ വിഷയം എന്തുവാകട്ടെ, നിന്റെ ഭാരം എന്തുവാകട്ടെ, നിന്റെ പ്രതിസന്ധി എന്തുവാകട്ടെ, ഭൗമ്യ വിഷയമോ ആത്മീയ വിഷയമോ ശാരീരിക കഷ്ടമോ പിശാചിന്റെ പോരാട്ടമോ എന്തുവായിക്കൊള്ളട്ടെ, നീ ഒന്ന് ഏറ്റു പറഞ്ഞാട്ട് എന്റെ യേശുവിനെ തന്ന പിതാവ് അതോടുകൂടെ എനിക്കെല്ലാം തരും. ഹല്ലേലൂയ. ഇത്ര വലിയ രക്ഷയും പദവിയും പ്രത്യാശയും, ഓ ഇത്ര വലിയ രക്ഷയും പദവിയും പ്രത്യാശയും, ആമേൻ. ഏഴയിൽ പകർന്ന യേശു എത്ര നല്ലവൻ, ആമേൻ. ഏഴയിൽ പകർന്ന യേശു എത്ര നല്ലവൻ. ഓ ഇത്ര വലിയ രക്ഷയും പദവിയും പ്രത്യാശയും, ഇത്ര വലിയ രക്ഷയും പദവിയും പ്രത്യാശയും, ഏഴയിൽ പകർന്ന യേശു എത്ര നല്ലവൻ, ആമേൻ. ഏഴയിൽ പകർന്ന യേശു എത്ര നല്ലവൻ. ഇത്ര വലിയ രക്ഷയും പദവിയും പ്രത്യാശയും, ആമേൻ. ഇത്ര വലിയ രക്ഷയും പദവിയും പ്രത്യാശയും, ഏഴയിൽ പകർന്ന യേശു എത്ര നല്ലവൻ, യേശുവേ. ഏഴയിൽ പകർന്ന യേശു എത്ര നല്ലവൻ. ആമേൻ. ഇത്ര വലിയ രക്ഷയും പദവിയും പ്രത്യാശയും, യേശുവേ. ഇത്ര വലിയ രക്ഷയും പദവിയും പ്രത്യാശയും, ഏഴയിൽ പകർന്ന യേശു എത്ര നല്ലവൻ, ആമേൻ. ഏഴയിൽ പകർന്ന യേശു എത്ര നല്ലവൻ. ഓ ഇത്ര വലിയ രക്ഷയും പദവിയും പ്രത്യാശയും, ഹല്ലേലൂയ. ഇത്ര വലിയ രക്ഷയും പദവിയും പ്രത്യാശയും, ഏഴയിൽ പകർന്ന യേശു എത്ര നല്ലവൻ, ആമേൻ. ഏഴയിൽ പകർന്ന യേശു എത്ര ദൈവത്തെ നല്ലവൻ. സ്തുതിക്കട്ടെ. ഇത്ര വലിയ രക്ഷയും പദവിയും പ്രത്യാശയും, സിയോനിൽ നിന്ന് ഇത്ര ദൈവം വലിയ നിന്നെ രക്ഷയും അനുഗ്രഹിക്കട്ടെ. പ്രത്യാശയും, ഏഴയിൽ പകർന്ന യേശു എത്ര ഹല്ലേലൂയ. നല്ലവൻ, ഏഴയിൽ പകർന്ന യേശു ഹല്ലേലൂയ. എത്ര നല്ലവൻ. ഇത്ര വലിയ രക്ഷയും പദവിയും പ്രത്യാശയും, ഇത്ര വലിയ രക്ഷയും പദവിയും പ്രത്യാശയും, ഏഴയിൽ പകർന്ന യേശു എത്ര നല്ലവൻ, 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 ഏഴയിൽ പകർന്ന യേശു എത്ര ഓ നല്ലവൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ആത്മാവിൽ സന്തോഷിച്ചാട്ട് ഇത്ര വലിയ രക്ഷയും ഭാഗ്യവും പദവിയും തന്നതിന് ഇത്രമാത്രം സന്തോഷം മാത്രമേ നമുക്കുള്ളൂ. എല്ലാവരും സന്തോഷിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ഈ ദൈവ സ്നേഹത്തെ അഗണ്യമാക്കല്ലേ, നിന്നെ പുത്രനാക്കിടൂ, അവകാശം നൽകുവാൻ. ഈ ദൈവ സ്നേഹത്തെ അഗണ്യമാക്കല്ലേ, നിന്നെ പുത്രനാക്കിടൂ, അവകാശം നൽകുവാൻ. ഈ ദൈവ സ്നേഹത്തെ അഗണ്യമാക്കല്ലേ, നിന്നെ പുത്രനാക്കിടൂ, അവകാശം നൽകുവാൻ. കണ്ടിടുക നീ കാൽവരി ക്രൂശിൽ കർത്തനാമേശു നിനക്കു വേണ്ടി. കണ്ടിടുക നീ കാൽവരി ക്രൂശിൽ കർത്തനാമേശു നിനക്കു വേണ്ടി. പാപവും ശാപവും രോഗവും സുമന്നു നിർമ്മല രുധിരം ചൊരിഞ്ഞിടുന്നു. പാപവും ശാപവും രോഗവും സുമന്നു നിർമ്മല രുധിരം ചൊരിഞ്ഞിടുന്നു. ഈ ദൈവ സ്നേഹത്തെ അഗണ്യമാക്കല്ലേ, നിന്നെ പുത്രനാക്കിടൂ, അവകാശം നൽകുവാൻ. 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 ഈ ദൈവ സ്നേഹത്തെ അഗണ്യമാക്കല്ലേ, നിന്നെ പുത്രനാക്കിടൂ,
പുത്രനാക്കിടും അവകാശം നൽകുവാൻ ഈ ദൈവസ്നേഹത്തെ അഗണ്യമാക്കല്ലേ നിന്നെ 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 പുത്രനാക്കിടും അവകാശം നൽകുവാൻ ഈ ദൈവസ്നേഹത്തെ. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ നമഃ 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 ശുദ്ധമകതുദോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിനായി സ്വർഗീയ മഹിമകളെ വിട്ട് ഈ താണലോകത്തിലേക്ക് വന്ന കർത്താവായ യേശുക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തെ ചുമലിലേറ്റിക്കൊണ്ട് കാൽവരി ക്രൂശിൽ 2 കള്ളന്മാരുടെ മധ്യേ 3 ആണികളിന്മേൽ അവർണ്യമായ പാടുകൾ സഹിച്ചു. പാപ ശാന്തിക്ക് മാത്രമല്ല, രോഗസൗഖ്യത്തിനു വേണ്ടി മാത്രമല്ല, നമ്മെ പൂർണ്ണരാക്കി തീർക്കുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത്. അവനവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറാശുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിന്റെ സഭയെ ഞാനും നിങ്ങളും പൂർണ്ണത പ്രാപിക്കേണ്ടതിനാണ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അവർണ്യമായ പാടുകൾ സഹിച്ചത്. യഹൂദന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു, യവനന്മാർ അടയാളം അന്വേഷിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്നാണ്. ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങൾക്കായി കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന്റെ വചനം ഈ രാത്രി സമയത്തും മഞ്ഞുപോലെയും മഴ പോലെയും നമ്മുടെ മേൽ പകർന്നുകൊണ്ടിരുന്നല്ലോ. അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. തന്റെ ഏകജാതനായ പുത്രനെ തന്നവൻ അതോടുകൂടെ നമുക്ക് സകലവും തരാതിരിക്കുമോ എന്ന വചനത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ദൈവ സാന്നിധ്യം നമുക്ക് സന്തോഷവും സമാധാനവും പ്രത്യാശയും തരുന്നല്ലോ. അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു അനുഭവിച്ചതായ കഷ്ടപ്പാടുകളെ നമുക്ക് വർണ്ണിപ്പാൻ കഴിയുകയില്ല. യേശു കഷ്ടമനുഭവിച്ച് ഈ വലിയ രക്ഷ നമുക്ക് നേടിത്തന്നു. കർത്താവിന് വേണ്ടി നമുക്ക് എത്രമാത്രം കഷ്ടമനുഭവിപ്പാൻ സാധിക്കുന്നു. യേശു ക്രിസ്തു കാണിച്ചതായ അവന്റെ കാലിച്ചൂടുകളെ പിൻപറ്റിക്കൊണ്ട് ലോകത്തിൽ കഷ്ടങ്ങൾ, പരീക്ഷകൾ, പോരാട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ യേശുവിന്റെ കഷ്ടപ്പാടുകളെ ധ്യാനിച്ച് അത് സന്തോഷത്തോടെ സഹിപ്പാൻ കൃപ നമുക്ക് തരേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഈ ആരാധനയെ കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിച്ച് നടത്തിയതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവസന്നിധിയിലും ദൈവവചനം കേട്ട ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. ഇതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളെല്ലാം ദൈവം നമുക്ക് തന്നല്ലോ. ഇതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പാട്ടുകൾ തന്നതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥനകൾ തന്നതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ദൈവം നമുക്ക് തന്നല്ലോ. ഇതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ അരുളപ്പാട് നമ്മെ അറിയിച്ചല്ലോ. ഇതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന്റെ ആലോചനയെ അറിയിപ്പാൻ തന്റെ ദാസനെ കരങ്ങളെടുത്ത് ഉപയോഗപ്പെടുത്തിയല്ലോ. ഇതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇനി 1000 10,000 പ്രയോജനപ്പെടുത്തേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. നാളത്തെ ഉപവാസ പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വൈകിട്ട് നടക്കുന്ന മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മടങ്ങിപ്പോകുന്നവരോട് കൂടെ പോകേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. എല്ലാ അനുഗ്രഹങ്ങളും അളകൂടാതെ പകരേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ഇനി കാണുന്നവരെയും രക്തവളപ്പിൽ സൂക്ഷിച്ചുകൊള്ളേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. സകല വിശുദ്ധന്മാർക്കായി സ്തോത്രം
സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പുത്രനായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. പരിശുദ്ധാത്മാവാം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. നമ്മുടെ കർത്താവ് വേഗം വരുന്നതിനാൽ സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മെ ഒരുക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നീ ഞങ്ങളെ സ്നേഹിക്കുന്നതിനാൽ, ഈ ദേശത്തെ സ്നേഹിക്കുന്നതിനാൽ, ഈ വർഷവും ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രത്യേക ബൈബിൾ ക്ലാസ് ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തന്നതിനാൽ സ്തോത്രം. കർത്താവ് കഴിഞ്ഞ ദിവസത്തെ യോഗത്തെ നടത്തിയതിനാൽ സ്തോത്രം. ഈ സന്ധ്യാസമയത്ത് അവിടുത്തെ സന്നിധിയിലായിരിക്കാനും സ്വർഗീയ അനുഗ്രഹങ്ങൾ അളവില്ലാതെ പ്രാപിപ്പാനും കർത്താവ് ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ യോഗത്തിന്റെ ആരംഭം മുതൽ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മധ്യ ശക്തിയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനാൽ സ്തോത്രം. നടന്ന ഓരോ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിച്ചതിനാൽ